വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഹാർവസ്റ്റ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഗുരുക്കന്മാർ ഏറെയുണ്ടെങ്കിലും പിതാക്കന്മാർ അധികം ഇല്ല. ദൈവസഭയിൽ നെടുംതൂണായി ദൈവം എഴുന്നേൽപ്പിച്ച എല്ലാ പിതാക്കന്മാർക്കായി സ്തോത്രം. ഇന്നും അതെ, ദൈവത്തിൻ്റെ കൃപയാൽ കേരളക്കരയിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ദൈവം നിർത്തിക്കൊണ്ടിരിക്കുന്നതായ പിതാക്കന്മാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസനത്രേ പാസ്റ്റർ എം.എ. വർഗീസ്. മലയാളക്കരയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭകളിൽ ഒന്നായി 16,000-ഓളം വിശ്വാസികളുള്ളതായ ദൈവത്തിൻ്റെ സഭ, 2,00,000-ൽ അധികം സ്നാനം, ലോകത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫറൻസുകൾ, ക്രൂസേഡുകൾ, കൺവെൻഷൻസ്, അങ്ങനെ ദൈവകൃപയാൽ ഒരു ട്രെൻഡ് മേക്കറായി ഈ തലമുറയിൽ ദൈവമായ കർത്താവ് ദൈവദാസനെ പ്രയോജനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക പ്രോഗ്രാമിൽ പാസ്റ്റർ ഇൻ്റർവ്യൂ ചെയ്യുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി, പദവിയായി ഞാൻ കരുതുന്നു. ആമേൻ. ഒന്നാമതായി ഞാൻ പാസ്റ്ററോട് ചോദിക്കട്ടെ, എവിടെയാണ് ജന്മസ്ഥലം, എങ്ങനെയാണ് ബാല്യകാലം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ജനിച്ചതും വളർന്നതും തിരുവല്ല താലൂക്കിൽ പുതുശ്ശേരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത്, അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മാത്രമായിരുന്നു ആരംഭം. എൻ്റെ ജനനത്തിങ്കൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുകയും മാർത്തോമാ സഭയുടെ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ ധാരാളമായി വീട്ടിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് പല ആവർത്തി ദൈവവചനം വായിച്ചു തീർക്കുവാൻ സാധാരണക്കാരന് ലഭിക്കാത്തൊരു പദവി എൻ്റെ 10-ാം വയസ്സിൽ തന്നെ എനിക്ക് ലഭിച്ചു. ബൈബിളിൽ നിന്നും ലഭിച്ച അറിവിനൊത്തവണ്ണവും മാർത്തോമാ സഭകളിൽ ലഭിച്ചു വന്ന സന്ദേശത്തിനൊത്തവണ്ണവും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും തുടർന്ന് ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനും കർത്താവിടയാക്കി. എൻ്റെ 11 വയസ്സ് കഴിഞ്ഞതോടെ വിശ്വാസ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ആഴമായി തിരുവചനത്തിൽ നിന്ന് മനസ്സിലാകുകയും എൻ്റെ പിതാവിൻ്റെ ഒരു താൽക്കാലിക അനുമതിയോടുകൂടെ, എന്നാൽ പൂർണ്ണ സമ്മതം കൂടാതെ വെള്ളത്തിൽ യേശുവിനെ സാക്ഷീകരിപ്പാൻ ഇടയാക്കുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. തുടർന്ന് പുതുതായി സ്വീകരിച്ച വിശ്വാസം നാട്ടുകാർക്കും വീട്ടുകാർക്കും പഠിച്ചുകൊണ്ടിരുന്ന മിഷൻ സ്കൂളിലും ഒക്കെ പ്രയാസമായി മാറിയതിനാൽ എൻ്റെ പഠിത്തം ചെറിയ പ്രായത്തിൽ തന്നെ ഒന്ന് നിന്നു. എങ്കിലും തുടർന്ന് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ കുടുംബം, സാഹചര്യങ്ങൾ, ചുറ്റുവട്ടങ്ങൾ, സമൂഹം, ഇതൊക്കെയും എനിക്ക് നഷ്ടമായെങ്കിലും ദൈവം തൻ്റേതായ സമയത്ത് എല്ലാം എനിക്ക് മടക്കിത്തരികയും ഒരു 10-ാം ക്ലാസ്സുമായി കിട്ടുന്ന ജോലി അന്വേഷിച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുകയും ചെയ്തു. എൻ്റെ 12-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുന്ന സമയം ആദ്യമായി ഞാൻ ചെയ്തു വന്നത് രാവിലെ 5 മണിക്കും വൈകിട്ട് 9 മണിക്കും എഴുന്നേറ്റ് വീടിൻ്റെ വട്ടത്തിലുള്ള റോഡുകളിലൂടെ നടന്ന് സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി ചില വാക്യങ്ങളെങ്കിലും വിളിച്ചു പറയുമായിരുന്നു. അന്ന് ഞാൻ എൻ്റെ വേല ആരംഭിച്ചു. ഇന്ന് 67-ാം വയസ്സിലും അത് തുടരുവാൻ കർത്താവ് ഇടയാക്കും. പ്രൈസ് ലോർഡ്. സോ കുടുംബത്തിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് ഒരു റിജക്ഷൻ, പാസ്റ്റിന് ഒരു തിരസ്കരണമുണ്ടായി. പക്ഷേ ഇന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവിനെ സേവിപ്പാൻ ദൈവത്തിൻ്റെ കൃപയാൽ കടന്നു വന്നു. കുടുംബത്തിനകത്ത് തികഞ്ഞ അംഗീകാരം ലഭിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് പലരും പൂർണ്ണ സുവിശേഷത്തിലേക്ക് ഇറങ്ങുകയും ബാക്കിയുള്ളവരും സാമാന്യഗതിയിലെങ്കിലും പെന്തക്കോസ്ത് വിഭാഗങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ആ കുടുംബം അറിയപ്പെടുന്ന പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ പേരിലായിരിക്കും. നിശ്ചയമായും അവിടെ അറിയപ്പെടും. നിശ്ചയമായി. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ പാസ്റ്റർ ഒരു പ്രവർത്തന മണ്ഡലമായി തിരഞ്ഞെടുത്തത്? ഒരു മലയാളിയായ പാസ്റ്റർ എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ളതായ ഒരു പട്ടണത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരുകയും അവിടെ വേരൂന്നുകയും വളരുകയും ഇന്ന് കാണുന്ന ഈ ഒരു അനുഭവത്തിലേക്ക് എത്തുകയും ചെയ്തത്? എൻ്റെ ചെറിയ പ്രായത്തിൽ 11-ാമത്തെ വയസ്സിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞു തുടങ്ങി, ഗോസ്പൽ ട്രാക്റ്റുകൾ കൊടുത്തു തുടങ്ങി. എനിക്കൊരു ജോലി ലഭിച്ചതിനെ തുടർന്ന് പോയ സ്ഥലങ്ങളിലൊക്കെയും ഞാൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. ഒടുവിലത്തെ ട്രാൻസ്ഫർ ബാംഗ്ലൂരിലേക്കായിരുന്നതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിലെത്തുകയും ആ ബാംഗ്ലൂരിൽ ഒരു കൊച്ചു സഭയോട് ചേരുവാൻ ദൈവം കൃപ തരികയും ചെയ്തു. ഞാൻ അപ്രാവശ്യം ബാംഗ്ലൂരിന് പോകുമ്പോൾ സിസ്റ്റർ മേരി കോവൂർ എന്നോടൊരു ആലോചന പറഞ്ഞിരുന്നു. ഞാൻ നിന്നെ ഒരു പുതിയ സഭയിലേക്ക് മാറ്റും, അതൊരു ഉണർവിൻ്റെ ആരംഭമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഒരു ഉണർവ് എന്നതെൻ്റെ കാഴ്ചപ്പാടായിരുന്നു. ജീവിതത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വാര്യാപുരം യോഹന്നാച്ചായൻ എന്ന കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെട്ടതോടുകൂടെ അദ്ദേഹം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രാവചനിക അറിയിപ്പ് തന്നതിൽ നിൻ്റെ ഒടുവിലത്തെ ട്രാൻസ്ഫർ തെക്കേ ഇന്ത്യയിലേക്കായിരിക്കുമെന്നും അവിടെ നിന്ന് ജോലിയിൽ നിന്ന് വിടർത്തി ശുശ്രൂഷയിൽ നിർത്തുമെന്നും അത് ഒരു വ്യാപകമായ ഉണർവിൻ്റെ ആരംഭമായിരിക്കുമെന്നും അദ്ദേഹം എന്നോട് അറിയിച്ചിരുന്നു. അങ്ങനെ ഒടുവിലത്തെ ട്രാൻസ്ഫറായി ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ ഒരു ഉണർവ് ആരംഭിക്കും എന്ന് സിസ്റ്റർ മേരി കോവൂരിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവ് അറിയിച്ചതിനാൽ ആ കൊച്ചു സഭയോട് ചേരുകയും, അന്ന് ഞങ്ങൾ 22 അംഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, ആ കൊച്ചു സഭയോട് ചേരുകയും അവിടെ കൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെയാണ് മലയാളിയായി ഞാൻ ബാംഗ്ലൂരിൽ പ്രവർത്തനത്തിൽ തുടരുന്നത്.
ഞാൻ പ്രധാനമായി വളരെ എക്സൈറ്റഡായി ആവേശത്തോടെ ഞാൻ കാണുന്ന കാര്യം, പാസ്റ്ററിന് 2 കാലുകൾ ദൈവം തന്നു. ഒരു കാല് ബാംഗ്ലൂർ വെച്ച്, മറ്റേ കാല് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും മാറ്റി മാറ്റി വെച്ച് കോൺഫറൻസുകളായി, ഇവാഞ്ചലിസ്റ്റിക് ക്രൂസൈഡുകളായി, ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ പാസ്റ്ററെ ദൈവം പ്രയോജനപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ ബാംഗ്ലൂർ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പാസ്റ്റർ അപ്പോസ്റ്റൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ തന്നെ ഔട്ട്സൈഡ് മീറ്റിംഗ്സ് അതേപോലെ തന്നെ കൺവെൻഷൻസും ക്രൂസൈഡ്സുമായിട്ട് പോകുന്നു. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ലോകത്തിൻ്റെ 40-ലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ ദൈവം ഇതിനോടകം എനിക്ക് കൃപ തന്നു. 5 പ്രധാന വൻകരകളും പ്രധാന ദ്വീപസമൂഹങ്ങളും കവർ ചെയ്യുവാൻ ദൈവം കൃപ തന്നു. ഭാരതത്തിൻ്റെ 20-ലധികം സ്റ്റേറ്റുകൾ സന്ദർശിക്കുവാനും കഴിവുള്ളത്ര സുവിശേഷം പറയുവാനും ഇടയായി. സാധാരണ ഒരു വർഷം ഇന്നത്തെ സാഹചര്യത്തിൽ 200 ദിവസങ്ങൾ എങ്കിലും ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ വെളിയിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ സഭാപ്രവർത്തനത്തിൻ്റെ ആരംഭകാലങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ എയർഫോഴ്സിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ബാംഗ്ലൂരിൽ വന്നത്. ആ ജോലി എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അധികം യാത്ര ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. അവധി ദിവസങ്ങൾ, ലീവ് എടുക്കുവാൻ കഴിയുന്ന ദിവസങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി സഞ്ചരിക്കുകയും മുഖ്യ സമയം ബാംഗ്ലൂരിൽ ചെലവഴിക്കുകയും ചെയ്തു. സഹശുശ്രൂഷകന്മാരെ ദൈവം ഒരുക്കുകയും ബാംഗ്ലൂർ സഭയുടെ ചുമതല നോക്കുവാൻ അവർ പ്രാപ്തരാക്കുകയും ചെയ്തതിനോടൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നും എനിക്ക് ഇൻവിറ്റേഷൻസ് കിട്ടുകയും അതിനൊത്തവണ്ണം അങ്ങേയറ്റം യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ ഇടയായത്. പോയ പലയിടങ്ങളിലും ശക്തമായ ഉണർവ് ദൈവം അയച്ചു. ലോകത്തിലെ പല രാജ്യങ്ങൾ, പല പട്ടണങ്ങൾ ഉണർത്തപ്പെടുന്നത് കാണുവാൻ കർത്താവ് ഇടയാക്കി. ചരിത്രത്തിന് തൂത്തുവായിപ്പാൻ കഴിയാത്തതിന് വണ്ണം, പ്രത്യേകിച്ചും ഭാരതീയരുടെ, വളരെ പ്രധാനമായി മലയാളികളുടെ ഇടയിൽ ഒരു പെന്തക്കോസ്റ്റൽ ആശയം സ്ഥാപിക്കുവാനും അതിൻ്റെ മൂല്യതകൾക്ക് വേണ്ടി നിൽക്കുവാനും ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് തിരിഹിതമായതിനാൽ അയച്ച ഇടങ്ങളിൽ ദൈവം പ്രയോജനപ്പെടുത്തി. 90കളുടെ മധ്യത്തിൽ പ്രധാനമായി എനിക്ക് പറയാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിൽ 2 ഇൻസിഡൻസ് ആണ്. ആത്മവിവശത അല്ലെങ്കിൽ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് പാസ്റ്ററിലൂടെയാണ്. അതുപോലെ തന്നെ കേഴ്സ് ബ്രേക്കിംഗ് പാസ്റ്ററിലൂടെയാണ് കർത്താവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ പാസ്റ്റർ പി തോമസിൻ്റെ ചർച്ചിൽ വച്ച് നടന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മലയാള പെന്തക്കോസ്റ്റൽ വിഭാഗത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ടേണിംഗ് പോയിന്റ് ആയി തീർന്നു. അതിനെക്കുറിച്ചും അതുപോലെയുള്ളതായ പാസ്റ്റർ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നതായ ചില കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അത് കേട്ടാൽ കൊള്ളാമായിരുന്നു. ശുശ്രൂഷയുടെ ആരംഭത്തിങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ വചനം എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനെക്കുറിച്ച് നീയും സംസാരിക്കണം. എന്ത് വേണമെന്ന് പറയുന്നു അത് വേണമെന്ന് പറയണം, എന്ത് വേണ്ടെന്ന് പറയുന്നു അത് വേണ്ടെന്ന് പറയണം. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ഒരു സഭാപ്രവർത്തനം നടക്കേണ്ടത്, ഒരു ഉണർവ് നടക്കേണ്ടത് എന്ന ആഴമായ ബോധം എനിക്കുണ്ടായിരുന്നു. ഇന്ന് കണ്ടുവരുന്ന പുതിയ ട്രെൻഡുകൾ എന്ന് നാം വിളിക്കുന്ന അപ്പസ്തോലിക യുഗം മുതൽ നിലവിലുള്ള ആ പഴയ കാര്യങ്ങളൊക്കെയും ഒന്നുകൂടെ തിരിച്ചോർപ്പിക്കേണ്ടതിന് ദൈവം അവിടെയും ഇവിടെയും എനിക്ക് അവസരം തന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കാനഡയിൽ വെച്ച് ഒരു പ്രാവശ്യം മലയാളിയായ ഒരു സഹോദരൻ എന്നെ എയർപോർട്ട് ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നടക്കുന്ന ആത്മപ്രവർത്തനങ്ങളിൽ പലതും കാണുവാൻ അന്ന് കഴിഞ്ഞു. അത് ദൈവികമെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ലഭിച്ച ആത്മിക പ്രചോദനത്തിൽ അത് ദൈവികം തന്നെ എന്നെനിക്ക് ഉറപ്പ് വന്നു. നാളെ ഒരിക്കൽ ഇതുപോലെയൊന്ന് ഭാരതത്തിൽ ആരംഭിക്കുവാൻ ദൈവം കൃപ തന്നാൽ ഞാനതിന് എതിര് നിൽക്കുകയില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആത്മവിവശതയുടെ ബാലപാഠങ്ങളിലേക്ക് ദൈവം കയറ്റിവിട്ടത്. ബാംഗ്ലൂർ പട്ടണത്തിൽ ആത്മവിവശത വന്നത് ഞാൻ കണ്ടു. ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ആത്മവിവശത വ്യാപകമാകുന്നത് ഞാൻ കണ്ടു. എതിരാളികൾ എഴുന്നേറ്റു. പക്ഷെ പരിശുദ്ധാത്മാവിന് എന്നും എതിരുണ്ടായിരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതിനാൽ ഫലമില്ലാത്ത, വേലയിൽ പ്രയോജനമില്ലാത്ത എതിരാളികൾ പറയുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായിരിക്കും എന്നതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അത്തരം ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ദൈവമിടയാക്കി. ഇന്ന് അത് അനുഗ്രഹത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നയിക്കത്തക്കവണ്ണം വലിയ സഭാ വളർച്ചയ്ക്ക് എന്നെ പ്രേരിതനാക്കി തീർത്തു. സഭയിലേക്ക് അത് കൊണ്ടുപോയി. പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുക. ഒരു പക്ഷിയുടെ 2 ചിറകുന്നതിന് വണ്ണം ആത്മപ്രവർത്തനവും ആ വചനത്തിൻ്റെ ആഴവും ഒരുപോലെ നിലനിർത്തണമെന്ന കാഴ്ചപ്പാടിൽ അന്ന് ആരംഭിച്ചു. ഇന്നും അതിൽ തുടരുന്നു. അത് വിജയപ്രദമായി ഞാൻ കാണുന്നു. പെട്രോളും തീയും തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ചേരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതമായ അടയാളമായി വിവിധ വീര്യപ്രവൃത്തിയായി വെളിപ്പെടുമല്ലോ. അപ്പോൾ പാസ്റ്ററുടെ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവസഭയ്ക്ക് കർത്താവ് നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായ സകല മാനിഫെസ്റ്റേഷൻസും സകല ദൈവപ്രവൃത്തിക്കും വേണ്ടി കാത്തിരിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്ന് വരെ അറിഞ്ഞ സകലത്തിനു വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. ഇനിയും ദൈവത്തിന് വെളിപ്പെടുത്തുവാനുള്ളത്. പരിശുദ്ധാത്മാവിന് എന്നും പുതുമകളുണ്ട്. അന്നൊന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി
തരുന്ന ദൈവിക പുതുമകൾ തിരുവചനത്തിന് വിരോധമല്ല എങ്കിൽ അതിനെ അംഗീകരിക്കുന്നതാണ് എൻ്റെ താല്പര്യം. അത് മുഖേന മാത്രമേ അടുത്തൊരു തലമുറയെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. പഴയ ഓർമ്മകളിൽ നമ്മൾ തങ്ങുന്നതല്ലല്ലോ ക്രിസ്തീയ ജീവിതം. പണ്ടുള്ളവയെ മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് മുന്നോട്ട് പോകുന്ന മൂവ്മെൻ്റാണ് ദൈവത്തിൻ്റെ സഭ. അടുത്തൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വ്യക്തിപരവും കുടുംബവും സഭയും ഒരുക്കേണ്ടത്? ഒന്ന്, ആത്മയുദ്ധത്തിലൂടെ അന്ന് എതിർത്ത് നിൽക്കുന്ന പൈശാചിക ശക്തികളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുക. 2, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ വേരൂന്നി നിലനിൽക്കുക. 3, പരിശുദ്ധാത്മാവിൻ്റെ അന്നെന്നുള്ള കാറ്റിനൊത്തവണ്ണം യാത്ര ചെയ്യുക. ആത്മാവ് ഒരു കാറ്റ് പോലെയാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും അതുപോലെയാണ്. അതെവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. എൻ്റെ തുരുത്തി പുതിയതെങ്കിൽ പുതിയ പകർച്ച ആ തുരുത്തിക്കുള്ളിലേക്ക് പകരുവാൻ ദൈവത്തിന് കഴിയും. ആത്മാവിൻ്റെ അന്നെന്നുള്ള കാറ്റിനൊത്തവണ്ണം പോകുവാൻ ഒരാത്മീയൻ സ്വയം ഏൽപ്പിക്കപ്പെട്ട അവനെ വഴിതെറ്റാതെ നടത്തുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം നടത്തുകയും ജനങ്ങളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ അത് ഹേതുവാകുകയും ചെയ്യും. ഇത് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും അതിനുവേണ്ടി തുറന്നിരിക്കും. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എനിക്ക് കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് തിരമാലകൾ ഓരോ മണിക്കൂർ തോറും അടിക്കുമ്പോഴും ഒരു ലൈറ്റ് ഹൗസ് ഒരു പാറപ്പുറത്ത് സ്ഥിരമായി നിൽക്കുന്നത് പോലെ പാസ്റ്റർ എം എ വർഗീസിനെ ദൈവം നിർത്തുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയും സക്സസ് ആയിട്ടുള്ള ഈ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ 30 വർഷം പാസ്റ്ററുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായ ദൈവദാസന്മാർ ആരൊക്കെയാണ്? 1983 ജൂൺ മാസത്തിലാണ് ഇന്ന് ഞാൻ ബാംഗ്ലൂരിലായിരിക്കുന്ന സഭയിൽ ചെന്നെത്താൻ കഴിഞ്ഞത്. ഡേറ്റ് കറക്റ്റ് ജൂൺ മാസം 5-ാം തീയതിയായിരുന്നു. ദൈവത്താൽ നിയമിതമായ ഡേറ്റ് ആയിരുന്നു അത്. മുന്നമേ പരിശുദ്ധാത്മാവെന്നെ അത് അറിയിച്ചിരുന്നു. അവിടെ ചെന്ന ശേഷം ആരംഭമായി കേരളത്തിൽ നിന്നും പാസ്റ്റർ വി എ തോമസ് എന്ന കർത്തൃദാസൻ ബാംഗ്ലൂരിലേക്ക് വരികയും എന്നോടൊപ്പം ചില മാസങ്ങൾ താമസിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ന് സഭയിൽ കൂടി വന്നിരുന്ന 22ഓളം അംഗങ്ങളിൽ 15 പേരായിരിക്കാം പകൽ സമയത്തെ ബൈബിൾ സ്റ്റഡിക്ക് വന്നത്. രാത്രിയിൽ കൺവെൻഷനുകൾ ക്രമീകരിക്കുകയും അദ്ദേഹം അതിൽ ശുശ്രൂഷിക്കുകയും ചെയ്തു. തുടർന്ന് പാസ്റ്റർ കുരുവിള കോവൂരും സിസ്റ്റർ മേരി കോവൂരും ബാംഗ്ലൂരിലേക്ക് വരികയും പകൽ സമയങ്ങളിൽ കഴിവുള്ളത്രയും ആത്മിക ശുശ്രൂഷകൾക്കും രാത്രിയിൽ വചന ശുശ്രൂഷയ്ക്കുമായി സമയം വേർതിരിക്കുകയും പ്രവചനം, ഭൂതശാന്തി, രോഗശാന്തി, വചന പഠനം, പ്രസംഗം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നും പല കർത്തൃദാസന്മാർ ബാംഗ്ലൂരിൽ വന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പാസ്റ്റർ സാമച്ചൻ ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കർത്തൃദാസന്മാർ ബ്രദർ സുരേഷ് ബാബു ഉൾപ്പെടെ പലപ്പോഴും ബാംഗ്ലൂരിൽ വരുവാനും ഞങ്ങളെ ശുശ്രൂഷിക്കുവാനും ദൈവം അവർക്ക് അവസരം കൊടുത്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. അവരിൽ ഓരോരുത്തരും വന്നത് സഭയ്ക്ക് മുതൽക്കൂട്ടായി മാറി. ആത്മീയ അന്തരീക്ഷത്തിന് വ്യത്യാസം വന്നു. ജനം ആത്മീയമായി ഉണർത്തപ്പെട്ടു. ഒരു ഉത്സാഹത്തിലേക്ക് ജനം വന്നു. ആകത്തുക കൂടുതൽ ജനം ഞങ്ങളോട് ചേർന്ന് വരികയും ദൈവകൃപയിൽ വളരുകയും സഭ ഇന്നത്തെ രൂപത്തിലേക്ക് വരികയും ചെയ്തു. കേവലം മലയാളികൾ മാത്രമല്ല, വെളിയിലുള്ളവരും വരാറുണ്ട്. റോൺ ചാൾസ് എന്ന കർത്തൃദാസൻ 67ാമത്തെ ഈ വയസ്സിൽ ഞാൻ പറയട്ടെ, ഇന്നുവരെ ഞാൻ കണ്ടിട്ടുള്ള ദൈവദാസന്മാരിൽ നിന്നും ദൈവവചനം അതിൻ്റെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ദൈവദാസനാണ്. അതിശക്തമായ ആത്മീക ശുശ്രൂഷകൾ ചെയ്തു വരുന്ന അനേക വിദേശികൾ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളികളായ ഞങ്ങൾക്ക് മലയാളികളിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷയ്ക്ക് കടപിടിക്കുന്ന തുല്യം പിടിക്കുന്ന ഒരു ശുശ്രൂഷകനും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ ദൈവം മലയാളികളായി ജീവിതം തന്നെങ്കിൽ മലയാളികളെ കൊണ്ട് തന്നെ പോഷിപ്പിക്കുവാനും ദൈവം ശക്തനാണ്. മലയാളികളുടെ ഇടയിലെ പ്രവർത്തനത്തിന് കുറവ് വരുത്താതെ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം. കാരണം ഒരു മലയാളിയായി ജനിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. മലയാളിയുടെ ഫിഷ് കറിയുടെ ടേസ്റ്റ് ലോകത്തിൽ ആര് പ്രിപ്പയർ ചെയ്താലും ഉണ്ടാകത്തില്ല എന്ന പോലെ മലയാളി ദൈവവചനം വ്യാഖ്യാനിക്കുന്നത് പോലെ മറ്റാരും വ്യാഖ്യാനിക്കുന്നത് അധികം കേൾക്കാൻ കഴിയത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഇതാണ്. പാസ്റ്റർ എന്നെ മെൻഷൻ ചെയ്തതിനായി നന്ദി. ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളും ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് പറയാൻ കാര്യം, ഞാൻ കാണുന്നത് പാസ്റ്റർ മാത്രമല്ല, പാസ്റ്റർ അബ്രഹാം വർഗീസും പാസ്റ്റർ ജോൺസൺ വർഗീസ് നിങ്ങളെ തലമുറയായി ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. കാരണം നമ്മൾ കർത്താവിൻ്റെ ചീരത്തോട്ടത്തിലല്ല, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അത്രേ തലമുറയായി നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിൽ കുഞ്ഞുങ്ങൾ കൂടെ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ വരുവാനിടയായി. പാസ്റ്റർ അബ്രഹാം വർഗീസിൻ്റെയും പാസ്റ്റർ ജോൺസൺ വർഗീസിൻ്റെയും ശുശ്രൂഷ, അവരുടെ ശുശ്രൂഷയിൽ വളർന്നത്, അതിനെക്കുറിച്ച് ഒരു പിതാവെന്നുള്ള നിലയിൽ ഞങ്ങൾ പാസ്റ്ററെ ഒരു പാസ്റ്ററായിട്ടാണ് കാണുന്നത്, ഒരു അപ്പോസ്റ്റലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു പിതാവെന്നുള്ള നിലയിൽ എങ്ങനെയാണ് പാസ്റ്റർ അവരെ ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപയാൽ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കോണം കഴിഞ്ഞത്? ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ദൈവം അവരെ വളർത്തി എന്നതിനാണ് മുൻതൂക്കം. എന്നാൽ
മാതാപിതാക്കൾ എന്ന നിലയിൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളെക്കൊണ്ട് കഴിവുള്ളിടത്തോളം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകാ ജീവിതം നയിച്ചു കാണിച്ചു. ഞങ്ങൾ പ്രാർത്ഥനാവേളയിൽ പറയുന്നതും പ്രസംഗപീഠത്തിൽ ഉപയോഗിക്കുന്നതുമായ വാക്കുകൾ പ്രായോഗിക ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടുന്നു എന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഭികാമ്യമായിരുന്നു. നാൾ തോറും മുൻപോട്ട് വരുന്ന പുതിയ ആളുകളെ കാണുവാനും അവരോട് സഹകരിപ്പാനും അവരെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. അവർക്ക് സെക്യുലർ പഠനത്തിൽ കൊടുത്ത സ്ഥാനത്തേക്കാൾ ഉപരി ക്രിസ്ത്യ വിദ്യാഭ്യാസത്തിൽ ഉപരിസ്ഥാനം കൊടുക്കുവാൻ കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് സാധിച്ചു. അവരുടെ ശുശ്രൂഷയുടെ കാഴ്ചപ്പാട് അതായിരുന്നു. എൻ്റെ മക്കൾ രണ്ടുപേരും സെക്യുലർ ജോലി ചെയ്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് പണമുണ്ടാക്കി എന്നെപ്പോലെ സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുന്നതായിരുന്നു എൻ്റെ താല്പര്യം. രണ്ട് വ്യക്തികളോട് ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ സ്വന്തം തീരുമാനത്തിൽ അല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ ദൈവം അവരെ വിളിക്കുകയും അവർ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരംഭം മുതൽ അർപ്പിക്കപ്പെടുകയും ചെയ്തു. അവരുടെ വിവാഹപ്രായമായപ്പോൾ കൂടെ വരുന്ന പെൺകുഞ്ഞുങ്ങളെങ്കിലും ജോലി ചെയ്യുന്നവരാകട്ടെ എന്നെനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ താല്പര്യം അതായിരുന്നില്ല. കുടുംബമായി വേല ചെയ്യുക എന്നതായിരുന്നു. അത് ദൈവിക വിളിയിൽ ഉൾപ്പെടുന്നതാകയാൽ അവരും വിജയപ്രദമായി മുൻപോട്ട് വന്നു. അത് ഒരു വിജയമായി ഞങ്ങൾ കാണുന്നു. ആമേൻ. പാസ്റ്റർ, അതുപോലെ ഈ സെക്കുലർ ജോബിനെ കുറിച്ച് പറഞ്ഞല്ലോ. പാസ്റ്റർ സെക്കുലർ ഫീൽഡിൽ നിന്നാണ് സ്പിരിച്വൽ മിനിസ്ട്രിയിലേക്ക്, ആത്മീയ ശുശ്രൂഷയിലേക്ക് ഫുൾ ടൈമായി വന്നത്. ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന സെക്കുലർ ജോബിലായിരിക്കുന്ന വലിയൊരു വിഭാഗം ജനമുണ്ട്. സാധാരണ ജനത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഫുൾ ടൈം മിനിസ്റ്റർ ആയ ഒരു പാസ്റ്റർ, പൂർണ്ണസമയ ശുശ്രൂഷകന്മാർ, സുവിശേഷകന്മാർ, അവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രയോജനപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസുകളോ പ്രൈവറ്റ് സെക്ടറിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അത്രത്തോളം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല എന്ന് ഒരു ധാരണയുണ്ട്. എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്താൽ നമുക്ക് ചെയ്യുവാൻ തക്കോണം കഴിയുന്നത്? എൻ്റെ ചെറിയ പ്രായത്തിലുള്ള എൻ്റെ താല്പര്യം സ്വന്തമായി ഒരു ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് സുവിശേഷ വേല ചെയ്യുക, വേദപുസ്തക ഭാഷയിൽ സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുക എന്നതായിരുന്നു. എനിക്ക് അത് വിജയപ്രദമായി ചെയ്യുവാൻ സാധിച്ചു. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഓഫീസിലൊരു വ്യക്തി ജോലി ചെയ്യുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ഹൃദയം ദൈവവുമായി പകരുവാൻ ഒരവസരമുള്ള തരത്തിലുള്ള ജോലികളായിരുന്നു ദൈവം എനിക്ക് തന്നത്. അങ്ങനെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയും പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. വെളിയിലോട്ട് ഇറങ്ങിയാൽ നേരെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുകയും പുതിയ ആളുകളെ കാണുകയുമായിരുന്നു പതിവ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലം ഉച്ചയ്ക്ക് 1 മണിക്കൂർ എനിക്ക് ലഭിക്കുന്ന ലഞ്ച് ബ്രേക്ക് ഞാൻ ഒരു ലഞ്ച് അവർ ബൈബിൾ ക്ലാസ്സായി കൺവേർട്ട് ചെയ്യുകയായിരുന്നു പതിവ്. അങ്ങനെയാണ് ചില സഭകൾ ബാംഗ്ലൂരിൽ സ്ഥാപിതമാകുന്നത്. ഇന്ന് അവ ഞങ്ങളുടെ ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ച് സഭകൾ സ്ഥാപിതമാകുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ വേല ജോലിയോടൊപ്പം ചെയ്തു വന്നു. ദൈവം ഒരു വലിയ ഉപകാരം ചെയ്തിരുന്നു. സഭയിലാരും വലിയ രോഗത്തിലകപ്പെടുകയോ ഒന്നും ആകാതെ ഞാൻ ജോലിയിൽ ഓഫീസിലായിരിക്കുന്ന സമയം ദൈവം അവരെ പ്രത്യേകം പരിപാലിച്ചു. ഒരു വ്യക്തി വലിയ രോഗത്തിലകപ്പെടുകയും പാസ്റ്റർ വെട്ടെന്ന് എന്ന് പ്രാർത്ഥിക്കുകയും വേണം എന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ജോലിയില്ലാത്ത രാത്രിയിലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ജോലി ചെയ്യുവാൻ, ജീവിക്കുവാൻ ഒരു അവസരം തരുന്നത് ദൈവത്തിൻ്റെ ജോലിയായിരുന്നു. മാത്രമല്ല, മറ്റൊരുത്തൻ്റെ പണം ആഗ്രഹിക്കാതെ സ്വന്തം ചെലവിലാണ് യുദ്ധസേവ ചെയ്യുന്നത് എന്നത് കണ്ടവർ ഇതിനകത്തെ ആത്മാർത്ഥത മനസ്സിലാക്കുകയും പലർ എന്നോടൊപ്പം മുന്നോട്ട് വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നത് സെക്യുലർ ജോലിയോട് കൂടെ സുവിശേഷം ചെയ്യുവാൻ കഴിയും. സഭ വളരെ വലുതായി വളർന്ന് ആയിരങ്ങളിലേക്ക് മാറുകയോ ആഗോള വ്യാപകമായി യാത്ര ചെയ്ത് സുവിശേഷീകരണം ആവശ്യമായി വരികയോ ചെയ്യുന്ന രംഗത്തിൽ ഒരു പക്ഷേ സെക്യുലർ ജോലി പ്രയാസമായേക്കാം. സാധാരണഗതിയിൽ ഒരു ജോലിക്ക് എൻ്റെ അഭിപ്രായത്തിൽ 1000 1500 അംഗങ്ങളായി സഭ വളരുന്നത് വരെ ഒരുവൻ പൂർണ്ണസമയം കുത്തിരിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. കാര്യം പരിശുദ്ധാത്മാവാണ് സഭയുടെ ചുമതല. വേണ്ട ഇടങ്ങളിലേക്ക് നമ്മെ തക്ക സമയത്ത് ദൈവം അയച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ അനുഭവം. എനിക്കൊരു അഭിപ്രായം മറ്റുള്ളവരോട് പറയാനുള്ളത്, കഴിവുള്ളിടത്തോളം സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുക. ഇന്നും ഞാൻ ബാംഗ്ലൂർ സഭയുടെ പ്രധാന ചുമതല വഹിച്ചു വരവേ മറക്കരുത്, ശമ്പളമില്ലാതെയാണ് ഞാൻ ചർച്ചിൽ നിന്ന് ജോലി ചെയ്യുന്നത്. ശമ്പളം തരുവാൻ സഭയ്ക്ക് കഴിയും. സഭയുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുവാൻ ഇന്ന് 5 ലക്ഷത്തിലധികമാണ് ഒരു മാസം സഭ ചെലവഴിക്കുന്നതെങ്കിൽ എനിക്ക് ശമ്പളം തരുവാൻ കഴിയും. പക്ഷേ ഇന്നും എനിക്ക് ലഭിക്കുന്ന പണം സഭയ്ക്ക് വേണ്ടി ചിലവിട്ടുകൊണ്ട് സഭയെ സേവിക്കുവാൻ കർത്താവ് കൃപ തരുന്നതിനാൽ അതിൻ്റെ പ്രാഗൽഭ്യം എനിക്കുമുണ്ട്, സഭാംഗങ്ങൾക്കുമുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് വളരുവാൻ ദൈവം കൃപ തരുന്നു. ഏത് വ്യക്തിയോട് ഞാൻ ആവശ്യപ്പെടട്ടെ, അവരവരെ ദൈവം ഏൽപ്പിച്ച ജോലി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സുവിശേഷവേലയോടുള്ള താല്പര്യത്തിൽ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ മണ്ണിൽ മെഗാ ചർച്ചസിൻ്റെ പാസ്റ്റേഴ്സ് സഭാ വളർച്ചയുടെ അല്ലെങ്കിൽ സഭയുടെ വലിപ്പത്തിൻ്റെ പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷേ പാസ്റ്റർ സഭയുടെ വലിപ്പത്തിൽ മാത്രമല്ല, പൊതു സ്റ്റേജിൽ പാസ്റ്ററുടെ ദൂതുകൾ, പ്രസംഗങ്ങൾ
സാധാരണ മറ്റുള്ളവരുടെ പ്രസംഗങ്ങളെക്കാൾ വളരെ ശക്തിയോടും ദൈവകൃപയോടും ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതും കാണുന്നു. സോ ദാറ്റ് മീൻസ് ഒരു വശത്ത് പാസ്റ്റർ ഒരു ശക്തനായൊരു പാസ്റ്റർ തന്നെയാണ്, ഒരു വലിയ സഭയുടെ പാസ്റ്റർ തന്നെയാണ്, മറുവശത്ത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ പ്രാസംഗൻ തന്നെയാണ്. പക്ഷേ അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സഭയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇന്ന് എത്ര പേരാണ് പാസ്റ്റർ, എത്ര ഗ്രൂപ്പുകളാണ് കൂടി വരുന്നത്? ഈ വലിയ വളർച്ചയുടെ ഘട്ടത്തിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളത്? ഇന്ന് 7 ഭാഷകളിലായി 16,000-ലധികം ജനങ്ങൾ ചേരുന്ന ആരാധനകൾ ഞങ്ങൾക്കുണ്ട്. ഒരുമിച്ച് കൂടിയിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ഞായറാഴ്ച ഇന്ന് പല സ്ഥലങ്ങളിലായി, അടുത്തടുത്തുള്ള പല കെട്ടിടങ്ങളിലായി 25 ആരാധനകളാണ് ഈ 7 ഭാഷകളിലായി നടക്കുന്നത്. ഓരോ ഭാഷയും നോക്കുവാൻ അതാതിന് ചുമതല വഹിക്കുവാൻ ഒരാളുണ്ടെങ്കിലും ഓരോരുത്തരുണ്ടെങ്കിലും ആവശ്യമുള്ള സൂപ്പർവൈസേഷൻ അല്ലെങ്കിൽ ഗുണദോഷങ്ങൾ തക്ക സമയത്ത് കൊടുക്കും. സാധാരണഗതിയിൽ കൺവെൻഷൻ പന്തലുകളിൽ അല്ലെങ്കിൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ കേൾക്കുന്ന ദൂതുകളുടെ അപര്യാപ്തത, ഏതെങ്കിലും ഒരു ശുശ്രൂഷയുള്ള വ്യക്തിയായിരിക്കും ആ ദൂതുകൾ കൊടുക്കുന്നത്. ഒന്നുകിൽ ഒരു പ്രവാചകൻ, ഇല്ലെങ്കിൽ ഒരു രോഗശാന്തി ശുശ്രൂഷകൻ, ഇല്ലെങ്കിൽ ഒരു ഓപ്പൺ പ്രസംഗകൻ. ഇത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. ഒരു ശുശ്രൂഷ കൊണ്ട് പൊതുവെ നാം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് പരിചയപ്പെടുത്തുക എന്നതാണ്. ക്രിസ്തുവിനെ പരിചയപ്പെട്ട് കിട്ടിയ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ സകല സമ്പൂർണ്ണതയിലും വളർത്തിയെടുക്കുക, തലയാകുന്ന ക്രിസ്തുവോളം സകല സമ്പൂർണ്ണതയിലും വളർത്തുക, ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഇതാണ് ഒരു സഭയുടെ ദൗത്യം. ദൈവം എന്നെ ഒരു സഭയുടെ ചുമതല ഏൽപ്പിച്ചതിനാൽ ഞാൻ എടുക്കുന്ന ദൈവവചന ശുശ്രൂഷകളിൽ ഏത് വ്യക്തിത്വത്തെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന ഉദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ താല്പര്യം അതാ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കുറച്ച് വ്യക്തികൾ ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല, ക്രിസ്തുവിന് അനുയോഗ്യമായ ഒരു മണവാട്ടിയെ ഇവിടെ നിന്ന് ഉളവാക്കിയെടുക്കുകയാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു മണവാട്ടിയെ യേശുവിന് വേണ്ടി ഒരുക്കിയെടുക്കണമെങ്കിൽ അത് സഭയെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അതിനാവശ്യമുള്ള ഒരു ദൂത് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ ദൂത് ദൈവമുമ്പിൽ പ്രസ്താവിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ദൂതിൽ എന്നോട് ചേർന്ന് നിന്ന് ജനത്തെ ഒരുക്കുക, അവരെ അതിലേക്ക് നയിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ കടമയാകയാൽ എൻ്റെ ശുശ്രൂഷയിൽ നിശ്ചയമായും ഒരാത്മസാന്നിധ്യമുണ്ട് എന്നെനിക്കറിയാം. പലപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണെന്നും ദൂതന്മാരെൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് വ്യക്തമായി അറിയാം. എൻ്റെ മുൻപിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന യേശു ഉണ്ടെന്നും തൻ്റെ ഉപദേശ സംഹിതകളിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ തക്കതായി അത് കൊടുത്തിരിക്കണം എന്നെനിക്ക് ഉറപ്പുള്ളതും അതെന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നതുമാകയാൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കാലയളവിലായി കണ്ടുവരുന്നതായ ഒരു പ്രവണതയാണ് സാധാരണ ന്യൂ ജനറേഷൻ ചേർച്ചസ്. പക്ഷേ ഈ തലമുറയെ നോക്കി എന്താ പറയാനുള്ളത്? ഒരു കെട്ടുറപ്പുള്ള ഉപദേശത്തിൽ വ്യതിചലിക്കാത്ത, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത ഒരു ദൈവത്തിൻ്റെ സഭയായി പാസ്റ്റർ നേരത്തെ മെൻഷൻ ചെയ്ത എഫെസ് ലേഖന 5-ാം അധ്യായത്തിലെ ആ വേദഭാഗം പോലെ ദൈവസന്നിധിയിൽ കറ, വാട്ടം, ചുളുക്കം, മാലിന്യമില്ലാതെ കർത്താവിൻ്റെ സന്നിധി ഒരു ദിവസം നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വിശ്വസ്തദാസനെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരാകുവാൻ എന്നെപ്പോലെയുള്ള യുവ ശുശ്രൂഷകരോട് ഒരു പിതാവ് എന്നുള്ള നിലയിൽ പാസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ശുശ്രൂഷ ഒരളവിൽ വേറൊരു വ്യക്തിയിൽ കാണുന്നതോടുകൂടെ അതുപോലെ ഒന്ന് എനിക്ക് ലഭിക്കണം എന്നൊരു താല്പര്യം അനേകർക്കുണ്ട്. അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്ന പലരും അവനവൻ്റെ ലാഭത്തിനും സ്വന്തം വഴിക്കും വേണ്ടി തിരിഞ്ഞുകൊണ്ട് ധനമോ പണമോ സ്ഥാനമോ അല്ലെങ്കിൽ പ്രൗഢിയോ ഇവയൊക്കെ അന്വേഷിച്ച് തരം താഴുന്നതുകൊണ്ട് അവരുടെ ശുശ്രൂഷ വിജയിക്കാതെ വരുന്നു. ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് എൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ശുശ്രൂഷ ഒരു മണവാട്ടി സഭയെ ഒരുക്കിയെടുക്കുകയാണെന്നും അതിനാവശ്യമുള്ള ത്യാഗം സഹിക്കുവാൻ ഞാൻ തയ്യാറാണെന്നും ഒരു വ്യക്തി പറയുന്നുവെങ്കിൽ ബ്രദർ സുരേഷ് ബാബു, ദൈവം നിങ്ങളെ ഉയർത്തുകയും അടുത്ത ഒരു വൻകിട ഉണർവിലേക്ക് ദൈവം ഭാരതത്തെ നയിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ഭാരതത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാൽ, ഇന്നത്തെ ജനസംഖ്യ അനുസരിച്ചാൽ ഇന്നുള്ള സഭകൾ തികച്ചും പേരിന് മാത്രമുള്ളതാണ്, ഒന്നുമില്ലാത്തതാ. പക്ഷേ ദൈവം ഭാരതത്തെ കൈവിടുകയില്ല. ശക്തിയേറിയൊരു ഉണർവ് ഭാരതത്തിലും ഭാരതീയ ലോകത്തിൽ എവിടൊക്കെ പാർക്കുന്നോ അവിടെയും അയക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ വിലമുടക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ശുശ്രൂഷകന്മാരുണ്ടെങ്കിലേ വിലമുടക്കുവാൻ തയ്യാറുള്ള വിശ്വസ്തന്മാർ എഴുന്നേൽക്കുകയുള്ളൂ. അങ്ങനെ എഴുന്നേൽക്കുന്നവർക്ക് മാത്രമേ വിലതീരാത്ത സ്വർഗം ദാനം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കുവാൻ ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ, സമർപ്പണമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവിന് കൃപ തരും. കേവലം സുരേഷ് ബാബു അല്ല, അങ്ങയെപ്പോലുള്ള 10,000 ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റെങ്കിൽ മാത്രമേ ഭാരതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. സുരേഷ് ബാബു, ദൈവം ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആമേൻ. എൻ്റെ ഹൃദയത്തെ വളരെ ആവേശത്തോടെ ഞാൻ കേട്ടിരുന്നതാണ്. പ്ലാറ്റ്ഫോമിൽ പാസ്റ്റർ പറയുന്നതായ വാക്കുകൾ തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത്
പാസ്റ്റർ ആബ്രഹാം വർഗീസും ജോൺസൺ വർഗീസും കണ്ടു. ദാറ്റ് മീൻസ് നിങ്ങൾ നയിച്ച ജീവിതം ഒരു നാടകമല്ല. ഞായറാഴ്ച ഒന്ന് പറയും, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മറ്റൊരു തരത്തിൽ ജീവിക്കുകയും ചെയ്യുകയല്ല. നിങ്ങൾ പ്രസംഗിച്ചത് തന്നെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവന്നു. പ്രസംഗിച്ചത് തന്നെ നിങ്ങൾ ജീവിതമാക്കി. അതൊന്ന്. രണ്ടാമത്, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു, സുവിശേഷം കൊണ്ട് ജീവിച്ചില്ല. യു ടോട്ടലി സോൾഡ് ഔട്ട് ഫോർ ഗാഡ്. കർത്താവിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചു. ഈ 30 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് എത്ര ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ കൃപയാൽ ബാംഗ്ലൂർ സഭയിൽ നിന്ന് ഉയർന്നു വന്നു? എത്ര പേരെ സ്നാനപ്പെടുത്തി? എന്തൊക്കെയാണ് പാസ്റ്റർ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ നാമമഹത്വത്തിൻ്റെ കർത്താവ് പാസ്റ്ററിലൂടെ ചെയ്തെടുത്തത്? സുരേഷ് ബാബു, 1977 ഞാൻ ആദ്യമായി പഞ്ചാബിലേക്ക് എൻ്റെ ജോലിയുമായി പോകുമ്പോൾ സിസ്റ്റർ മേരി കോവൂർ ഒരു പ്രവചന ദൂത് എനിക്ക് തന്നിരുന്നു. ജീവിത സൗകര്യങ്ങൾ, പണം, സാഹചര്യങ്ങൾ, സമയം ഇവയുടെ ആകത്തുക സുവിശേഷത്തിന് വേണ്ടി ചിലവിടേണ്ട ഒരു രംഗമാണത്. പുതിയ സഭകളുടെ രൂപീകരണം അവിടെ നിന്ന് തുടങ്ങും. അന്നു മുതൽ എൻ്റെ ജീവിത സൗകര്യങ്ങളും സുഖങ്ങളും ഉള്ളതൊക്കെയും സുവിശേഷത്തിന് മാത്രമായി വേർതിരിക്കുക എന്ന കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 6 വയസ്സ് 5 വയസ്സ് ഒക്കെ പ്രായമുള്ള സമയമാണ്. അന്നു മുതൽ അവർ കണ്ടു വളർന്നത് സുവിശേഷത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളെയും അതിലൂടെ ആഴ്ച തോറും ലഭിക്കുന്ന റിസൾട്ടുമാണ്. കേവലം ത്യാഗം കൊണ്ട് മാത്രം തീർന്നില്ല, ആഴ്ച തോറും പുതിയ ആത്മാക്കളുണ്ടായിരുന്നു. അത് നിശ്ചയമായും കുഞ്ഞുങ്ങളെ സ്വാധീനിച്ചു. അവരിൽ വലിയൊരു താല്പര്യം ആയതിനു വേണ്ടി ഉണ്ടായി. തുടർന്ന് അവരതിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിലും അതേ വളർച്ച ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയിൽ എന്നെ അങ്ങേയറ്റം സഹായിച്ചത് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയുമാണ്. സ്റ്റേജിലെങ്കിലും ഞാൻ അനാവശ്യമായി ഒരു പദം ഉപയോഗിച്ചാൽ താഴെ ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് ആ പദം സ്റ്റേജിൽ ഉപയോഗിച്ചു? എന്നെക്കാൾ ഉപരി അവരാണ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ നല്ല ഭാഷ മലയാളത്തിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ട് 2ാം തരം വാചകം ഉപയോഗിച്ചു എന്ന ചോദ്യം എനിക്കുണ്ടായിരുന്നു. എന്നോട് ചോദിക്കുമ്പോൾ തന്നെ അവരെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇന്ന് കാണുന്ന അവസ്ഥ വരെ ഉയരുവാൻ കൃപയാൽ കർത്താവ് പദവി തന്നു. എന്നാൽ ദൈവകൃപയാൽ 2000-ലധികം ശുശ്രൂഷകന്മാർ ഞങ്ങളുടെ ശുശ്രൂഷയിൽ വെളിയിൽ വരുന്നത് കണ്ടു. വീണുപോയവർ അനേകരുണ്ട്. അവിശ്വസ്തന്മാർ പലരാണ്. സ്വന്തം കാര്യത്തിനും ലാഭത്തിനും വേണ്ടി തിരിഞ്ഞവർ, കാലുവാരിയവർ ഒത്തിരി ഉണ്ട്. ഇന്നും നിന്ന് പ്രവർത്തിക്കുന്നവരായി 1500ഓളം വ്യക്തികളുമായി എനിക്കിന്നും ബന്ധമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അവർ നിൽക്കുന്നു. ഒരു പക്ഷേ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കൈവച്ച പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തോടും നിയോഗത്തോടും കൂടെ ഒരാൾ അടുത്തൊരു രാജ്യത്തേക്ക് തൻ്റെ ജോലിക്ക് വേണ്ടി പോയി എന്നിരിക്കട്ടെ. ഞങ്ങളുടെ ചർച്ച് ബാംഗ്ലൂരിലായതുകൊണ്ട് പഠിക്കുവാനായി വരുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേര് അവിടെ വരും. അവിടെ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടും. നല്ല ജയവുമായി ആ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറും. ചെല്ലുന്ന ഇടങ്ങളിൽ അവർ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ എത്രയോ രാജ്യങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ തിരിച്ചു വിളിച്ചുകൊണ്ട്, പാസ്റ്ററെ, സ്നാനത്തിന് വേണ്ടി ആളുകൾ തയ്യാറായിരിക്കുന്നു, സ്നാനപ്പെടുത്തുവാൻ ഒരു അനുമതി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ടെലിഫോണിലൂടെ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പോയി സ്നാനം കൊടുക്ക് എന്ന് പറഞ്ഞവരെ അയക്കുവാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ടെലിഫോണിലൂടെ ഇപ്രകാരം പ്രാർത്ഥിച്ച് ആളുകളെ നിയോഗിച്ചത് 1000-ലധികം വരും. പ്രൈസ് ലോർഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഒരു ഗിദെയോനിയ സൈന്യം തന്നെ ആ സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയുണ്ടായി. നിശ്ചയമായും ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഉണർവ് നടന്നിട്ടുണ്ടെങ്കിൽ ദൈവപ്രവർത്തി നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് അടുത്ത തലമുറകളെ ദൈവം ഉയർപ്പിച്ചിരുന്നു. ദൈവം തലമുറയായി നമ്മുടെ ദൈവമാണ്. പാസ്റ്റർ, 16,000-ഓളം വരുന്നതായി വിശ്വാസികളാണ്. 7 ഭാഷകൾപ്പെട്ടവർ ഒരുമിച്ച് കൂടി ബാംഗ്ലൂർ ബഥേൽ ചർച്ച് ആരാധിക്കുന്നത്. ഇവരുടെ ആരംഭം എന്ന് പറയുന്നത് പാസ്റ്റർ ആ ചർച്ചിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ചാർജ് എടുക്കുമ്പോൾ 22 പേരായിരുന്നു. ഇതിനുള്ളതായ കെട്ടിടം, ഫിനാൻസ്, മറ്റ് ഫെസിലിറ്റികൾ എങ്ങനെയാണ് ദൈവമായ കർത്താവ് അത് ഏകീപിച്ച് നിങ്ങൾക്ക് നൽകിയത്? ആരംഭത്തിങ്കിൽ എൻ്റെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് സഭയുടെ ഇലക്ട്രിസിറ്റി ചാർജ് വരെ ഞങ്ങൾ കെട്ടിവന്നു. കാര്യം, ആരംഭത്തിങ്കിൽ ഞാൻ എത്തുന്ന സമയം 22 മെമ്പേഴ്സ് ഉണ്ടായിരുന്നതിൽ സ്തോത്രകാഴ്ച ഇടാൻ കഴിയുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ഒരാഴ്ചത്തെ ആകെ ദശാംശം സ്തോത്രകാഴ്ച സകലതും ചേർത്താൽ 7 രൂപ മുതൽ 7 രൂപ 45 പൈസ വരെ മാത്രമേ വന്നിട്ടുള്ളൂ. അന്ന് ഞങ്ങൾക്ക് ദൈവം തന്നിരുന്ന ശമ്പളം കൊണ്ട് ലളിത ജീവിതം നയിച്ച് കുഞ്ഞുങ്ങളെ പോറ്റിയ ശേഷം സഭാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണമിട്ട് തുടങ്ങി. എന്നാൽ 1990ഓടുകൂടെ ദൈവം കൺവെൻഷനുകൾ പലയിടങ്ങളിലായി ക്രമീകരിച്ചു. പോയ പലയിടങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചു.
പണത്തിൻ്റെ സഭയുടെ പേരിൽ ആരും തന്നിട്ടില്ല. എന്നാൽ വ്യക്തിപരമായി ഒരു കൺവെൻഷന് ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ വണ്ടിക്കൂലി കവിഞ്ഞൊരല്പം കൂടെ കയ്യിൽ വരത്തക്കവണ്ണം പലരും കവറുകൾ നീട്ടി. അത് സഭയുടെ പ്രയോജനത്തിനായി. ഇതിനിടയിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ എന്നെ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവമുണ്ട്. 1975 ഇന്ത്യൻ ഗവൺമെൻറ് എന്നെ ഉപരിപഠനത്തിന് വേണ്ടി അമേരിക്കയിലെ വാഷിങ്ടൺ DC അയച്ചിരുന്നു. വാഷിങ്ടൺ DC പഠനം പൂർത്തിയാക്കി മടങ്ങി വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയിരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും, എല്ലാവരും ഗവൺമെൻറ് സർവൻസാണ്, ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ ഓരോ ഗിഫ്റ്റ് അല്ലെങ്കിൽ ചില ഗിഫ്റ്റുകൾ ഞങ്ങൾ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഞങ്ങളുടെ അധ്യാപകരിൽ നിന്നും ലഭിച്ചു. കുറച്ച് ഗൈഡുകൾ, കുറച്ച് പുസ്തകങ്ങൾ, ടൈപ്പിൻ മുതലായി വ്യക്തിപരമായ ഉപയോഗത്തിനും പൊതു ടെക്നോളജിക്കൽ ഉപയോഗത്തിനും പ്രയോജനപ്പെടുന്ന ചിലത് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഡീബ്രീഫിംഗ് സെക്ഷൻ എന്നൊന്ന് ഡിഫൻസിനുണ്ട്. ഡീബ്രീഫിങ്ങിന് വേണ്ടി ഞങ്ങളെ എയർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കുകയും അവിടെ ചെന്നപ്പോൾ ഒരു സീനിയർ ഓഫീസർ ഞങ്ങൾക്ക് ലഭിച്ച ഗിഫ്റ്റുകളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. വ്യക്തിപരമായ ഗിഫ്റ്റുകൾ ലഭിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അത് എന്തിയെ എന്ന് അദ്ദേഹം ചോദിച്ചു. MA വർഗീസിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി തന്ന ഒരു പുസ്തകം ഞാൻ വീട്ടിൽ വെച്ചിട്ടേ ഉള്ളൂ, കൊണ്ടുവന്നിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പട്ടാള ഭാഷയിൽ, വളരെ ഗൗരവമുള്ള ഭാഷയിൽ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിൻ്റെ മാതാപിതാക്കളെ പരിചയമുള്ളതുകൊണ്ടോ നിൻ്റെ കുടുംബം പരിചയമുള്ളതുകൊണ്ടോ അവരാരും നിനക്ക് ഗിഫ്റ്റ് തന്നതല്ലല്ലോ. ഗവൺമെൻറ് നിന്നെ അവിടെ അയക്കുകയും അവരെ ഗവൺമെൻറ്റിനെ മാനിച്ച് നിൻ്റെ കയ്യിൽ തരികയും ചെയ്ത ഗിഫ്റ്റുകൾ എന്തുകൊണ്ട് ഗവൺമെൻറ്റിൽ ഹാജരാക്കുന്നില്ല? കൊണ്ടുവാ. അടുത്ത ദിവസം ഞങ്ങൾക്ക് ലഭിച്ച സകലതും ചെറുതും വലുതും ഞങ്ങളിൽ ഓരോരുത്തരും എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുവച്ചു. കാലത്തിൻ്റെ പോക്കിൽ പിന്നത്തേതിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയർന്നിരുന്നു. ആരെങ്കിലും ഒരാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പണം എൻ്റെ മാതാപിതാക്കളെ പരിചയമുള്ളതുകൊണ്ടല്ലല്ലോ, സുവിശേഷത്തെ സ്നേഹിച്ചും ദൈവവചനത്തിന് വേണ്ടിയും ആണെങ്കിൽ എന്തുകൊണ്ടത് സുവിശേഷത്തിന് വേണ്ടി തന്നെ കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ വരികയും അങ്ങനെ ലഭിച്ചതിൻ്റെ ആകത്തുക കർത്താവിൻ്റെ വേലയ്ക്കും സഭയ്ക്കും വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം ഇടയാക്കുകയും ഇന്ന് ഞാനും നിങ്ങളും കാണത്തക്കതിന് വണ്ണം ഇരുന്ന് ആരാധിക്കത്തക്ക സാഹചര്യങ്ങൾ ദൈവം തരികയും ചെയ്തു. കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിലായി സഭ സ്വന്തമായ അനേക കെട്ടിടങ്ങൾ നിർമ്മിച്ചു. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ പട്ടണത്തിലെ ക്രിസ്തീയ അക്കോമഡേഷനുകൾ ശോധന ചെയ്താൽ ഏറ്റവും അധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കത്തക്ക സാഹചര്യം കൃപയാൽ ഞങ്ങൾക്ക് തന്നെയാണ്. ഒരേ സമയം 5000-ഓളം ആളുകൾക്ക് ഇരുന്ന് ആരാധിക്കത്തക്ക സജ്ജീകരണങ്ങൾ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഇതിനേക്കാൾ ഉന്നതമായത് ദൈവത്തിങ്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വിശ്വസ്തരെന്ന് ദൈവം ഞങ്ങളെ എണ്ണിയാൽ അടുത്തത് ഏൽപ്പിക്കും. അത് ഞങ്ങൾ അറിയുന്നു. ഞാൻ ജോൺസൺ പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചിലായിരിക്കുമ്പോൾ പുതിയ കെട്ടിട സമുച്ചയത്തിൻ്റെ രൂപകൽപ്പന പറയുമ്പോൾ ഹെലികോപ്റ്റർ ലോഞ്ചിങ് പാഡ് കൂടെ അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ട് ഒത്തിരി സന്തോഷിക്കുകയുണ്ടായി. സോ ദാറ്റ് മീൻസ് ഇന്നത്തെ ഞെരുക്കമല്ല, നമ്മൾ നാളത്തെ വിശാലതയാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ചിന്തിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു ലഭിച്ചതായ പേഴ്സണലി ലഭിച്ചതായ ടൈപ്പിൻ പുസ്തകങ്ങൾ പോലും ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ പണത്തിൻ്റെ കാര്യത്തിലും മറ്റും നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വസ്തര ആയിരിക്കണം. ഈ ഒരു ആർമിയുടെ ഡിസിപ്ലിൻ, ഈ അച്ചടക്കം, പട്ടാളത്തിൻ്റെ അച്ചടക്കം ശുശ്രൂഷ മേഖലയിൽ വന്നപ്പോൾ എത്രത്തോളമാണ് അച്ചടക്കം എന്നുള്ള കോണ്ടസ്റ്റ് പാസ്റ്ററെ സ്വാധീനിച്ചിട്ടുള്ളത്? അച്ചടക്കത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഞങ്ങളോട് പറയാനുള്ളത്? അനുസരിക്കുക എന്നതോ കീഴടങ്ങുക എന്നതോ ഇല്ലാത്തൊരു തലമുറയിലാണ് ഇന്ന് പിശാചി നമ്മളെ കൊണ്ട നിർത്തിയത്. പക്ഷേ ആ പ്രവണതകൾ ദൈവികമല്ല, അത് പൈശാചികമാണ്. അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതേ കാര്യം തന്നെ അക്ഷരീക അർത്ഥത്തിൽ ഡിഫൻസ് സർവീസസ് എന്നെയും പഠിപ്പിച്ചു. വെൽ ട്രെയിൻഡായ, വെൽ ഡിസിപ്ലിൻഡായ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു യുദ്ധം നയിപ്പാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത പട്ടാള ജീവിതം ഞങ്ങൾക്ക് തന്നു. ഒരു ആത്മയുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ലോകക്കാരേക്കാൾ അധികം ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്നത് ഞങ്ങളുടെ ഉൾബോധമായി മാറി. അങ്ങനെ ഞാനും എന്നെപ്പോലെ തന്നെ പട്ടാള ജീവിതത്തിൽ നിന്ന് വെളിയിൽ വന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേകർക്ക് ഇന്ന് അത് അനുഗ്രഹമായി മാറി. ഇന്നും ഞങ്ങൾക്കുള്ളതായ ഡിസിപ്ലിൻ ഈ യുവതലമുറകൾക്ക് ലഭിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അനേക ദൈവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 5 വർഷം നിർബന്ധ പട്ടാള പരിശീലനത്തിന് പോയവനെ മാത്രമേ സുവിശേഷ പ്രസംഗത്തിന് എടുക്കാവൂ. നേരത്തിന് എഴുന്നേക്കാൻ, നേരത്തിന് കിടക്കാൻ, പല്ല് തേക്കാൻ, കുളിക്കാൻ, എന്തിനെൻ്റെ പൊന്നെ നേരത്തിന് ഒരുങ്ങാൻ, സമയം പാലിക്കുവാൻ, വാക്ക് കൊടുത്താൽ പാലിക്കുവാൻ ഒക്കെ അങ്ങനെ ഒരുത്തനെ കഴിയത്തുള്ളൂ. സുതാര്യത അതിനകത്തെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. അവനവൻ്റെ പോക്കറ്റിന് വേണ്ടി ലാഭമുണ്ടാക്കുകയല്ല ഈ ലക്ഷ്യമെന്നും ഒരു യുദ്ധത്തിൻ്റെ വിജയമാണ് ലക്ഷ്യമെന്നും ഞങ്ങൾ അറിഞ്ഞു.
ഒരു രാജ്യം വേറൊരു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ ചില ഭടന്മാർക്ക് വെടികൊണ്ടെന്നിരിക്കും, ചില ഭടന്മാർ മരിച്ചെന്നിരിക്കും. അതിൻ്റെ അർത്ഥം രാജ്യം തകർന്നെന്നല്ല, രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും ജയത്തിനു വേണ്ടി അവർ വില മുടക്കി. ആ ഭടന്മാർ മരിച്ചെങ്കിലും രാജ്യം ജയിച്ചിരിക്കും. ഒപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിൽ ചിലർ പിശാചിൻ്റെ വെടികൊണ്ട് വീണിട്ടുണ്ട്, സത്യം. അവരെ അർഹിക്കുന്ന ബഹുമതികളോടുകൂടെ അടക്കം ചെയ്ത ശേഷം ശേഷിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇന്നും ഏൽപ്പിക്കപ്പെടുക എന്ന തത്വത്തിലാണ് നിൽക്കുന്നത്. പരാജയപ്പെട്ടവരിൽ ഒരുവനെ കണ്ടതുകൊണ്ട് എൻ്റെ ഹൃദയം തകരത്തില്ല, പകരം എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ, ഒരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ എന്നും തയ്യാറാകും. അതൊരു വലിയ വിജയമാണ്. പാസ്റ്റർ, പ്രധാനപ്പെട്ട ദൂതുകളിലൊന്നാണ് നല്ല ശമരിയക്കാരൻ. മുളകുപൊടിയും ഉപ്പും വെച്ച് കെട്ടുന്നതല്ല, എണ്ണയും വീഞ്ഞും വെച്ച് മുറിവ് കെട്ടുന്ന നല്ല ശമരിയക്കാരായി ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കൃപയാൽ പാസ്റ്ററെ ദൈവം പ്രയോജനപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വേദനയുടെ ഘട്ടത്തിൽ പോലും ഒരപ്പൻ്റെ സ്പർശനം പലപ്പോഴും ഞാൻ പാസ്റ്ററിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. മുറിവേറ്റതായ പല ദൈവദാസന്മാർ, പല സഹോദരന്മാർ നമ്മളെ കേൾക്കുന്നുണ്ട്. പാസ്റ്ററെ ഞങ്ങൾ കാണുന്നതായ സമയത്ത് ഓരോ സമയത്ത് മനസ്സിലാക്കുന്ന പാസ്റ്റർ എം. എ. വർഗീസ് ഒരു മുറിവേറ്റ പോരാളിയാണെങ്കിലും ജയിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലത്രേ. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്നതായ ഈ മുറിവുകളെ, വിമർശനങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ എങ്ങനെയാണ് പാസ്റ്റർ തരണം ചെയ്തത്? ബാംഗ്ലൂരിലെ സഭ 22 അംഗങ്ങളായിരുന്നപ്പോൾ ചുറ്റുവട്ടത്തിലുള്ള സഭകൾക്കും സഭാവിശ്വാസികൾക്കും ഞങ്ങളോട് ഏറെക്കുറെ ഒരു സഹതാപം മാത്രമേ തോന്നിയിരുന്നുള്ളൂ. അന്ന് അടുത്തുണ്ടായിരുന്ന വലിയ സഭയുടെ അംഗസംഖ്യ 200 കൃപയാൽ ഒരു വർഷത്തിനകം ആ 200 എന്ന അംഗസംഖ്യ ക്രോസ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അസൂയാലുക്കൾ വട്ടത്തിൽ നിന്ന് എഴുന്നേറ്റു. എവിടെയെങ്കിലും തകർക്കുമെന്ന് പറയുന്നവരെ പിശാച് ഉപയോഗിച്ചു തുടങ്ങി. വന്ന എതിർപ്പുകൾക്ക് അറ്റമില്ല, അന്തമില്ല, അറുതിയില്ല. ഗവൺമെൻറ് ഓഫീസിലും സഭയിലും ഒരുപോലെ ജോലി ചെയ്യുന്നത് തെറ്റാണെന്നും പൂർണ്ണസമയം സുവിശേഷ വേല ചെയ്യുവാൻ ഇറങ്ങി വരാത്ത ഒരാളിനെ ആത്മലോകത്തിൽ അടുപ്പിച്ചുകൂടാ എന്നും പരസ്യമായി പ്രസംഗിച്ചവരുണ്ട്. പൂർണ്ണസമയ സുവിശേഷ വേല എന്നത് മനുഷ്യന് കൊടുക്കുന്ന മിഥ്യാബോധമാണെന്നും അങ്ങനെ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. പൂർണ്ണസമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂർ അധ്വാനിക്കുവാൻ വേണ്ടി ദൈവം ഒരുവനെ ഡിസൈൻ ചെയ്തിട്ടില്ല എന്നും നിങ്ങളെ കളിപ്പിക്കുവാൻ വേണ്ടി ഇവർ പറഞ്ഞുണ്ടാക്കുന്ന വ്യാജ പ്രസ്താവനകളാണ് എന്നും പറഞ്ഞ് ഞാനവയെ എതിർത്തു. അറസ്റ്റുകൾ വരിക്കുവാൻ ദൈവം കൃപ തന്നു. ചോദ്യം ചെയ്യപ്പെടൽ, അറസ്റ്റ് ചെയ്യപ്പെടൽ മുതലായ പലതിലൂടെയും പോയി. സഭയ്ക്കകത്തുണ്ടായിരുന്ന പലരുമാണ്, കള്ള സഹോദരന്മാരാണ് ഇതിൻ്റെ പുറകിൽ എഴുന്നേറ്റത്. പക്ഷേ ഇതുകൊണ്ടൊന്നും വിശ്വാസം ത്യജിക്കാതെ കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവ് ഇടയാക്കി. വിശ്വാസത്തിൽ മുൻപോട്ട് വരുന്ന സമയം, പുതിയ ആളുകൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സമയം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടു മനസ്സിലാക്കിയ ജനത്തോട് ഈ പറയുന്നതൊക്കെയും വിശ്വാസത്തിന് വിപരീതമാണെന്നും ഇത് ദൈവവചനത്തിന് അധിഷ്ഠിതമല്ല എന്നും പറഞ്ഞു നടന്ന പ്രയോജനമില്ലാത്ത പല ദൈവദാസന്മാർ എഴുന്നേറ്റു. ഞാനൊരു വ്യക്തിയിൽ നിന്ന് ഉപദേശം അംഗീകരിക്കുന്നതിന് മുന്നമേ ചില കാര്യങ്ങൾ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ഒന്ന്, കഴിഞ്ഞ 5 വർഷങ്ങളോ 2 വർഷങ്ങളോ എടുത്താൽ തന്നിലൂടെ എത്ര വ്യക്തികൾ കർത്താവിങ്കിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കെതിരെ നിരൂപണം പറഞ്ഞ പലരും ജീവിതത്തിൽ ഒരു ഫലവുമില്ലാത്തവരും, സഭാ വളർച്ചയോ പുതിയ ആളുകളെ കൊണ്ടുവരുവാൻ കഴിവോ ഇല്ലാത്തവരുമാണ് എന്ന് കണ്ടു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാത്ത ഇവറ്റകൾ പറയുന്ന വാചകങ്ങൾ ഒരിക്കലും ദൈവികമല്ല എന്നും അവർ തെറ്റ് എന്ന് പറയുന്നത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ ശരിയെന്ന് പറയുന്നത് തെറ്റായിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഉള്ള ഒരു ചിന്തയോടുകൂടെ തിരുവചന വെളിച്ചത്തിൽ ഞാൻ ഉപദേശങ്ങളെ ശോധന ചെയ്തു. അവരുടെ നിരൂപണങ്ങൾക്കൊരിക്കലും കീഴടങ്ങാതെ അതിൻ്റെ മറുപടി അത്യാവശ്യമുള്ള രംഗങ്ങളിൽ മാത്രം പറഞ്ഞു. നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാചകമുണ്ട്. വഴിയെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും 2 പട്ടികൾ വഴിയിറമ്പിൽ നിന്ന് കുരച്ചതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പട്ടികളെ ഓടിക്കാൻ ശ്രമിക്കുകയോ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. പകരം അത് കുരച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ വഴിക്ക് പോകട്ടെ. നിലാവുദിക്കുമ്പോൾ കുരയ്ക്കുന്നത് ചില നായ്ക്കളുടെ സ്വഭാവമാണ്. അതിന് പ്രതികരിക്കുവാൻ നിന്നാൽ എൻ്റെ സമയം നഷ്ടപ്പെടും. വഴിയിറമ്പിൽ ഒരു കല്ലിരുന്നതിൽ എൻ്റെ വണ്ടി തട്ടാതെ ആ വണ്ടി തിരിച്ചു മാറ്റി കൊണ്ടുപോകുകയാണ് കല്ലിടിച്ചളക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. നിരൂപകന്മാർ, സുവിശേഷ വിരോധികൾ, ഇവരെല്ലാം എല്ലാ തലമുറയിലും ഉണ്ട്. അർഹിക്കുന്ന അവഗണനയോടെ അവരെ കണ്ടുകൊണ്ട് മുന്നേറുവാൻ ഒരു തീരുമാനമുണ്ടോ? ഒരു നിരൂപണവും സുവിശേഷത്തെ ചോദ്യം ചെയ്യുകയില്ല, വളർച്ചയെ തടയുകയില്ല എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ബാംഗ്ലൂർ ബഥേൽ സഭയും കൃപയാൽ കുടുംബമായി ഞങ്ങളും. നിരൂപകർ ഇന്ന് ധാരാളമുണ്ട്. അതിനേക്കാൾ അധികം അംഗീകരിക്കുന്നവരുണ്ടല്ലോ.
ദൈവത്തിന് മഹത്വം. ആമേൻ. വണ്ടർഫുൾ. ഇന്നും പാസ്റ്ററെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ ലോകത്തിൻ്റെ എമ്പാടുമുണ്ട്. സഭാ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അസോസിയേറ്റ് പാസ്റ്റേഴ്സാണോ, മറ്റിതര സിസ്റ്റംസാണോ? അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം. ദൈവകൃപയാൽ സഭാപ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഴിവുള്ളത്ര സമയം വേർതിരിക്കുകയും സെക്യുലർ ജോലി കഴിഞ്ഞ് ഇറങ്ങിയാൽ കിട്ടുന്ന വ്യക്തികളോട് സുവിശേഷം പറയുകയും പതിവായിരുന്നു. പ്രാർത്ഥനാ വേളകളിൽ ചില വ്യക്തികൾ വിടുതലുകൾക്കായി വന്നിരുന്നു. അവരിൽ ചിലരെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. 1 മണിക്കൂർ കൊണ്ട് രോഗശാന്തി ലഭിച്ചു പോയവർ പലരാ. 1 മിനിറ്റ് കൊണ്ട് ചില രോഗസൗഖ്യങ്ങൾ ലഭിച്ചവരാ. എന്നാൽ ദുർഭൂതങ്ങൾ ബാധിച്ച പലരിൽ നിന്നും ദുർഭൂതങ്ങൾ വെളിയിൽ വന്നു. ആ ഭൂതങ്ങളോട് ചരിത്രം ചോദിക്കുന്നത് എൻ്റെ പതിവല്ലായിരുന്നെങ്കിലും അവിടെവിടെയായി അവരിൽ പലരും അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞിരുന്നു. ഒരു വ്യക്തിയിൽ നിന്നും ഒരു ദുർഭൂതം വിട്ടുപോയാൽ ആ ഭൂതശക്തിയുടെ കീഴിൽ അടിമകളായിരുന്ന ഒരു പറ്റം ആളുകൾ അതോടെ സ്വതന്ത്രമാകുമെന്നും ചില കുടുംബങ്ങൾ അതോടെ വെളിയിൽ വരുമെന്നും ഞങ്ങൾ കണ്ടു. ഭൂത ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു. പ്രവചന ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ഗൗരവമേറിയ പ്രാധാന്യം കൊടുത്തു. സുരേഷ് ബാബു മുമ്പ് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ചേർന്ന് ഞാനൊരു മറുപടി പറയാം. മുറിവേറ്റവരെന്ന് എനിക്ക് തോന്നുന്ന പലരെയും, മുറിവേറ്റവരായി ഞാൻ കണ്ട പലരെയും കഴിവുള്ളിടത്തോളം താങ്ങി ഉയർത്തുവാൻ കർത്താവ് കൃപ തന്നു. അതിൻ്റെ പിമ്പിൽ ഒരു പ്രത്യേക സംഭവമുണ്ട്. ഒരു രാത്രിയിൽ ചില ദൈവദാസന്മാരെ കുറിക്കുന്ന ചില എഴുത്തുകൾ എൻ്റെ കയ്യിൽ കിട്ടി. ജീവിതത്തിൽ അശുദ്ധിയോടും അശുദ്ധനോടും വേർപെടണം എന്ന് നിർബന്ധമുള്ള ഞാൻ, അശുദ്ധ ജീവിതത്തിലേക്ക് ഒരുവൻ പോയി എന്ന് പറഞ്ഞാൽ തുടർന്ന് ആ വ്യക്തിയുമായി സഹകരിക്കരുത് എന്ന് നിർബന്ധമുള്ള ഞാൻ ഈ വ്യക്തികളോടൊരു വിരക്തിയോടുകൂടെ ഒരിക്കലും അവരെ സഭയുമായി ബന്ധപ്പെടുത്തിക്കൂടാ എന്ന ചിന്തയോടെ കിടന്നുറങ്ങവേ ഒരു രാത്രിയിൽ ഉദ്ദേശം 2 മണി കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നത്തിൽ ഡൽഹിയിലുള്ള ഡിഫൻസിൻ്റെ ബേസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതായി കണ്ടു. ബേസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യയെ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതായി കണ്ടു. സാധാരണഗതിയിൽ ഭാരതത്തിൽ മുറിവേറ്റ ഭടന്മാരെ ചികിത്സിക്കേണ്ടതിനാണ് യുദ്ധസമയങ്ങളിൽ ബേസ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത്. 50-60 ബുള്ളറ്റിൻ്റെ ഇഞ്ചുറിയുമായി മുറിവുകളുമായി വരുന്നവരെ ബേസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ അടുത്ത 48 മണിക്കൂറുകൾ കൊണ്ട് അവൻ്റെ സർജറി കഴിഞ്ഞ് വെടിയുണ്ട പുറത്തെടുത്ത് കുത്തിക്കെട്ടി അവനെ സാധാരണ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പോലെ ശക്തന്മാരായ ഡോക്ടേഴ്സ് 24 മണിക്കൂറും അധ്വാനിക്കുന്ന ഇടമാണ്. യുദ്ധമില്ലാത്തപ്പോൾ സാധാരണക്കാരായ എന്നെപ്പോലെയുള്ളവരെയും കുടുംബാംഗങ്ങളെയും അവിടെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, ട്രീറ്റ് ചെയ്യാറുണ്ട്. ഞാനവിടെ നിൽക്കുമ്പോൾ എന്നോട് ആരോ അശരീരിയിൽ ഒരു ചോദ്യം ചോദിച്ചു. മുറിവേറ്റ ഭടന്മാരെ ചികിത്സിക്കുവാൻ ഈ രാജ്യത്തിനൊരു ബേസ് ഹോസ്പിറ്റലുണ്ട്. എൻ്റെ ഭടന്മാരിൽ മുറിവേറ്റവരെ ചികിത്സിക്കുവാൻ ആരുമില്ലേ? ഞാൻ പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ ഉണർന്നു. എന്താ കർത്താവേ ഇതെന്ന് ചോദിച്ചു. അന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് അല്പം ഭാരം വെച്ചുകൊണ്ടിരുന്ന എനിക്ക് ലഭിച്ച കത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇത് വ്യാജക്കത്താണോ അതോ സത്യമാണോ എന്ന് അന്വേഷിച്ച് മുറിവേറ്റവരെ സഹായിക്കുക എന്നൊരു ചിന്ത എന്നിലേക്ക് വരികയും അന്ന് എടുത്ത ഒരു പുതിയ തീരുമാനമാണ്, മുറിവേറ്റു എന്ന് എനിക്കും കൂടെ തോന്നുന്ന ഭടന്മാർ, കർത്താവിന് വേണ്ടി അധ്വാനിച്ചവർ, ചുമ്മാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രോഗമായി മരിക്കുന്ന ഒരാളല്ല, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഭടന്മാരായ ചിലർ ശത്രുവിൻ്റെ വെടിയേറ്റ് കിടപ്പുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുകയും അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും പ്രചാരണങ്ങൾ നടത്തേണ്ടയിടത്ത് പ്രചാരണങ്ങൾ നടത്തുകയും അവരെ ചെന്ന് കാണേണ്ടടുത്ത് ചെന്ന് കാണുകയും ആശ്വസിപ്പിക്കേണ്ടടുത്ത് ആശ്വസിപ്പിക്കുകയും അടുത്ത പൊതു സ്റ്റേജുകളിൽ ദൈവം അവരെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നവരാണെന്നും അവരെ പ്രൊമോട്ട് ചെയ്യണമെന്നും പരസ്യമായി വാദിക്കുകയും ചെയ്യുന്നത് എൻ്റെ പതിവായിരുന്നു. അനേകരെക്കുറിച്ചും അവർ വ്യാജാത്മാവിൽ പ്രവർത്തിക്കുന്നവരാണെന്നും അവർ ജീവിതത്തിൽ തകർന്നവരാണെന്നും ശത്രു പറഞ്ഞു പരത്തുമ്പോൾ അങ്ങനെ അല്ല എന്ന് ഒരു ഉത്തമ സാക്ഷ്യം അവർക്ക് വേണ്ടി വഹിക്കുവാൻ പലയിടങ്ങളിൽ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തി. നിശ്ചയം അതിൻ്റെ ഫലം അടുത്ത 10,000-ങ്ങളെ കർത്താവിലേക്ക് നേടുന്ന ഈ ചുരുക്കം പേരെ കർത്താവിൽ തിരികെ ഉയർത്തുവാൻ ദൈവം എനിക്ക് പദവി തന്നു. അത് ഇന്നത്തെ തലമുറയ്ക്കൊരു മാതൃകയാകട്ടെ. മറക്കരുത്, യുദ്ധം ചെയ്യുന്ന പടയാളിക്ക് നേരെ വെടിയുണ്ടാകും. മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഭടന്മാർക്കെതിരെ വ്യാജപ്രസ്താവനകൾ നടത്തുവാൻ പത്രങ്ങളും പത്രക്കാരും എന്നും തയ്യാറായിരിക്കും. നിരൂപകന്മാർ അവർക്കെതിരെ എഴുന്നേറ്റ് വരും. കാർട്ടൂണിസ്റ്റുകൾ അവർക്കെതിരെ കാർട്ടൂൺ വരയ്ക്കും. പക്ഷേ ഇതിനെല്ലാം തുടച്ചു മായ്ച്ചു കളയുവാൻ ഒരു ആത്മീകൻ്റെ വായിൽ നിന്ന് വരുന്ന സാക്ഷ്യത്തിൻ്റെ വാചകം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുമെന്നത് ഞാനൊരു പ്രായോഗികമായി കണ്ട യാഥാർത്ഥ്യമാണ്. നിങ്ങളിൽ ചിലർ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളെയും ദൈവം ഉപയോഗിക്കട്ടെ. പാസ്റ്റർ എം എ വർഗീസ്, മേഘത്തിന് മീതെ പറക്കുന്നതായ ഒരു കഴുകനെ പോലെ വിമർശനങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും ഉയരത്തിൽ പറക്കാൻ കർത്താവ് ബലപ്പെടുത്തി. എത്രത്തോളമാണ് അഹ്റോന് ഹൂരും എന്നതുപോലെ ഒരു അസോസിയേറ്റ് പാസ്റ്റർ ഒരു സീനിയർ പാസ്റ്റർ കീഴിൽ കീഴടങ്ങിയിരിക്കേണ്ടതും അവൻ ദൈവത്തിൻ്റെ
നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളെപ്പോലെയുള്ളവരെ സഹായിക്കുകയും ചെയ്യേണ്ടത്. കാരണം ഞാനത് ചോദിക്കാൻ കാരണം മലയാളികളുടെ നടുവിൽ കാണുന്നതായ പൊതുവേ ഉള്ളതായ ഒരു സ്ലോഗനാണ് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്നതാണ് ദൈവസഭ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എത്രത്തോളം ആശയത്തോട് പാസ്റ്ററിന് യോജിക്കാൻ കഴിയുന്നു? പിളരുന്നത് കൊണ്ടാണോ ദൈവസഭ വളരുന്നത്? എന്താ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം? നിശ്ചയമായും അതിന് വേദപുസ്തകത്തിൽ യാതൊരു രേഖയുമില്ല. മാത്രമല്ല അത് വേദവിപരീതം എന്ന് ഞാൻ കരുതുന്നു. ദൈവസഭ വളരും തോറും പരസ്പര സ്നേഹത്തിലും ഐക്യതയിലും ഒരുമിച്ച് നിൽക്കുകയും പുതിയ ഇടങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ എന്നവണ്ണം മാറിപ്പാർക്കുകയും പുതിയ പുതിയ ആരാധനകൾ തുടങ്ങുകയും വേണം. ഒരു സഭ പല ആരാധന എന്ന ആശയത്തിൽ പോകുവാൻ ക്രിസ്ത്യാനിക്ക് എന്ന് കഴിയുമോ അന്നുവരെ ദൈവം ആഗ്രഹിക്കുന്ന സഭാ വളർച്ച സാധ്യമല്ല. പക്ഷേ കീഴടങ്ങിയിരിക്കാനും അനുസരിപ്പാനുമുള്ള ഒരാത്മാവ് പലർക്കും ഇല്ല. അവരെ വ്യാപരിക്കുന്ന ഒരാത്മാവ് സ്വന്തം കാര്യം എന്ന ചിന്തയാണ്. ആ ചിന്തയിൽ പോകുന്നിടത്തോളം ജനം ചിതറിയിരിക്കും, സഭ വളരുകയില്ല. ബാംഗ്ലൂരിലെ എൻ്റെ സഭയിൽ രക്ഷയിലേക്ക് നയിക്കുന്നത് മുതൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് വരെ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചും കൈവച്ചും സഹകരിച്ചും വളർത്തിയും കൊണ്ടുവന്ന പലരും സ്വന്തം കാലുകളിൽ നിൽക്കത്തക്കവണ്ണം സഭ അവരെ വളർത്തി കഴിയുന്നതോടെ എനിക്ക് എൻ്റെ കാര്യം എന്ന ചിന്തയിൽ പണത്തിനും ധനത്തിനും വേണ്ടി കിട്ടുന്നവരെ വ്യാജമായി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു. ഞാൻ കണ്ട മറ്റൊന്ന്, അങ്ങനെ പോയതിൽ ആരും വളർന്നിട്ടില്ല. എത്ര വ്യക്തികളുമായി അവർ പോയോ ആ വ്യക്തികളുമായി തുടരുകയല്ലാതെ അവരാരും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായി ചോദിച്ചത്. പൊതുവേ നമ്മൾ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് ലോകവ്യാപകമായി മലയാളി സഭകൾ വളരാത്ത ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട്. ശരാശരി നിലവാരത്തിൽ 200 250 ഇനി അങ്ങേറ്റം പോയാലും ഒരു 500 പേരോ എന്നിരിക്കട്ടെ. അതിനപ്പുറത്തേക്ക് തമിഴ്നാടിലോ ആന്ധ്രയിലോ കാണുന്നതായ ഒരു മെഗാ ചർച്ച് മൂവ്മെൻറ്റ് എന്തുകൊണ്ട് മലയാളിക്ക് നടക്കുന്നില്ല? അതിൻ്റെ കാരണമായിരിക്കുമല്ലോ പാസ്റ്റർ പറയുന്നത്. നിശ്ചയമായിട്ടും ഞാൻ അതിനകത്തൊരു അനുഭവം കൂടെ ചേർത്ത് പറയാം. വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ വെച്ച് ഒരു വെള്ളക്കാരനായ ദൈവദാസൻ എന്നോട് സഭയുടെ അംഗത്വത്തെക്കുറിച്ച് ചോദിച്ചു. അന്ന് ഞങ്ങൾക്ക് 1000-ലധികം അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1000-ലധികം അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ടൊരു അന്വേഷണം നടത്തി. ബാംഗ്ലൂരിലെ ബാപ്റ്റിസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന ഡോക്ടേഴ്സുമായി വിളിച്ചു ചോദിച്ച ശേഷം 1000-ലധികം മെമ്പേഴ്സ് ഉണ്ട് എന്ന് അവർ പറഞ്ഞ ശേഷമാണ് ഈ മനുഷ്യനത് അംഗീകരിച്ചത്. തുടർന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകം, ഞാൻ ലോകവ്യാപകമായി യാത്ര ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭൂമിയിൽ 2 ഭാഷക്കാരുടെ ഇടയിൽ മാത്രം ഭിന്നതയുടെ ഒരു ആത്മാവിനെ ഞാൻ കണ്ടു. ഒന്ന്, സ്പാനിഷുകാരുടെ ഇടയിൽ മലയാളി പോലെ തന്നെയാണ് അവരും, സഭ വളരുകയില്ല, തൻകാര്യം സിന്ദാബാദ്, അവരവരെ പിരിച്ചുകൊണ്ടു പോകുക എന്നൊന്ന്. 2, മലയാളി, എന്നും ആളുകളെ പിരിച്ചുകൊണ്ടു പോകുക എന്നതാണ്. ആ വലിയ ദൈവമനുഷ്യൻ പറഞ്ഞ ഒരു വാചകം. ഇത് രണ്ടും ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റാണ്. ഇതൊരു ദുരാത്മ ഭൂത വ്യാപാര ശക്തിയാണ്. 100% ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ഈ ഭൂതം അവനിൽ നിന്ന് മാറുകയില്ല. ഒടുവിലത്തെ ശത്രുവായി ഒഴിഞ്ഞു പോകേണ്ട ഈ ദുർഭൂതത്തെ കീഴടക്കുവാൻ മലയാളിക്ക് കഴിയുന്നില്ലെങ്കിൽ അവനെ ആത്മീയനല്ല, ദുരാത്മവ്യാപകൻ എന്ന് വിശ്വസിച്ച് നാം തള്ളുമോ സഭ വളരും. ഇത്തരക്കാർക്ക് പ്രവർത്തിക്കാൻ അവസരമില്ലാതെ വരും. ഇല്ലെങ്കിൽ സഭ പൊളിക്കുക, വളർത്തുവാൻ ശ്രമിക്കുക എന്നവർ പറയുമെങ്കിലും വളർത്തുകയല്ല അവരുടെ ലക്ഷ്യം, സ്വയം വളരുകയാണ് ലക്ഷ്യം. ദൈവം ആരുടെയും സഭ പണിയുകയില്ല. ദൈവത്തിൻ്റെ തത്വത്തിൽ നിൽക്കുന്ന സഭകൾ മാത്രമേ വളർത്തുകയുള്ളൂ. അതെ, ദൈവത്തിൻ്റെ സഭയെ മാത്രമേ ദൈവം വളർത്തുകയുള്ളൂ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞു. അവരവർ സ്വന്തമായി ഒരു സഭ പണിയുവാൻ താല്പര്യപ്പെടുന്നതോടുകൂടെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് പിന്മാറുകയും ഈ സഭ അന്നുള്ള വളർച്ചയിൽ ദുഷ്ടൻ കൈകാര്യം ചെയ്യുകയുമാണ് ഇന്ന് കാണുന്ന പതിവ്. ഇത് മുഖേന ഉണ്ടാകുന്ന അരാജകത്വമാണ് ഭാരതത്തിൽ അടുത്തൊരളവിൽ അല്ലെങ്കിൽ കേരളത്തിൽ അടുത്തൊരളവിൽ സുവിശേഷീകരണം സാധ്യമല്ലാതെ പിശാച് നമ്മെ ജയിക്കുന്ന ഏറിയ. ഇത്തരക്കാരെ കണ്ടുപിടിച്ച് ഒഴിവാക്കുവാൻ സഭയിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ഫസ്റ്റ് സ്പാനിഷ് ജനതയെക്കുറിച്ച് പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 13 വർഷത്തിലധികമായി അർജൻറ്റീന, ഉറുഗ്വായ് പോലെയുള്ളതായി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം നൽകുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമാണ്, കാർലോസ് അനക്കോണ്ടിയ എന്നു പേരുള്ള ദൈവത്തിൻ്റെ ദാസനെ ദൈവം പ്രത്യേകിച്ചൊരു വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അർജൻറ്റീനയിൽ എഴുന്നേൽപ്പിക്കുകയും അദ്ദേഹത്തിലൂടെ ഈ ഭിന്നതയുടെ ആത്മാക്കളെ ശാസിപ്പാനും അതിന്മേൽ ജയമെടുക്കുവാൻ തക്കോണം ദൈവസഭയെ കർത്താവ് പഠിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തത് നിമിത്തമാണ് അർജൻറ്റീനയിൽ വലിയൊരു ആത്മപ്രവൃത്തി വെളിപ്പെട്ടത്. ഈ ഭിന്നത എന്ന് പറയുന്നത് സഭയെ ഭിന്നിപ്പിക്കുന്നത് പോലെ കുടുംബങ്ങളും ഭിന്നിക്കാമല്ലോ. അതെ, തകർന്ന സഭകളുടെ അംഗങ്ങളിൽ പലരും തകർന്ന കുടുംബത്തിൻ്റെ അംഗങ്ങളായിരിക്കും. ഒരേ ദുരാത്മാവാണ് ഈ ഏരിയകളിലൊക്കെയും പ്രവർത്തിക്കുന്നത്.
സ്പാനിഷുകാരുടെ ഇടയിൽ ഒരു വിടുതൽ ആരംഭിച്ചിട്ട് ചില വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുന്നമേ മലയാളിക്കുണ്ടായിരുന്ന അതേ അനുഭവമാണ് സ്പാനിഷുകാർക്കുണ്ടായിരുന്നത്. സ്പാനിഷുകാരനെ രക്ഷിച്ച ദൈവം മലയാളിയെ കൂടെ രക്ഷിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? ഓക്കെ, ഈ ഭിന്നതയുടെ ഈ പ്രശ്നം ഉള്ളപ്പോൾ തന്നെ ഇന്ന് എത്രത്തോളമാണ് അസോസിയേറ്റ് പാസ്റ്റേഴ്സായിട്ടും മറ്റ് ഏരിയ മീറ്റിംഗ്സ് ആയിട്ടും ബ്രാഞ്ച് ചർച്ചസ് ആയിട്ടും നിങ്ങൾ ബാംഗ്ലൂരിലായിരിക്കുന്നത്? ബാംഗ്ലൂർ സഭയിൽ നമ്മെ വിട്ടുപോയവരുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതൽ ഒട്ടി നിൽക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. 1500ഓളം ശുശ്രൂഷകന്മാർ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച് നിൽക്കുമ്പോൾ ലോക്കൽ സഭയുടെ ചുമതലകൾ നോക്കുവാൻ ഇന്ന് 100-ലധികം സഹശുശ്രൂഷകന്മാർ എൻ്റെ കൂടെ ഉണ്ട്. അതിലധികം പേരും സെക്യുലർ ജോലിയോട് കൂടെ പാർട്ട് ടൈം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലായിരിക്കാം സഭയോട് സഹകരിക്കുന്നവരും പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യുന്നവരുമാണ്. ചുരുക്കം ആളുകൾ ഫുൾ ടൈമായിട്ടുണ്ട്. ആകെ 100-ലധികം സഹശുശ്രൂഷകന്മാർ ഇന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിപ്പാൻ ഞങ്ങളോടുകൂടെ ബാംഗ്ലൂരിലുണ്ട്. സാർ, ഫസ്റ്റ് അതുപോലെ തന്നെ ചില സീസണ് മാത്രം പ്രയോജനപ്പെടുന്ന പ്രാസിംഗരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 5 വർഷം 10 വർഷം മാത്രം ഫീൽഡിൽ നിന്നിട്ട് അവർ പോകുന്നു. പക്ഷേ പാസ്റ്ററെക്കുറിച്ച് എനിക്ക് ദൈവകൃപയാൽ മനസ്സിലാകുന്നു, ഒരു തലമുറയും മുഴുവൻ, ഒരു സീസണല്ല, ഒരു ജനറേഷന് വേണ്ടി ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവ് പ്രയോജനപ്പെടുത്തി. ആ ഒരു ലെവലിലേക്ക് എത്താൻ ഇന്നത്തെ അസോസിയേറ്റ് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടി പ്രാസംഗന്മാർ, ഇന്നത്തെ യുവ പ്രവാചകന്മാർ എപ്രകാരമായിരിക്കണം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്? യേശു ഒരിക്കൽ പറഞ്ഞു, തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കേണ്ടതിന് ഒരു യജമാനൻ ഒരു വെള്ളിക്കാശ് പറഞ്ഞിട്ട് കൂലിക്കാരെ വിലയ്ക്ക് വാങ്ങി. ആ കൂലിക്കാരൻ ഒറ്റ ദിവസത്തെ കോൺട്രാക്റ്റേ ഉള്ളൂ. അന്നത്തെ കൂലി ലഭിക്കുന്നതോടുകൂടി അവൻ്റെ കോൺട്രാക്റ്റ് തീർന്നു. പക്ഷേ ആ വീട്ടിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ ആയുസ് പര്യന്തം മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവരായിരിക്കും. ദൈവസഭയുടെ അംഗങ്ങളെ മാത്രമേ ദൈവത്തിന് ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ഒരു ദിവസത്തെ കൂലിപ്പണിക്കാരൻ അന്നത്തെ കൂലിക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അവന് 4 ഷർട്ടോ ഒരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ ആയിരിക്കും ആവശ്യം. അത് ലഭിക്കുമ്പോൾ അവൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു, ദൈവവുമായുള്ള അവൻ്റെ ബന്ധം തീർന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ പറയുന്നത് സഭയെക്കുറിച്ചാണ്, അല്ലാതെ സോക്കോൾഡ് മിനിസ്ട്രിയെക്കുറിച്ചല്ല. ഓക്കെ, എന്താ ഈ സാധാരണ ഒരു വ്യക്തിനിഷ്ഠമായ ഒരു വ്യക്തിയുടെ ശുശ്രൂഷയും ഒരു വ്യക്തിപരമായ ഒരു ശുശ്രൂഷ, ഒരു സുരേഷ് ബാബുവിൻ്റെ ശുശ്രൂഷയും അല്ലെ വ്യക്തിപരമായ ഒരു ശുശ്രൂഷയും സഭയും തമ്മിലുള്ള വ്യത്യാസം? ഒരു ശുശ്രൂഷ എന്നത് യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരാളിനെ ദൈവം ഉപയോഗിക്കുന്നതാണ്. അവന് ഉപദേശ സത്യങ്ങൾ അറിയണമെന്നില്ല. അത്ഭുതങ്ങൾ കൊണ്ടോ വീര്യപ്രവൃത്തികൾ കൊണ്ടോ അന്നത്തെ വചന ശുശ്രൂഷ കൊണ്ടോ അല്ലെങ്കിൽ ആത്മീയമായി ലഭിക്കുന്ന ഒരു ഉണർവ് കൊണ്ടോ ഒരു വ്യക്തിയെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ശേഷം പിന്മാറുവാൻ മാത്രമേ ഒരു വെറും ശുശ്രൂഷകന് കഴിയുകയുള്ളൂ. ചിലരുടെ ശുശ്രൂഷ പ്രവചനമാണ്. അവർ ജീവിതം മുഴുവനും പ്രവചിച്ചുകൊണ്ടിരിക്കും. പ്രവചനം ആവശ്യമുള്ളവർക്ക് പ്രവചനത്തിൻ്റെ ഗൈഡൻസ് ലഭിക്കും. വേറെ ചിലരുടെ ശുശ്രൂഷ രോഗശാന്തിയാണ്. അവൻ ജീവിതം മുഴുവനും രോഗശാന്തി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സഭയുടെ ലക്ഷ്യം ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന തിരുവചന സത്യമാണ്. അങ്ങനെ തികഞ്ഞവനാക്കേണ്ടതിന് വേണ്ടി ദൈവം സഭയെ ചുമതലപ്പെടുത്തും. ആ സഭയിൽ അപ്പസ്തോലന്മാർ കാണും, ആ സഭയിൽ രോഗശാന്തിക്കാർ കാണും, ആ സഭയിൽ സുവിശേഷകന്മാർ കാണും, അവിടെ പ്രസംഗകർ കാണും, വീര്യപ്രവർത്തകർ കാണും. ഈ ശുശ്രൂഷ എൻ്റെ സ്വന്തമെന്ന തെറ്റിദ്ധാരണയിൽ സഭയോടുള്ള ബന്ധം അവർ കുറച്ചു കളയുമ്പോൾ അവരുടെ ശുശ്രൂഷയും ദൈവം വെട്ടിക്കുറയ്ക്കും. അവർ സഭയുടെ ഭാഗമായി നിൽക്കുമെങ്കിൽ സഭ എന്ന കാഴ്ചപ്പാടിൽ സകല ഉപദേശത്തിലും പൂർണ്ണരായി മണവാട്ടി സഭയെ ഒരുക്കുവാനുള്ള ഒരു ദൗത്യത്തിലേക്ക് ദൈവം അവരെ നയിക്കും. ആ ശുശ്രൂഷകൾ നിലനിൽക്കും. ഫസ്റ്റ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 30 വർഷമായി നിങ്ങളുടെ ആ സഭയുടെ വളർച്ചയുടെ പാറ്റേൺ ഒന്ന് പറഞ്ഞെങ്കിൽ കൊള്ളാം. ഞാൻ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് പാസ്റ്റർ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതേസമയത്ത് മറുവശത്ത് ഒരു സഭയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, സഭ പരിപാലനം, സെൽഫ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. അതെങ്ങനെയാണ് പാസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എസ്പെഷ്യലി പാസ്റ്റർ ഒത്തിരി തിരക്കായി യാത്ര ചെയ്യുന്നതായ സമയത്ത്. ബാംഗ്ലൂരിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടിയിരുന്ന് ആരാധിക്കുവാൻ ഒരു കൊച്ചു ഷെഡ് മാത്രമേ ഉള്ളായിരുന്നു. ആ ഷെഡിനകത്ത് തന്നെ നിറച്ചിരിക്കുവാൻ ആളുകളില്ലായിരുന്നു. പക്ഷെ പുതിയ ആളുകൾ കർത്താവിലേക്ക് വരികയും വന്നവർ യേശുവിനെ അംഗീകരിക്കുകയും ചെയ്തു. വിടുതലിൻ ശുശ്രൂഷകളും ഒരളവിൽ വേദപുസ്തക പഠനവുമായിരുന്നു അവർക്ക് പ്രയോജനമായത്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസങ്ങൾ തോറും വൈകുന്നേരം എൻ്റെ ഓഫീസ് അവേഴ്സിന് ശേഷം ചർച്ച് ഹാളിനകത്ത് വെച്ച് ഒരു കൊച്ചു ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചിരുന്നു.
കാലത്തിൻ്റെ പോക്കിൽ വിവിധ സഭകളിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ, പെന്തക്കോസ്റ്റൽസും നോൺ പെന്തക്കോസ്റ്റൽസും, അവരുടെ സംശയങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പറയുവാനുമായി ആ ബൈബിൾ ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നു. അവരിൽ അനേകർ കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുകയും ഉപദേശത്തിൻ്റെ പുതുമയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുകയും ചെയ്തവർ ചിലർ സഹശുശ്രൂഷകന്മാരായി വന്നു. കെട്ടിടം നിറഞ്ഞ് കവിയുകയും വെളിയിലേക്ക് ആളുകൾ കർത്തൃമേശയ്ക്ക് ഇരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായതോടെ ഒരു ബ്രാഞ്ച് സഭ തുടങ്ങണം എന്നൊരു താല്പര്യം വരികയും ഉദ്ദേശം 12 കിലോമീറ്റർ അകലെ ആദ്യത്തെ ബ്രാഞ്ച് സഭ ആരംഭിക്കുകയും ചെയ്തു. എത്ര വർഷം മുമ്പ് അത് നടന്നത്? 1984 ആ സംഭവം. 84 ആ ബ്രാഞ്ച് സഭ ആരംഭിച്ചു. 3 മാസങ്ങൾക്കകം രണ്ടാമത്തെ ബ്രാഞ്ച് സഭയ്ക്ക് രൂപം കൊടുക്കത്തക്കവണ്ണം സഭ വളർന്നു. അതേ വർഷം തന്നെ 3ാമത്തെ ബ്രാഞ്ച് സഭ, 3ഉം ഉദ്ദേശം 12 കിലോമീറ്ററോളം വിവിധ ഡിറക്ഷനുകളിലേക്ക് മാറിയായിരുന്നു ഞങ്ങൾ വെച്ചത്. 3 പ്രധാന ബ്രാഞ്ച് സഭകളായതിനെ തുടർന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുകയായിരിക്കും ഉത്തമം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരികയും അതിന് കൊള്ളാവുന്ന ഒരു കെട്ടിടത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന തുടർന്നുവെങ്കിലും തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു കെട്ടിടം ലഭിച്ചില്ല. 1990ഓടുകൂടെയാണ് എൻ്റെ 1ാമത്തെ വിദേശയാത്ര മിഷണറി ഫീൽഡിൽ സംഭവിച്ചത്. ഉപരിപഠനത്തിന് വേണ്ടി ഗവൺമെൻറ് എന്നെ അമേരിക്കയിൽ അയച്ച ഒരു സംഭവം പുറകിലുണ്ട്. എയർഫോഴ്സിനോടുള്ള ബന്ധത്തിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് യാത്ര ചെയ്ത അവസരങ്ങളുണ്ട്. എന്നാൽ ആദ്യമായി ഒരു മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ന്യൂയോർക്കിലേക്ക് ക്ഷണിക്കപ്പെടുകയും ന്യൂയോർക്കിലുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അവിടേക്ക് എന്നെ കൊണ്ടുപോകുകയും അവിടെ നിന്ന് ലഭിച്ച പണം കൊണ്ട് ആദ്യത്തെ കെട്ടിടത്തിൻ്റെ വിശാലത വരുത്തുകയും ചെയ്തു. ലഭിച്ച പണം മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇട്ടു. അതിനെ തുടർന്ന് ബാംഗ്ലൂർ സ്വദേശിയായിരുന്ന 1-2 വ്യക്തികൾ മുൻപോട്ട് വന്ന് അവരുടെ വസ്തുവകകളിൽ ഒരു ഭാഗം സഭയ്ക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വാസികളായിരുന്നു? അല്ല, അവർ അവിശ്വാസികളായിരുന്നു. അവർക്ക് ലഭിച്ച വലിയ ദൈവിക രോഗശാന്തിയും അവർക്ക് ലഭിച്ച ഒരു കാഴ്ചപ്പാടും അവരുടെ വസ്തുവകയിൽ ഒരു ഭാഗം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ വിടുകയും അങ്ങനെ ആ പണം എൻ്റെ കയ്യിൽ വരികയും ചെയ്തു. അശുദ്ധമായ കാക്ക ഇന്നും അപ്പവും ഇറച്ചിയും കൊണ്ടുവരും. അപ്പവും ഇറച്ചിയും ദൈവത്തിൻ്റെ വകയാണെങ്കിൽ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. അവിടെ നിന്ന് വിശാലത ആരംഭിച്ചു. ഇന്ന് ഇരിക്കുന്ന കെട്ടിടം ഏറെക്കുറെ പണിതൊപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. 1000ഓളം പേർക്ക് അതിനകത്ത് ഇരുന്ന് ആരാധിക്കത്തക്ക സൗകര്യമുണ്ടായി. അതിനെ തുടർന്നാണ് ഇടത്തും വലത്തും ഉണ്ടായിരുന്ന ഭൂമികളുടെ ദൈവിക വാഗ്ദത്തത്തിൽ ഉള്ളതാകയാൽ വാങ്ങുവാൻ ദൈവം സഭയെ ശക്തീകരിച്ചത്. കൂടെ വിദേശയാത്രകൾ നടന്നുകൊണ്ടിരുന്നു. 1ാം വിദേശയാത്രയിൽ ലഭിച്ച പണം മുഴുവനും കെട്ടിടത്തിനിട്ടെങ്കിൽ 2ാമത്തെ യാത്ര കുവൈറ്റിലേക്കായിരുന്നു. കുവൈറ്റിൽ നിന്ന് ലഭിച്ച പണം മുഴുവനും സഭയ്ക്ക് വേണ്ടി വാഹനങ്ങൾ വാങ്ങുവാനായി മാറ്റിവെച്ചു. അങ്ങനെ യാത്രാ ക്രമീകരണങ്ങൾ ഏറെക്കുറയായി. അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചു. മിഡിൽ ഈസ്റ്റിൻ്റെ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ലഭിച്ച പണത്തിലധികവും സഹശുശ്രൂഷകന്മാരായി ചേർന്ന് വന്നവർക്ക് വേണ്ടി 2 വീലറുകൾ വാങ്ങിക്കുവാൻ ഉപയോഗിക്കുകയും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അല്പമായി സഭയെ അവരെ സഹായിക്കുവാൻ ഈ പണം ഒതുക്കുകയും ചെയ്തു. വീണ്ടും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നടന്ന യാത്രകളിൽ ലഭിച്ച പണം കൊണ്ട് ഇടവും വലവുമുള്ള വസ്തുക്കൾ വാങ്ങുകയും അവിടെ ഒരു 5 നില കെട്ടിടം ഇന്ന് കാണുന്നത് പോലെ ഉയർത്തുകയും ചെയ്തു. അതോടുകൂടെ ഏറെക്കുറെ 2000 പേർക്ക് ഇരുന്ന് ആരാധിക്കാവുന്ന ഇടമായി. ഇതിനോടകം ബ്രാഞ്ച് സഭകൾ 7-8 എണ്ണം സ്ഥാപിതമായെങ്കിലും ഒരു വലിയ സഭ എന്ന ചിന്തയും കാഴ്ചപ്പാടും ഞങ്ങളുടെ ഉള്ളിൽ കയറി. ഇതിനുപരിയായിരുന്നു 1995 ജി കോവെ ഗ്ലോബൽ കൺസൾട്ടേഷൻ ഓഫ് വേൾഡ് ഇവാഞ്ചലൈസേഷൻ എന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഷാരോൺ സഭയുടെ സെക്രട്ടറി ആയിരുന്ന TP എബ്രഹാം സറവറുകൾ എനിക്ക് ഒരവസരം ഒരുക്കി തന്നത്. കൊറിയയിൽ 15 ദിവസമായി നടന്ന ആ കോൺഫറൻസ് എൻ്റെ കാഴ്ചപ്പാടുകളിൽ വലിയ സ്വാധീനം വരുത്തി. ലോകത്തിലെ 198 രാജ്യങ്ങളിൽ നിന്നായി 4000ഓളം മിഷണറിമാർ ഒരുമിച്ചുകൂടി കൊറിയയിൽ നടന്ന ആ പ്രധാന മീറ്റിങ്ങിൽ വെച്ച് സഭ എന്നത് ഒരു ചെറിയ ശരീരമല്ല, അതൊരു വലിയ ശരീരമാണ് എന്ന ചിന്ത എന്നിൽ വന്നു. യോങ്കി ചോയുടെ ചർച്ചിൽ വെച്ചാണോ അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നത് യോങ്കിച്ചോവിൻ്റെ ചർച്ചിൽ വെച്ചായിരുന്നില്ല. പക്ഷേ യോങ്കിച്ചോ അതിനകത്ത് വരികയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തു. ലോകപ്രസിദ്ധരായ ദൈവദാസന്മാർ അവിടെ ശുശ്രൂഷിക്കുന്ന വേളയിൽ 10,000ങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന സഭയുടെ കാഴ്ചപ്പാട് എൻ്റെ ഹൃദയത്തിൽ വന്നു. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട പെന്തക്കോസ്റ്റൽസ് ആൻഡ് നോൺ പെന്തക്കോസ്റ്റൽസ് ഒരുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഭാരതത്തിലെ വിശ്വാസികളെക്കാൾ ഉപരിയായി അംഗീകരിക്കുന്നുവെന്നും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമെന്നും ഒരു ബോധം എനിക്ക് തരികയും ബ്രാഞ്ച് സഭകൾ തുടങ്ങുന്നതിന് പകരം ഒരു വലിയ സഭ വേണം എന്ന ചിന്തയിലെത്തുകയും ചെയ്തു. പക്ഷേ 2000 മെമ്പേഴ്സിന് ഇരിക്കത്തക്ക 5 നിലയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ പണി തീർന്നതോടുകൂടെ അവിടെ അടുത്തൊരു എക്സ്പാൻഷൻ അസാധ്യമായി മാറി. ഈ കാലഘട്ടത്തിലായിരുന്നു അല്പം കൂടെ വലിപ്പമുള്ള ഒരു കെട്ടിടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം പ്രേരണ തന്നത്.
ആ ദിവസങ്ങളിൽ ഒരിക്കൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ഈ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി എടുത്തു. ഞാൻ ഓർക്കുന്നു ഉണ്ട്. ആ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ആലപ്പുഴ വെച്ച് ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമച്ചൻ എന്നോടൊരു ദൂത് പറഞ്ഞു. ബാംഗ്ലൂർ റിംഗ് റോഡ് ഉയർന്നും കിളന്നും പോകുന്ന പാലത്തിൽ കയറി കിഴക്കോട്ട് തിരിയുമ്പോൾ ഇടത്തുവശത്ത് കാണുന്ന ചതുപ്പ് നിലത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ബ്രദർ സുരേഷ് ബാബു നിങ്ങൾ ബാംഗ്ലൂരിൽ വരുന്നത്. ബാംഗ്ലൂരിൽ വന്ന് ഒരു രാത്രിയിൽ പ്രയർ വോക്കിന് വേണ്ടി പോയത് അങ്ങേക്ക് ഓർമ്മയുണ്ടായിരിക്കാം. എന്നോട് ഈ വഴിയെ വിടുവാൻ ആവശ്യപ്പെട്ടു. അന്ന് വളഞ്ഞും കിളന്നും പോകുന്ന പാലം പണി തീർന്നിട്ടില്ല, പാലത്തിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരു വഴിയായി നമ്മൾ ആ റൂട്ടിൽ വന്നു. സുരേഷ് ബാബു അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുകയില്ല. ഒരു സ്ഥലത്തെത്തിയപ്പോൾ, അതായത് ഇന്ന് സഭയിരിക്കുന്ന സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ വാഹനം നിർത്തുവാൻ സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. കുറച്ച് കല്ലുകൾ പെറുക്കി ഇടത്തുവശത്തേക്ക് വലിച്ചെറിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. തുടർന്ന് അതേ സ്ഥലം തന്നെ ദൈവം പ്രവാചകൻ മുഖേന പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ ക്രിയയിൽ പ്രോഫറ്റിക്കൽ ആക്ഷനിൽ നമ്മൾ ചെയ്തെടുത്തത് ആ സ്ഥലം 3.5 ഏക്കർ ഞങ്ങൾക്ക് തരാം എന്നതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. സഭയ്ക്ക് ആകപ്പാട് 20 വർഷത്തോളമുള്ള പ്രവർത്തനത്തിൽ നിന്ന് മിച്ചം വന്നിരിക്കുന്ന 20 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ആ കല്ല് വന്ന് വീണ സ്ഥലത്താണ് ഇന്ന് ബദൽ അതിനോട് വളരെ അടുക്കലായിട്ട് അതേ ഏരിയ ആ പ്ലോട്ടിലായിരിക്കില്ല. ആ കല്ല് വീണതിനേക്കാൾ അല്പം കൂടി ഉള്ളിലോട്ട് മാറിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ ആ കല്ല് വീണ ഇടം ഇന്ന് ചർച്ചിലേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡാണ്. അതുവരെ സഭയ്ക്കുണ്ടായിരുന്ന 20 ലക്ഷം രൂപ കൊണ്ട് ഇത് വാങ്ങാൻ നിവൃത്തിയില്ല. ഇതിന് 2.25 കോടിയാണ് അവർ വില പറഞ്ഞത്. പക്ഷെ ദൈവത്തിൻ്റെതായ സോഴ്സിൽ പണമൊരുക്കി. ഞങ്ങളൊരു ലോണ് ബാങ്കിൽ നിന്നെടുത്ത് ഈ സ്ഥലം വാങ്ങാം എന്നാഗ്രഹിച്ചു. പക്ഷെ തക്ക സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ ലഭിച്ചില്ല. ലോൺ ഇല്ലാതെ സ്ഥലം തരികയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അറിയപ്പെടാത്ത മാർഗങ്ങളിൽ നിന്നായി പണം വരാൻ തുടങ്ങി. പണത്തെക്കുറിച്ചുള്ള മാനേജ്മെൻറ്റ് സഭയ്ക്ക് നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നതും ആ ഭാഗത്ത് സഭ വിട്ടുവീഴ്ചയില്ലാതെ ദൈവമുമ്പിൽ ഏകാഗ്രതയോടെ ലഭിച്ച പണം കൈകാര്യം ചെയ്തതും ദൈവം മാനിച്ചു കാണും. ഞങ്ങൾക്ക് വാങ്ങുവാൻ ആവശ്യമുള്ള പണം ദൈവം തന്നു. കേസുകൾ ഉയർന്നു. ഇവിടെ ഒരു സഭാകെട്ടിടം വരുവാൻ പാടില്ല എന്ന് ചില ആളുകൾ വാദിച്ചു. കോടതികളിൽ കയറിയിറങ്ങി 69ഓളം കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നെങ്കിലും ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ദൈവം ഞങ്ങളെ അവിടെ തന്നെ ഇന്ന് വരെ നിർത്തിയിരിക്കുന്നു. ഇന്നും ഞങ്ങൾ അവിടെയുണ്ട്. ഇന്ന് 2013 മെയ് മാസത്തിൽ ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇപ്പോൾ കേസുണ്ടോ പാസ്റ്റർ? ഇന്ന് കേസില്ല. കേസുകൾ മുഴുവനും ഈ 69 കേസിൽ നിന്നും പുറത്തു വന്നു. 69 കേസുകളും പിൻവലിക്കപ്പെട്ടു. സോ യുദ്ധകാലമുണ്ടെങ്കിൽ ഒരു സമാധാനകാലമുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിധിയുണ്ട്. കണ്ടിന്യൂസ്. ഇതിനെ തുടർന്നാണ് അടുത്ത ഞങ്ങൾ തുടങ്ങി വെച്ചതായ ഒരു ബ്രാഞ്ച് സഭയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയണം എന്ന താല്പര്യം വരികയും അവിടെ ഒരു വസ്തു വാങ്ങുകയും 3 നിലയിൽ ഒരു കെട്ടിടം അവിടെ പണി തീരുകയും ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഏത് കെട്ടിടത്തോടും ചേർന്ന് ഒരു സ്നാനക്കുളം നിർബന്ധമായിരുന്നു. അത് സുരേഷ് ബാബു, ഞാൻ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തതിൽ കണ്ടതിലേക്ക് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ സ്നാനക്കുളം കുവൈറ്റിലായിരുന്നു. ആ കുവൈറ്റിലെ സ്നാനക്കുളം കണ്ടതിനെ തുടർന്ന് ഏറെക്കുറെ അതേ മാതൃകയിൽ ഇന്ത്യയിൽ ഒരെണ്ണം വെക്കണം എന്ന് ചിന്തിക്കുകയും, കുവൈറ്റ് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്. അതെ. പക്ഷേ കുവൈറ്റിലെ സാഹചര്യത്തിൽ അവർക്ക് ആവശ്യം പോലെ വെള്ളമുണ്ട്. അവർക്ക് എത്ര വെള്ളം വേണമെങ്കിലും കൊണ്ടുപോകാം. ബാംഗ്ലൂരിൽ വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് ബാംഗ്ലൂർ സാഹചര്യങ്ങൾക്ക് സെറ്റാകുന്നത് പോലെ ഞങ്ങളൊരു സ്നാനക്കുളം ഉണ്ടാക്കി. അതേസമയം സ്നാനക്കുളങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണ് 2 വശത്തേക്കും അതിൻ്റെ എൻട്രി. സ്നാനപ്പെടുന്നവരുടെ എണ്ണം 10ഓ 15ഓ ഉള്ളെങ്കിൽ ഒരൊറ്റ എൻട്രി മതിയായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ അപ്പുറത്തേക്കൊരു ചിന്തയുണ്ടായിരുന്നതിനാൽ ഒരു ഭാഗത്തൂടെ ആളുകൾക്ക് ഇറങ്ങുവാനും വേറൊരു ഭാഗത്തൂടെ കയറുവാനും തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. മാത്രമല്ല, ഉയരം കുറഞ്ഞവരെ സ്നാനപ്പെടുത്തുവാനും ഉയരം കൂടിയവരെ സ്നാനപ്പെടുത്തുവാനുമുള്ള പല തട്ടുകൾ സ്നാനക്കുളത്തിൻ്റെ അടിയിലുണ്ടാക്കി. സ്നാനപ്പെട്ട് കയറുന്നവർക്ക് വസ്ത്രം മാറുവാൻ ആവശ്യമുള്ള ഡ്രസ്സിംഗ് റൂംസ് അതിനോട് ചേർത്തുണ്ടാക്കി. ഇതെല്ലാം ഞങ്ങൾ എവിടെയെല്ലാം സഭാകെട്ടിടങ്ങൾ പണിതിട്ടുണ്ടോ അവിടെയെല്ലാം പ്രായോഗികമാക്കി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ടെമ്പററിയായി ഞങ്ങൾ ആരാധിക്കുവാൻ വേണ്ടി പണിത കെട്ടിടത്തിൽ, അതായത് ബാംഗ്ലൂരിലെ ഹെബ്ബാളിൽ സ്നാനക്കുളത്തിന് ഒരു സിംഗിൾ എൻട്രിയേ ഉള്ളൂ. രണ്ടാമത്തെ എൻട്രി ഉണ്ടാക്കിയില്ല. കാരണം ഇന്നും അവിടുത്തെ പെർമനൻറ്റ് ബിൽഡിംഗ് വന്നിട്ടില്ല. അത് വരുമ്പോൾ 2 അല്ല അതിലുപരി എക്സിറ്റുകൾ കാണും. 1-ലധികം എൻട്രി പോയിന്റ്സ് കണ്ടിരിക്കും. കാര്യം കൂട്ടസ്നാനമാണ് ഇന്നത്തെ ഞങ്ങളുടെ ചിന്ത. ലക്ഷങ്ങൾ സ്നാനപ്പെടുകയും ചെയ്യും. കോടികൾ വസിക്കുന്ന ഭാരതത്തിൽ ലക്ഷങ്ങൾ സ്നാനപ്പെടുന്നത് ഒരു നിസ്സാര സംഭവമാണ്. ദൈവം വലിയത് ചെയ്തേ. ഞാൻ തിരുത്തുന്നു, കോടികൾ സ്നാനപ്പെടും. നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം.
തുടർന്ന് ബാംഗ്ലൂരിൻ്റെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ ആരംഭിച്ചതായ ഔട്ട് സ്റ്റേഷനുകൾക്ക് വേണ്ടി താൽക്കാലികമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് ആരാധിക്കുവാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളം സെക്ഷൻ ഔട്ട് സ്റ്റേഷനുകൾ ആരംഭിച്ചു. ഇംഗ്ലീഷ് സെക്ഷൻ സെൽ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. മലയാളം സെക്ഷനെ തന്നെ തമിഴ് സെക്ഷൻ അംഗീകരിച്ചു, അവരും ഔട്ട് സ്റ്റേഷൻ ആരംഭിച്ചു. കന്നഡ സെക്ഷനും ഹിന്ദി സെക്ഷനും സെൽ ഗ്രൂപ്പുകളാക്കി മാറ്റി. അങ്ങനെ ഒന്നുകിൽ സെൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഔട്ട് സ്റ്റേഷൻ, 2 പേരിൽ അത് അറിയപ്പെടും. ഇത് സഭയുടെ ഭാഗമായി മാറി. ഇന്ന് മലയാളം സെക്ഷനിലും ഇംഗ്ലീഷിലും തമിഴിലും ചേർന്നാൽ ഏതാണ്ട് 250ഓളം സെൽ ഗ്രൂപ്പുകളോ ഔട്ട് സ്റ്റേഷനുകളോ സഭയ്ക്കുണ്ട്. അവിടെയൊക്കെയും ശുശ്രൂഷിക്കുവാൻ ദൈവം ആളുകളെ ആക്കി. എത്രത്തോളം അസോസിയേറ്റ് പാസ്റ്റേഴ്സാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുള്ളത്? ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, മലയാളം ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന് പാസ്റ്റർ എം എ വർഗീസ് എന്ന പിതാവിൻ്റെ കീഴിൽ, ആ കുടക്കീഴിൽ നിൽക്കുന്ന അസോസിയേറ്റ് പാസ്റ്റേഴ്സ് എത്രയുണ്ടാവും? ഇന്ന് 100ഓളം പേർ വിശ്വസ്തയോടെ നിന്ന് പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ പുറത്താണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ. കേരളത്തിൽ മിക്കവാറും പെൻഡക്കോസ്റ്റൽ ചർച്ചസിൽ കൂടുന്നത് 100 വിശ്വാസികളാകുമ്പോൾ പാസ്റ്റർ മുമ്പിൽ 100 അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ഉണ്ട് എന്ന് കേൾക്കുന്നത് എത്രയോ രോമാഞ്ചകരമായ കാര്യം അത്രേ. സുരേഷ് ബാബു 1995 ജീക്കോവയിൽ പങ്കെടുത്തതോടെ ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം ഇവിടേക്ക് നയിക്കുവാൻ ഇടയായി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മാത്രമല്ല, പഴമകളിൽ തുടരുന്നതിനേക്കാൾ ഉപരി പ്രയോജനകരമാകുന്ന പുതുമകളിലേക്ക് കയറുവാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലത്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനം മാറാതെ നിൽക്കണം എന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഇതുവരെയും ദൈവം നടത്തി. ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ സാമ്പത്തിക വിഷയങ്ങളിൽ സുതാര്യത സൂക്ഷിക്കുവാനും റൈറ്റ് ഓഫ് എന്നൊരു ബിസിനസ് ഇല്ലാതെ ഓരോ രൂപയ്ക്കും തീർത്തും അക്കൗണ്ട് ചെയ്യുവാനും ഞങ്ങൾ തയ്യാറായി. ഒരു കാര്യം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ പറയാം, ലൂസിഫർ ഉൾപ്പെടെ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരു കളങ്കം കാണിച്ചു തരുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദയവായി മുൻപോട്ട് വന്നത് ചെയ്യുവാനും അതിൻ്റെ മുമ്പിൽ ഒരു കറക്ഷൻ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ പറഞ്ഞു. എന്നെ അനുകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്ത് എഴുന്നേറ്റു. അത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ, ഭരണപരമായ ഇടങ്ങളിൽ, ക്ലറിക്കൽ മണ്ഡലങ്ങളിൽ, അക്കൗണ്ടിംഗ് വിഭാഗങ്ങളിൽ, മെമ്പർഷിപ്പ് നോക്കുന്ന ഇടങ്ങളിൽ, ഔട്ട് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്ന ഇടങ്ങളിൽ, ശുശ്രൂഷകന്മാരെ നിയമിക്കുന്ന ഇടങ്ങളിൽ, ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും വിശ്വസ്തതയുള്ള ചിലരെ കൊണ്ട് ദൈവം തരികയും അവർ വോളണ്ടറി ബേസിസിൽ വന്ന് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. പക്ഷേ ദിവസം മുഴുവനും ഇരുന്നെങ്കിൽ മാത്രമേ സഭയുടെ പണി തീരുകയുള്ളൂ. ഇന്ന് 16,000 മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കി വരണമെങ്കിൽ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി സ്റ്റിയർ ചെയ്തെങ്കിലേ മതിയാകും. അങ്ങനെ വന്നതുകൊണ്ട് അവരുടെ ചെലവിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് സഭയ്ക്ക് തോന്നുകയും സഭ അവർക്ക് ചെറിയ പേയ്മെൻറ്റുകൾ കൊടുത്തു തുടങ്ങുകയും ചെയ്തു. അവർ സെക്കുലറി വേറെ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർ സെക്കുലർ വേറെ ജോലി ചെയ്യുന്നില്ല. അവർ ഫുൾ ടൈം ചർച്ചിന് വേണ്ടി ജോലി ചെയ്യുന്നവർ. ഓക്കെ, ചർച്ചിന് വേണ്ടി ജോലി. രാവിലെ എത്ര മണിക്ക് ഓഫീസ് ഓപ്പൺ ചെയ്യും? ഓഫീസിൻ്റെ മെയിൻ സെക്ഷൻ 10 മണിക്ക് ഓപ്പൺ ആകും. എന്നാൽ ഓഫീസിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഷിഫ്റ്റ് വൈസിൽ ചിലർ രാവിലെ എത്തിയിരിക്കും, ചിലർ വൈകുന്നേരം വരെ നിന്നിരിക്കും. അതിനെ തുടർന്നാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടതിന് ഡ്രൈവേഴ്സിനെ പെർമനൻ്റായി നിയമിച്ചത്. ജോലികൾ ചെയ്യേണ്ടതിന് 16,000 വ്യക്തികൾക്ക് ഇരിക്കേണ്ടതിന് ആവശ്യമുള്ള കസേരകൾ പെറുക്കിയെടുക്കുവാനും അത് തുടയ്ക്കുവാനും തൂക്കുവാനും തന്നെ ഒരു നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ മതിയാകുകയുള്ളൂ. ഒരുപാട് വോളണ്ടിയേഴ്സ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിയന്ത്രണം നോക്കുവാൻ ഞങ്ങൾക്ക് വ്യത്യസ്ത വിങ്ങുകളുണ്ട്. സ്തോത്രം. മീഡിയ വിഭാഗങ്ങൾ നോക്കുവാൻ പ്രത്യേക ആളുകളുണ്ട്. പ്രോപ്പർട്ടി മാനേജരായി ദൈവം ഒരു ദൈവദാസനെ തന്നെ തന്നു. അദ്ദേഹം പ്രോപ്പർട്ടി മാനേജരും അതേസമയം ഒരു ഇവാഞ്ചലിസ്റ്റുമാണ്. തൻ്റെ ജോലികൾ ചെയ്തു വരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടറുകൾ ദൈവം തന്നു. കമ്പ്യൂട്ടർ എൻട്രി ചെയ്യുവാൻ ആവശ്യമുള്ള ആളുകളെ, ഡേറ്റ എൻട്രിക്ക് ആവശ്യമുള്ളവരെ ദൈവം തന്നു. ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവായി എടുക്കുന്നെങ്കിൽ ഒരു സാധാരണ ഓഫീസ് പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികം കാര്യക്ഷമതയോടുകൂടെ ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും? ആകെ 40ഓളം സ്റ്റാഫാണ് ഇന്ന് സഭയിൽ വർക്ക് ചെയ്യുന്നത്. വണ്ടർഫുൾ. സോ 100 അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, 40 സ്റ്റാഫ്, ഒരു അച്ചടക്കമുള്ളതായ ഒരു അഡ്മിനിസ്ട്രേഷൻ വിങ്. ഇതാണ് 16,000 വിശ്വാസികളെ ദൈവത്തിൻ്റെ കൃപയാൽ പണിതുകൊണ്ടിരിക്കുന്നത്. 100 അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, 40 സ്റ്റാഫ്, നല്ലൊരു അച്ചടക്കം. പ്രത്യേകിച്ച് പാസ്റ്റർ ഈ ഡിഫൻസിൽ നിന്ന് വന്നതുകൊണ്ട് പട്ടാളത്തിൻ്റെ ചീട്ട, അത് പാസ്റ്റർ ഡ്രസ്സിങ്ങിലാണെങ്കിലും അത് ശുശ്രൂഷയിലാണെങ്കിലും അത് ദൂതിലാണെങ്കിലും ഒക്കെ നമുക്ക് നിശ്ചയമായിട്ട് ഞങ്ങൾക്കത് കാണാൻ കഴിയുന്നു. എത്രത്തോളമാണ് ഈ ഡിഫൻസിൻ്റെ ഈ ഡിസിപ്ലിൻ പാസ്റ്ററെ സ്വാധീനിച്ചത്? നേരത്തിന് കിടക്കുക, നേരത്തിന് ഉറങ്ങുക, നേരത്തിന് എഴുന്നേൽക്കുക മുതലായി ചില അടിസ്ഥാന തത്വങ്ങൾ ഡിഫൻസിനുണ്ട്. നാളേക്കൊരു പണി പെൻഡിങ്ങിൽ വെക്കരുത്, അന്നൊന്ന് തീർത്തിരിക്കണം എന്ന നിർബന്ധമുണ്ട്. ഡിഫൻസിൽ നിന്ന് ദൈവം എനിക്ക് തന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിവുള്ളിടത്തോളം പ്രായോഗിക ജീവിതത്തിൽ മിനിസ്ട്രിയിൽ ഇന്നും അത് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പട്ടാളക്കാരനായിരുന്നു. എനിക്ക് ട്രെയിനിങ് തന്ന ട്രെയിനിങ് സെൻറ്ററിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന്
ഈ സ്ഥലമാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എന്നെൻ്റെ ഭാര്യയോട് പറഞ്ഞു തുടങ്ങി. എൻ്റെ ഭാര്യയും പട്ടാള ജീവിതം രുചിച്ചറിഞ്ഞു. കാര്യം എൻ്റെ കൂടെ പാർത്തതുകൊണ്ട് പട്ടാള ചിട്ട ഞങ്ങളുടെ ശുശ്രൂഷയുടെ ചിട്ടയാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചതും വളർന്നതും പട്ടാള ക്യാമ്പുകളിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഡിസിപ്ലിൻ ഒരളവിലെങ്കിലും എടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. എൻ്റെ മക്കൾ വിവാഹിതരായി മരുമക്കളെ ഞാൻ എൻ്റെ പട്ടാള ക്യാമ്പിൽ കൊണ്ട് കാണിച്ചു. അതിനോടകം ഞാൻ പട്ടാളത്തിൽ നിന്ന് വെളിയിൽ വന്നിരുന്നെങ്കിലും ആ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, ഇവിടമാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. എല്ലാവരും തന്നെ അവർ കാഴ്ചപ്പാട് ഏറ്റെടുത്തു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ഏത് വ്യക്തിയും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇല്ലായെങ്കിൽ ഡിസിപ്ലിൻഡായ ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ അവരെ കൊണ്ട് കഴിയാതെ വരും. ഇൻഡിസിപ്ലിൻ്റെ ആത്മാവ് അശുദ്ധാത്മാവാണ്. ഇൻഡിസിപ്ലിൻ്റെ ആത്മാവ് ദുരാത്മാവാണ്. മടിയനും മുടിയനും ജ്യേഷ്ഠനും അനുജനുമാണ്, ഇരുവരെയും ദൈവം വെറുക്കുന്നു എന്ന് ഞാൻ പൊതുവെ പ്രസംഗിക്കാറുണ്ട്. അതെൻ്റെ വിശ്വാസവും എൻ്റെ സ്ലോഗനുമാണ്. ചത്ത് കിടന്നാലും ഒത്തു കിടക്കണം എന്നെൻ്റെ അപ്പൻ പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്. ഏത് പരിതസ്ഥിതിയിലും ഒത്തു കിടക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് സുരേഷ് ബാബു, 1984 ഞാൻ പൊതുപ്രസംഗങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത്. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് വിട്ട ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഒരു വർഷത്തിൽ 200 ദിവസം എങ്കിലും ഞാൻ ബാംഗ്ലൂരിൻ്റെ വെളിയിൽ പ്രോഗ്രാം കൊടുക്കാറുണ്ട്. പൊതുവെ 90 ദിവസം ഇന്ത്യക്ക് വെളിയിൽ പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അങ്ങേക്ക് അറിയാമോ, കൊടുത്തതിൽ ഒറ്റ പ്രോഗ്രാം ഇന്ന് വരെ ക്യാൻസൽ ചെയ്യാതെ ഇത്രയും വർഷങ്ങളായി കൊണ്ടു നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഒരു ദിവസം കൺവെൻഷന് പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ ചെസ്റ്റ് പെയിനായി ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്നത് പോലെ പെട്ടെന്ന് താഴെ വീണു. 12 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മൂത്ത മകനെ അടുത്ത വീട്ടിലയച്ച് അവിടുത്തെ സഹോദരനെ വിളിപ്പിച്ച് എൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ശേഷം ട്രെയിൻ പോകുന്നതിന് മുന്നമേ ഞാൻ കൺവെൻഷന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, എൻ്റെ ഭാര്യ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ദൈവം എന്നെ അവളെ സൗഖ്യമാക്കി. 104 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളപ്പോൾ കൊടുത്തുപോയ പ്രോഗ്രാം ആകയാൽ പ്രസംഗിക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്നു. ട്രെയിനിൽ റിസർവേഷൻ ഇല്ലാതെ വടക്കേ ഇന്ത്യക്ക് യാത്ര ചെയ്യുവാൻ തുനിഞ്ഞു. കാരണം നേരത്തിന് റിസർവ് ചെയ്യാതെ പോയത് എൻ്റെ തകരാറാണ്. അത് എന്നെ കൺവെൻഷന് വിളിച്ചവരുടെ കുറ്റമല്ല. അതുകൊണ്ട് അവിടേക്ക് യാത്ര ചെയ്തു. കൃപയാൽ എത്തി. ഒരു കൺവെൻഷനും മുടങ്ങാതെ കർത്താവ് നടത്തി. വലിയ റിസൾട്ട് ദൈവം തന്നു എന്ന് മാത്രം പറയട്ടെ. സോ ദൈവകൃപയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് കേൾക്കാൻ തക്കോണം കഴിഞ്ഞത് ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്നുള്ളൊരു പ്രത്യേക ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കൂടിവരവുണ്ടല്ലോ. ദൈവദാസന്മാർ ഇന്ന് ദൈവസഭയിൽ ലോകത്തിൻ്റെ എമ്പാടുമുള്ളതായ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ കൂടിയുള്ളതായ ഒരുമിച്ചുള്ള ഒരു സംഗമം എല്ലാ വർഷത്തിനും മാർച്ച് മാസത്തിലോ മറ്റുമാണ് അത് ലോകത്തിൽ എവിടെയെങ്കിലും വെച്ച് നടത്തപ്പെടുന്നത്. 2012 വർഷം മാർച്ച് മാസം മുതൽ പാസ്റ്റർ അതിൻ്റെ മെമ്പറായി. അതിലായിത്തീരേണ്ടതായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് PhDയോ MTHോ അല്ല. പ്രത്യേകത 100,000-ൽ കൂടുതൽ ആൾക്കാരെ സ്നാനപ്പെടുത്തിയിരിക്കണം. 100,000-ൽ കൂടുതൽ ആൾക്കാർ ചർച്ചിൽ വന്നാലും പറ്റത്തില്ല, അവരെ സ്നാനപ്പെടുത്തിയിരിക്കണം. കൃപയാൽ പാസ്റ്ററിന് ആ ഒരു എൻട്രി ദൈവത്തിൻ്റെ കൃപയാൽ അതിലേക്ക് ലഭിക്കുകയുണ്ടായി ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിൽ. അതിൻ്റെ അനുഭവത്തെക്കുറിച്ചും ഈ 100,000-ലധികം പേർ സ്നാനപ്പെട്ടല്ലോ, അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം. പക്ഷേ ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നത് ന്യൂയോർക്കിലെ നയാക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർനാഷണൽ കോർഡിനേറ്ററായ ഏലിയാസ് എന്ന ദൈവദാസനാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ വ്യക്തിപരമായി വരികയും എന്നെ അതിലേക്ക് വിളിക്കുകയും ചെയ്തു. അതിനകത്ത് അവർ ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ചെല്ലാനൊക്കത്തുള്ളൂ. അതിൽ 3 കാറ്റഗറികളെയാണ് അവർ അംഗീകരിക്കുന്നത്. ഒന്ന്, 45,000-ലധികം മെമ്പേഴ്സുള്ള സഭകളുടെ സീനിയർ പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ സുവിശേഷകന്മാർ എന്ന പദവിയിൽ 100,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തുകയും അതേസമയം 5,000-ലധികം മെമ്പേഴ്സുള്ള സഭകൾ പാസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെ അവരെടുക്കും. ഈ വിഭാഗത്തിലാണ് അവരെന്നെ ക്ഷണിച്ചത്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ വടക്കേ ഇന്ത്യയിൽ അവരുടെ റെക്കോർഡുകളിൽ തന്നെ എനിക്ക് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നാനസംഖ്യ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായി വരികയും ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനിവിടെ പോയി അത്തരം ആളുകളുമായി സഹകരിക്കാനും കാണാനും കഴിഞ്ഞു. പോൾ യോങ്ചവ് അതിൻ്റെ മെമ്പേഴ്സിൽ ഒരാളാണ്. യോങ്ചവിൻ്റെ സഭയെ അദ്ദേഹം 3ആയി തിരിച്ചു. യോങ്ചവിൻ്റെ സഭയുടെ ഒരു സെക്ഷൻ ഏറെക്കുറെ 2,00,000 അംഗങ്ങളുമായി ഒരു ദൈവദാസൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ ദൈവദാസൻ്റെ സാക്ഷ്യം കഴിഞ്ഞ 2 വർഷം കൊണ്ട് അദ്ദേഹം 4,50,000 ആളുകളെ കൂടെ സ്നാനപ്പെടുത്തി വീണ്ടും 8,50,000-ആക്കി അതിനെ മാറ്റിയെന്നാണ്. അതുപോലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത്തരം ആളുകളുമായി കണ്ടത് തന്നെ ഒരു വലിയ കാര്യമായി. ഞാൻ ഈ ഗ്ലോബൽ ഈ കിങ്ഡം നെറ്റ്വർക്കിന് വേണ്ടി പോകുന്ന സമയം, അതൊരു ഓർഗനൈസേഷനാണ്, അതെ, പക്ഷേ ഓൺ ഇൻവിറ്റേഷൻ മാത്രമേ നമുക്കവിടെ ചെല്ലാൻ ഒക്കുന്നുള്ളൂ. അവിടെ പോകുന്ന സമയം തുടങ്ങുന്നതിന് മുന്നമേ ഉള്ള ഒരു ഞായറാഴ്ച ആഫ്രിക്കയ്ക്ക് കൊടുക്കാമെങ്കിൽ, ഞാൻ പോകുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു ആ വർഷം അതിൻ്റെ മീറ്റിംഗ് നടന്നത്. ആഫ്രിക്കയ്ക്ക് കൊടുക്കാമെങ്കിൽ അവിടെയുള്ള ഒരു നല്ല സഭയിൽ എവിടെയെങ്കിലും
ശുശ്രൂഷിക്കുന്നത് അവർക്ക് അനുഗ്രഹമായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് സന്തോഷമായിരുന്നു. അങ്ങനെ ഞാനൊരു ഞായറാഴ്ച അവർക്ക് കൊടുത്തിരുന്നു. ഞാൻ പോയത് കിംബർലി എന്ന സ്ഥലത്തുള്ള CRC ക്രിസ്ത്യൻ റിവൈവൽ സെൻറ്റേഴ്സിൽ ഒന്നിൽ വെച്ചായിരുന്നു. അവിടുത്തെ കർത്തൃദാസനെക്കുറിച്ച് തൻ്റെ അസോസിയേറ്റ് മിനിസ്റ്റർ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ വാചകം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു മനുഷ്യനായത്. ഞാൻ ഒന്ന് ഞെട്ടി. ഞാൻ രണ്ടാമത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? കാര്യം മലയാളിയായി എനിക്ക് എന്തോ ഒരു സംശയം പോലെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സഭയ്ക്കകത്ത് വെച്ച് 6 ശവശരീരങ്ങൾ ഉയർക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഞാൻ ആ വലിയ ദൈവമനുഷ്യൻ്റെ അടുക്കൽ ചെന്നു. ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഓഷ്യൻ, അതിനകത്ത് ഏറ്റവും മനോഹരമായി പണിതിരിക്കുന്ന ഒരു സഭാ കെട്ടിടം. ഞാൻ വലിയ ദൈവമനുഷ്യൻ്റെ അടുക്കൽ ചോദിച്ചു, അങ്ങേക്ക് ഈ ശുശ്രൂഷ എങ്ങനെ ലഭിച്ചു? അദ്ദേഹം പറഞ്ഞ ആശയം ഭയങ്കരമായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, താൻ അമേരിക്കയിൽ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയം ഡോക്ടർ ലെസ്റ്റർ സമറാൾ അവറുകളായിരുന്നു തനിക്ക് ക്ലാസ് എടുത്തതിൽ ഒരാൾ. ലെസ്റ്ററിൻ്റെ 82ാമത്തെ വയസ്സിലായിരുന്നു ഈ സംഭവം. ആക്ച്വലി ലെസ്റ്റർ സമറാൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പണിയപ്പെടുന്നത് പെൻറ്റക്കോസ്റ്റൽ ഫൗണ്ടിംഗ് ഫാദേഴ്സിൽ ഒരാളായ സ്മിത്ത് വിഗിൾസ്വർത്തിലൂടെയായിരുന്നു. അതെ, സ്മിത്ത് വിഗിൾസ്വർത്തിലൂടെ. ഓക്കെ, സ്മിത്ത് വിഗിൾസ്വർത്ത്, ലെസ്റ്റർ സമറാൾ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ സണ്ണാണ് ഇന്ന് അമേരിക്കയിൽ ഫ്ലറിഷ് ചെയ്യുന്ന റോഡ് പാസ്ലി. അതെ, ഓക്കെ, പ്ലീസ് കണ്ടിന്യൂ. ഈ 3 തലമുറകളെ കുറിച്ച് കേൾക്കാനും റോഡ് പാസ്ലിയെ കാണാനും കർത്താവ് എനിക്ക് പദവി തന്നു. ആമേൻ. ലെസ്റ്റർ സമറാളായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എഴുന്നേറ്റൊന്ന് ലെക്ചർ ചെയ്യാനുള്ള ആരോഗ്യമില്ലായിരുന്നു 82ാം വയസ്സിൽ. അതുകൊണ്ട് സംശയങ്ങൾക്ക് മറുപടി പറയുകയും അല്ലാത്ത സമയം പുസ്തകങ്ങൾ വായിക്കുവാൻ കുട്ടികളോട് ആവശ്യപ്പെട്ട ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് ആ കസേരയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുമായിരുന്നു പതിവ്. ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ചില ദിവസങ്ങളിൽ ശബ്ദമുയർത്തി ഒരൊറ്റ അനുഗ്രഹ പദം കുട്ടികൾക്ക് വേണ്ടി പറയും, ഗോഡ് ബ്ലസ് ദം. ഒരൊറ്റ ഷൗട്ടിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ആ ഷൗട്ടിങ് നടക്കുന്ന മാത്രയിൽ ക്ലാസ്സിലിരിക്കുന്ന 25 കുട്ടികളും കസേരകളിൽ നിന്ന് തെറിച്ച് തറയിൽ വീഴും. ഇന്ന് ആ 25 പേരും മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകം. തൻ്റെ കൂടെ പഠിച്ചവരും സഹപ്രവർത്തകരുമായ പലരെയും ഈ യാത്രയിൽ ഞാൻ ആ ഒറ്റ കോൺഫറൻസിൽ വെച്ച് കാണുവാൻ ദൈവം ഇടയാക്കി. ദൈവം അസാമാന്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. സ്നാനത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ മടങ്ങി വരാം. അതിനു മുന്നമേ ലെസ്റ്റർ സമറാളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കൂടെ പറയട്ടെ. ലെസ്റ്ററിൻ്റെ 80 വയസ്സ് പൂർത്തിയായ ശേഷം അദ്ദേഹം പൊതു മീറ്റിങ്ങുകളിൽ പരസ്യമായി പോകാറില്ലായിരുന്നു പോലും. അദ്ദേഹം രഹസ്യമായി ചെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു വരും. പക്ഷേ ലെസ്റ്റർ രഹസ്യമായി ഒരു മീറ്റിങ്ങിൽ കയറിയാലും അടുത്തിരിക്കുന്നവരും നടക്കുന്നവരുമായ പലർക്കും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകും. അതിനെ തുടർന്ന് ലെസ്റ്റർ സമറാൾ കോമ്പൗണ്ടിൽ ഉണ്ട് എന്നവർ പറയുകയും അദ്ദേഹത്തെ തിരക്കി കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അഭിഷേകം കൊണ്ടു നടന്ന ഒരു അഭിഷക്തൻ. അങ്ങനെ ഒരുത്തൻ്റെ കൂടി ഇരിക്കുന്നത് ഒരു പദവിയാണ് ബ്രദർ. എനിക്കത് ഒത്തിട്ടില്ല. എൻ്റെ കൂടെ അങ്ങനെ ഒരാളിനെ ഇരുത്താൻ ദൈവം എനിക്ക് കൃപ തരട്ടെ, അല്ലെങ്കിൽ തന്നോട് ചേർന്നിരിപ്പാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നാനത്തെക്കുറിച്ച് എൻ്റെ 12ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേല ആരംഭിച്ചതിനെ തുടർന്ന് ആ ചെറിയ തോതിൽ പലരും സ്നാനത്തിന് മുൻപോട്ട് വന്നെങ്കിലും ഞാനൊരു പൂർണ്ണസമയ സുവിശേഷകനല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭാവിഭാഗം എന്നെ ഒരു സുവിശേഷകനായി അംഗീകരിക്കാതിരുന്ന കാരണത്താൽ സ്നാനപ്പെടുത്തുന്നതിൽ ഞാൻ വിസമ്മതം കാണിച്ചിരുന്നു. അടുത്തുള്ള സഭകളിലേക്കോ പോകുന്ന ഇടങ്ങളിൽ പരിചയമുള്ള പാസ്റ്റർമാരുടെ അടുക്കലേക്കോ സ്നാനത്തിന് സമർപ്പിക്കപ്പെടുന്നവർക്ക് കത്ത് കൊടുത്ത് അയക്കുകയോ കൊണ്ട് പരിചയപ്പെടുത്തുകയായിരുന്നു ഞാൻ ചെയ്തു വന്നത്. ആയുസ്സിൽ ആദ്യമായി ഞാൻ സ്നാനപ്പെടുത്തുന്നത് 1984 ബാംഗ്ലൂർ സഭയിൽ വെച്ച് തന്നെയാണ്. ഗംഗാനഗറിലുണ്ടായിരുന്ന കൊച്ചു സഭാ ഹാളിൽ വെച്ചാണ്. 1984 ഏപ്രിൽ മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ നടന്ന സ്നാനത്തിൽ 17 പേർ ഒരുമിച്ച് സ്നാനപ്പെട്ടു. അതോടുകൂടെ മാസം തോറും സ്നാനം വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ജീവിതത്തിൽ ആദ്യത്തെ സ്നാനം 17 പേരെ സ്നാനപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ചു. കൂട്ടസ്നാനങ്ങൾ കണ്ടിട്ടുണ്ട്. 128 പേരെ വരെ ഒരു ദിവസം ഒരുമിച്ച് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു പാസ്റ്റർ? ബാംഗ്ലൂരിൽ തന്നെ അതേ സഭയിൽ തന്നെ. ലോകത്തിൽ യാത്ര ചെയ്ത എല്ലാ രാജ്യങ്ങളിൽ തന്നെയും എന്ന് പറയാം, ഇല്ലെങ്കിൽ ഒരു 30-ലധികം രാജ്യങ്ങളിലെങ്കിലും സ്നാന ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് ഇടയാക്കി. സ്നാനക്കുളങ്ങൾ ഉള്ള ഇടത്ത് ആ സ്നാനക്കുളങ്ങളിൽ സ്നാനപ്പെടുത്തി. അങ്ങനെ ഒരു അവസരം കിട്ടാത്ത ഇടത്ത് കുളങ്ങളിൽ സ്നാനപ്പെടുത്തി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കേരളത്തിലൊരു മീറ്റിങ്ങിന് വേണ്ടി വന്ന് മടങ്ങിപ്പോകുന്നതിന് മുന്നമേ കേരളത്തിൽ നിന്ന് ചില ആളുകൾക്ക് ആ മണിമലയാറ്റിൽ സ്നാനം കൊടുക്കേണ്ടതായി വന്നു. അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നേക്ക് വർഷങ്ങൾക്ക് പുറകിലല്ലേ, ഒരു ലോക്കൽ സഭാ ശുശ്രൂഷകൻ ഈ വ്യക്തികളെ സ്നാനപ്പെടുത്തിയാൽ അദ്ദേഹത്തെ തല്ലുമെന്ന പേടിയിൽ അദ്ദേഹത്തിന് സ്നാനപ്പെടുത്താൻ പ്രയാസമായിരുന്നതുകൊണ്ട് എം എ വർഗീസ് പോകുന്ന പോക്കിലൊന്ന് സ്നാനപ്പെടുത്തി പോകണമെന്ന് എന്നോട് പറഞ്ഞു. ബ്രദർ സുരേഷ് ബാബു, ഞാൻ ഇട്ടിരുന്ന പാൻറ്റും ഷർട്ടും അല്ലാതെ ഒരു സ്പെയർ ക്ലോത്ത് എനിക്ക് ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്.
ആറ്ററമ്പിൽ താമസിച്ചിരുന്നവരെ അമ്മച്ചിയുടെ കച്ചമുറി വാങ്ങി എൻ്റെ പാൻറ് മാറ്റിയിട്ട കച്ചമുറി ഉടുത്തുകൊണ്ട് മണിമലയാറ്റിൽ സ്നാനപ്പെടുത്തി. തുടർന്ന് എൻ്റെ ബനിയൻ ഉണങ്ങുന്നത് വരെ കാത്തിരുന്ന് ഞാൻ അവിടുന്ന് യാത്ര ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആമേൻ. കോളാർ എന്ന സ്ഥലത്ത് ഞങ്ങൾ പുതുതായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്കിലായിരുന്നു ആളുകളെ സ്നാനപ്പെടുത്തിയിരുന്നത്. ഒരിക്കൽ സ്നാനത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ കുളം തന്നെ ഏതാണ്ട് പൊട്ടിച്ചിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് കിട്ടിയ മുന്തിരിക്ക് വെള്ളമടിക്കാൻ ഉപയോഗിക്കുന്ന വലിപ്പമുള്ള ഒരു കിണർ കണ്ടു. നിലയില്ലാത്ത വെള്ളം ആ കിണറ്റിനകത്തുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് കൂടെ ഇറങ്ങുന്നവരാരെങ്കിലും കാല് തെറ്റി താഴെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന ഭയത്തോടെ സ്നാനപ്പെടുവാൻ വന്ന ഓരോരുത്തർക്കും സ്നാനപ്പെടുത്തുന്ന എനിക്കും അരയിൽ കയറ് കെട്ടി ഞങ്ങൾ ഒരുമിച്ച് അതിനകത്ത് ഇറങ്ങി. അതിനകത്ത് ഒരു 6 പേരെ സ്നാനപ്പെടുത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. 6 പേരെ സ്നാനപ്പെടുത്തപ്പോൾ ആ സ്ത്രീ കയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ കാല് നിശ്ചയമായിട്ടും അതിൽ അരിഞ്ഞാണത്തിൽ ചവിട്ടി ഇതിൽ തൂങ്ങി നിന്ന് ഈ വ്യക്തികളെ സ്നാനപ്പെടുത്തി അവരും തൂങ്ങി തന്നെ സ്നാനപ്പെട്ടു. കൃപയാൽ ഒരു അപകടമില്ലാതെ കർത്താവ് രക്ഷിച്ചു. ആമേൻ. പ്രതിഫലം നൽകുന്ന ദിവസം ഭയങ്കര അത്ഭുതമായിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് കോളാറിൽ സ്വന്തം കെട്ടിടമുണ്ട്, സ്വന്തം സ്നാനക്കുളമുണ്ട്. ദൈവം അവിടെ ഞങ്ങളെ മാനിച്ചു. പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ സ്നാനക്കുളങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ സമുദ്രത്തിൽ സ്നാനപ്പെടുത്തുന്നത് ഒരു പാറ്റേണായിരുന്നു. അങ്ങനെ ആകെ ഒരു 7 സമുദ്രങ്ങളിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. എനിക്ക് 60 വയസ്സ് തികഞ്ഞ ശേഷം ഒരിക്കൽ ഒരു സമുദ്രത്തിൽ സ്നാനപ്പെടുത്തവേ പതിവില്ലാതെ എൻ്റെ ബാലൻസ് തെറ്റുകയും എൻ്റെ ശരീരത്തിൻ്റെ ബാലൻസും പ്രായത്തിനൊത്തവണ്ണം വ്യത്യാസം വരും. ഒരു തിരയിൽ തെറിച്ചു പോവുകയും എൻ്റെ കയ്യിൽ സ്നാനപ്പെടുത്താൻ വേണ്ടി വന്നു നിന്ന വ്യക്തി ഒരു വശത്തോടെയും ഞാൻ വേറൊരു വശത്തോടെയും തെറിച്ചു. അതിനെ തുടർന്ന് ഇനി ഈ ആയുസ്സിൽ സമുദ്രത്തിൽ സ്നാനമില്ല എന്ന് ഞാൻ തീരുമാനിച്ചെങ്കിലും അടുത്ത അമേരിക്കൻ യാത്രയ്ക്കിടയിൽ യൂറോപ്പിലെ ലണ്ടനിലെ ഐൽ ഓഫ് വൈറ്റ് എന്ന സ്ഥലത്ത് ചെല്ലേണ്ടതായി വന്നു. ബാംഗ്ലൂർ സഭയിൽ നിന്ന് ഞങ്ങൾ തന്നെ ഓർഡിനേഷൻ കൊടുത്ത പാസ്റ്റർ ജോൺ അവിടെയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ജോണ് അവിടെ സ്നാനപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇംഗ്ലീഷ് ചാനലിലായിരിക്കും സ്നാനം, വേറെ എങ്ങുമില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ ജോൺ, ഞാൻ ഇനി കടലിൽ സ്നാനപ്പെടുത്തത്തില്ല എന്ന് തീരുമാനിച്ചിട്ട് 3-4 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ കടലിൽ സ്നാനപ്പെടുത്താൻ ഇല്ല, എനിക്ക് തിരമാലയെ അതിജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ സാഹചര്യം അത് അനുവദിച്ചില്ല. അവിടെയും സ്നാനപ്പെടുത്തേണ്ടതായി വന്നു. ജോൺ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ബ്രിട്ടീഷ് ചാനലിൽ സ്നാനപ്പെടുത്തുന്ന ആദ്യത്തെ മലയാളികൾ നമ്മളായിരിക്കും, നമുക്ക് ഇറങ്ങാം. ഞാൻ മറുപടി പറഞ്ഞു, ആയിരിക്കത്തില്ല ബ്രദർ, നാമോ നമ്മുടെ പിതാമഹന്മാരോ ജനിക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ ജോലി ചെയ്ത് കാണും. സ്നാനത്തിന് വേണ്ടി ജലാശയങ്ങളുടെ ഈ ഒരുക്കിയ കൂട്ടത്തിൽ ഒരുപക്ഷെ ബ്രിട്ടീഷ് ചാനലും ഒരുക്കി കാണാം, നമുക്കറിഞ്ഞുകൂടാ. രണ്ടായാലും ബ്രിട്ടീഷ് ചാനലിൽ സ്നാനപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്നൊരു ബ്രദർ ഫിലിപ്പിനെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ സ്നാനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ മഴ പെയ്തുകൊണ്ടിരുന്നു. ഉയർന്ന തിര ഉയരുന്നത് കൊണ്ട് സ്നാനപ്പെടുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് സ്നാനത്തിന് വന്ന വ്യക്തികളും സ്നാനം കൊടുക്കുവാൻ എളുപ്പമല്ലെന്ന് പറഞ്ഞ് ഞാനും പുറകോട്ട് മടങ്ങുമ്പോൾ ആ തീരത്തിൽ ഒരു റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനായ ബ്രദർ ഫിലിപ്പ് ഒരു വിശ്വാസിയാണ്, യൂറോപ്പുകാരനാണ്. അദ്ദേഹവും തൻ്റെ ഭാര്യയും കൂടെ എതിരെ വന്നു. എന്താ സ്നാനപ്പെടുത്താൻ വന്നിട്ട് നിങ്ങൾ സ്നാനപ്പെടുത്താതെ പോകുന്നതെന്ന് ചോദിച്ചു. തിരമാലയുടെ ഉയരം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റത്തില്ല, സ്നാനത്തിന് വന്നാൽ സ്നാനപ്പെടുത്തിയിരിക്കണം എന്ന് പറഞ്ഞ് ഫിലിപ്പ് ഞങ്ങളെ നിർബന്ധിച്ചു. അദ്ദേഹം വിശ്വാസിയായിരുന്നു. ഞാൻ ബ്രദർ ഫിലിപ്പിനോട് പറഞ്ഞു, ബ്രദർ ഫിലിപ്പ്, യു നോ ഐ എം 60, എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓ പാസ്റ്റർ, ഐ എം 74, എനിക്ക് 74 കഴിഞ്ഞു, വാ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ 2 പേരുടെ കയ്യിൽ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 പേരെ പിടിച്ചു, വലിച്ചു ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങൾ സ്നാനപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്, ഇതിനേക്കാൾ തിരമാല ഉയരുന്ന സാഹചര്യങ്ങളിൽ അരയിൽ വടം കെട്ടി കരയിൽ പിടിച്ചുകൊണ്ടാണ് സ്നാനം നടക്കുന്നത്. സ്നാനത്തിന് ഇതൊന്നും ഒരു പ്രതികൂലമല്ല. സ്നാനപ്പെടുവാൻ ഒരുവൻ തീരുമാനിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ്റെ കൽപ്പനയാണ് അവരതനുസരിച്ച്. ആമേൻ. ഫസ്റ്റ് ഒരു വലിയൊരു ഉണർവിൻ്റെ വാതുക്കലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പോയ ഉണർവിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും നെടുവീർപ്പിടത്തില്ല. വരാൻ പോകുന്ന ഉണർവിന് വേണ്ടി നമ്മൾ സമയം കളയത്തുമില്ല. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇതേ സെൻറ്റൻസ് ആവർത്തിക്കുകയുണ്ടായി. നമ്മൾ ഉണർവിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ്. എന്നാൽ അതേ സമയത്ത് ഉണർവിന് ശത്രുക്കളുണ്ട്. ദൈവപ്രവൃത്തിയെ തടയുന്നതായ പല ശത്രുക്കളുണ്ട്. അത് ഏതൊക്കെ രൂപത്തിലാണ് ഒരു ദൈവഭൃത്യനെ, ഒരു ദൈവസഭയെ ആക്രമിക്കുന്നത്?
എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ തിരുവചനാടിസ്ഥാനത്തിൽ നോക്കിയിട്ടും എനിക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഉണർവുകളിൽ പറ്റിയ പരാജയങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. വരുന്ന ഉണർവുകളിൽ അത് ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കടമയാണ്. ഉണർവുകൾ നിലനിൽക്കാതെ പോയതിൻ്റെ ഉണർവിൻ്റെ ശത്രുക്കളുടെ ഒന്നാം രംഗത്ത് നിൽക്കുന്നത് ജീവിത വിശുദ്ധി തകർന്നുപോയ വ്യക്തിത്വങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഒരുവനെ ദൈവകൃപയെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തെ ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നതോടെ വീണുപോയ ദൂതന്മാർ അല്ലെങ്കിൽ പൈശാചിക വ്യാപാരങ്ങൾ അവനെ ജഡമോഹത്തിലേക്കും കൺമോഹത്തിലേക്കും നയിക്കുകയും അതിൻ്റെ പുറകെ അവൻ ഒഴുകുകയും ചെയ്യും. ഒന്നോ രണ്ടോ ശുശ്രൂഷകന്മാർ വഴിതെറ്റി പണത്തിനും ധനത്തിനും മാനത്തിനും വേണ്ടി അവരുടെ ജീവിതം ഓടിച്ചു തുടങ്ങുന്നത് മറ്റനേകർക്ക് മാതൃകാദോഷമായി മാറുകയും ആ പാതയിൽ ആളുകൾ പോകുകയും ഉണർവ് നശിക്കുകയും ചെയ്യും. ഉണർവിൻ്റെ രണ്ടാമത്തെ ശത്രു ധനസമ്പത്തിനെ കുറിച്ചുള്ള താല്പര്യമാണ്. പേഴ്സണൽ അജണ്ടയുമായിട്ടാണ് അനേകർ ഇറങ്ങുന്നത്. ആത്മാക്കൾ നേടുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് 4 കാശുണ്ടാക്കണം എന്ന ചിന്തയിലേക്ക് ആളുകൾ വലിച്ചു താഴ്ത്തപ്പെടും. മൂന്നാമത്തേതൊന്ന് പ്രൗഡ് ഓഫ് ലൈഫ്, എങ്ങനെയെങ്കിലും ഒരു ഉയർന്ന മാനദണ്ഡത്തിലുള്ള ജീവിതം നയിക്കണം. ലളിത ജീവിതം നയിച്ചുകൊണ്ട്, വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പോയവരെയാണ് ദൈവത്തിന് സ്ഥിരമായി ഉപയോഗിപ്പാൻ കഴിഞ്ഞത്. അടുത്ത മേജർ ട്രബിൾ കഴിഞ്ഞ ഉണർവുകളിൽ കണ്ടതും ഇന്ന് നടക്കുന്നതും തിരുവചനത്തിൻ്റെ അടിസ്ഥാനം ഇല്ലാത്ത ആളുകൾ ഇറങ്ങും. ദൈവം ഒരുവനെ അഭിഷേകം ചെയ്താൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനം ഇല്ലാതെ വണ്ണം ലഭിച്ച അഭിഷേകത്തെ അവർ ഉപയോഗിച്ചു തുടങ്ങും. പിന്നത്തേതിൽ അത് ദുർവിനിയോഗമായി മാറും. അങ്ങനെ അടിസ്ഥാനമില്ലാത്തതിനാൽ ജനം കൂട്ടത്തോടെ ഒഴുകി നഷ്ടപ്പെടും. ഇവയാണ് ഉണർവിൻ്റെ പ്രധാന ശത്രുക്കൾ. മറ്റൊരുവൻ വളരുന്നത് കണ്ടുകൊണ്ട് അസൂയയോടെ വരുന്ന വ്യക്തികളും ഉണർവിൻ്റെ ശത്രുക്കളാണ്. അവനെ ഒന്ന് വളർന്നു, എനിക്കും വളരേണ്ടതിന് അവനെ തകർത്ത് അവൻ്റെ ജനത്തെ പിടിക്കണം എന്ന ചിന്ത ഇനിയൊരു കൂട്ടരിലേക്ക് വരും. ഏറ്റവും ഒരുമിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന ഭാവത്തോടെ നമ്മോട് അടുത്ത് നമ്മോട് ചേർന്ന് ശുശ്രൂഷിക്കുവാൻ ശ്രമിക്കുന്നതിൽ പലരും നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചോ നമ്മുടെ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തോ അതിൽ നിന്ന് അടിച്ച് ചിതറിച്ച് ചിലതിനെയെങ്കിലും കരസ്ഥമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും വരവ്. പത്രക്കാർ, മാധ്യമക്കാർ, നിരൂപകന്മാർ മുതലായി ഒരുപാട് വ്യക്തികളെ പിശാചിവർക്ക് സപ്പോർട്ടിനായി കൊടുക്കും. അങ്ങനെ ആ ജനം ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ പ്രവർത്തനം നടക്കും. സുരേഷ് ബാബു, ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷയെ തകർക്കണമെങ്കിൽ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ശുശ്രൂഷകനെക്കുറിച്ച് 100 അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കി, അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നേതാവ് പെശകനാണ് എന്നവരെ ബോധ്യപ്പെടുത്തി ജനത്തെ ചെതറിക്കാതെ സാധ്യമല്ല. അങ്ങനെ ചെതറുന്ന കൂട്ടത്തിൽ ഒരു ന്യൂനപക്ഷം ചെതറിച്ചവൻ്റെ കൂടെ കൂടും. വലിയ ഭാഗവും ദൈവത്തെ വിട്ട് എന്നേക്കുമായി അകന്നുപോകും. ആത്മലോകത്തിന് ഏറ്റവും നാശം വരുത്തുന്ന ഇവരുടെ കൂടെ കിട്ടിയ ചിലരുടെ മുതലെടുത്ത് അവരെ കൊണ്ട് ഉപജീവനം കഴിച്ച് അങ്ങനെ പോകുന്ന ഒരു പ്രവണതയാണ് ഞാൻ കാണുന്നത്. ഇവയൊക്കെയും ഉണർവിൻ്റെ ശത്രുക്കളാണ്. ഉണർവിൽ നിലനിൽക്കണമെങ്കിൽ സ്ഥിരമായ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, എന്നെ ദൈവം വിളിച്ച വേല എന്ത് എന്നറിഞ്ഞ് അതിനുവേണ്ടി നിൽക്കുക. 2, വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാതെ കർത്താവിൻ്റെ വേല എന്ന ഏക കാഴ്ചപ്പാടിൽ പോകുക. 3, ഏത് ത്യാഗവും ബുദ്ധിമുട്ടും സഹിപ്പാൻ തയ്യാറായി ഇറങ്ങി പ്രവർത്തിക്കുക. 4, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി തീരാതെ വണ്ണം ഞാൻ വിശ്രമിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുക. 5, അവരൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നവനല്ല ദൈവം, പകരം എൻ്റെ കയ്യിൽ ആത്മാക്കളെ തരുന്നവനാണ് ദൈവം എന്ന കാഴ്ചപ്പാടിൽ വരിക. ജീവിത വിശുദ്ധി പാലിക്കുക, വേദപുസ്തകത്തിൻ്റെ തത്വസംഹിതകൾ സൂക്ഷിക്കുക. ഉണർവിൻ്റെ വിത്ത് അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ തലമുറയിൽ ദൈവം കൈമാറുകയാണ്. ആരെ കിട്ടും എന്ന് തപ്പിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ കണ്ണ് ഈ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യവും സമർപ്പണവുമുള്ളവരെ തമ്പുരാൻ അന്വേഷിക്കുകയാണ്. നിശ്ചയം ദൈവം അവരെ ഉയർത്തിയിരിക്കും. ആമേൻ. കേരളം എന്ന് പറയുന്നത് ഒരു സാധാരണ സംസ്ഥാനം എന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന് ഒരു യെരുശലേം ഉള്ളതുപോലെയാണ് ഇന്ത്യക്ക് കേരളം എന്ന് പറയുന്നത്. പാസ്റ്റർക്ക്, കേരളത്തിൽ നിന്ന് ദൈവം പ്രയോജനപ്പെടുത്തിയതായ ശക്തന്മാരായ അപ്പോസ്തലന്മാർ ഈ ഒരു പ്രത്യേക ഉണർവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ റിവൈവലിന് വേണ്ടി ഉപയോഗിച്ചത് പാസ്റ്ററുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും സ്വാധീനിച്ചതായ ചിലരെ കുറിച്ച് പറയാമോ? ഞാൻ രക്ഷിക്കപ്പെടുന്നത് ദൈവവചനം മാത്രം വായിച്ചാണ്. മാർത്തോമാ സഭയിൽ ലഭിച്ചതായ കാൽപ്പം പഠിപ്പിക്കലുകൾ എനിക്കതിന് പ്രയോജനപ്പെട്ടു. ഞാൻ സ്നാനപ്പെടുന്ന സമയം വരെ എനിക്ക് ആത്മീയരെ പരിചയമില്ല, പെന്തക്കോസ്തുകാരെ പരിചയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ പരേതനായ പാസ്റ്റർ PM ഫിലിപ്പ് അവർകൾ IPCയിലെ അപ്പച്ചന്മാരിൽ ഒരുവനായിരുന്നു പാസ്റ്റർ PM ഫിലിപ്പ്. അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി. 12ാമത്തെ വയസ്സിൽ, 12 വയസ്സ് തികയുന്നതിന് മുന്നമേ അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തുമ്പോൾ സ്നാനത്തെ കുറിക്കുന്ന അനേക ചോദ്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയും തനിക്ക് തൃപ്തികരമായ മറുപടി കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം സ്നാനത്തിന് സമ്മതിക്കുകയും അങ്ങനെ ഒരു കൺവെൻഷൻ കഴിഞ്ഞു പോകുന്ന വഴിയിൽ എന്നെ സ്നാനപ്പെടുത്തിയ ശേഷം അദ്ദേഹം യാത്ര തുടരുകയുമായിരുന്നു. തുടർന്ന് പാസ്റ്റർ KE എബ്രഹാമിൻ്റെ പ്രസംഗങ്ങൾ എന്നെ അങ്ങേയറ്റം ചലിപ്പിച്ചു. തിരുവചനത്തിൻ്റെ പ്രവചന ഭാഗങ്ങൾ നിവർത്തീകരിക്കും
ക്രമീകരിക്കപ്പെടുന്നത് കാണുകയും അത് എടുത്തു കാണിക്കുകയുമായിരുന്നു തൻ്റെ പ്രസംഗങ്ങളുടെ പ്രധാന ഭാഗം. സിംഹഗർജനം പോലെ ശബ്ദമുയർത്തിയ ആ ദൈവദാസൻ എൻ്റെ മനസ്സിൽ ഇന്നും നിപ്പുണ്ട്. അതിനെ തുടർന്ന് ക്രിസ്തീയ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുകയും രോഗികളെ സൗഖ്യമാക്കുകയും പ്രസംഗ പാഠവത്വത്തിൻ്റെ മറ്റൊരു ഭാഗം പ്രകടിപ്പിക്കുകയും ചെയ്ത പി.വി. ആശാരി ഉപദേശി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഉത്തേജനം പകർന്നിട്ടുണ്ട്. അതിനപ്പുറത്തായിരുന്നു പാസ്റ്റർ വി.എ. തോമസ് മുതൽ അനേകർ. ഇന്ന് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തൃദാസന്മാരിൽ പലരും മലയാളികളായി എന്നെ ഉത്തേജിപ്പിച്ചവരാണ്. സിസ്റ്റർ മേരി കോവൂരിനെയും പാസ്റ്റർ കുരുവിള കോവൂരിനെയും മറക്കുവാൻ ഒക്കാതെ വണ്ണം അവർ വന്ന് ഞങ്ങളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിൽ പ്രയോജനപ്പെടുന്ന റെയ്സൺ തോമസ് ആകാം, ടിജോ പാസ്റ്റർ ആകാം, സുരേഷ് ബാബു ആകാം, നിങ്ങളെ ഒക്കെയും എൻ്റെ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയിൽ വിളിക്കുകയും അവർ സമയം തന്നതൊത്തത് ബാംഗ്ലൂരിൽ കൊണ്ടുപോവുകയും എനിക്ക് ഒരു ദൈവകൃപ പകർന്നു തന്ന ദൈവം മറ്റു കർത്തൃദാസന്മാരെ ഉപയോഗിച്ചതുപോലെ ഇവരെ ഉപയോഗിച്ച് എൻ്റെ അനന്തര തലമുറകൾക്ക് കാഴ്ചപ്പാടുകൾ കൊടുക്കുവാൻ ഞാൻ അവർക്ക് പൊതു സ്റ്റേജുകൾ ഒരുക്കുകയും ചെയ്യുന്നത് എൻ്റെ പതിവാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദൈവദാസന്മാർ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളികൾ സ്വാധീനിച്ചതുപോലെ വേറെ ആരും എന്നെ സ്വാധീനിച്ചിട്ടില്ല. കാര്യം ഞാനൊരു മലയാളിയായി പിറക്കുവാൻ ദൈവം കൃപ തന്നെങ്കിൽ മലയാളക്കരയിൽ അതിനുള്ള ആളുകളെ ഒരുക്കുവാനും ദൈവത്തിന് തിരിഹിതമായി. പക്ഷെ മലയാളിയിൽ കാണുന്നതായ ഒരു ദുഃഖകരമായൊരു സത്യമാണ് അപ്പൻ്റെ തലയിൽ ചവിട്ടുക. പക്ഷേ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ ഒരു മൽക്കിഷേദക്കുണ്ട്, ഒരു മോശയുണ്ടെങ്കിൽ ഒരു യിത്രോയുണ്ട്, ഒരു യോശുവയുണ്ടെങ്കിൽ ഒരു മോശയുണ്ട്, ഒരു തീത്തോസ് ഉണ്ടെങ്കിൽ ഒരു പൗലുസ്, ഒരു തിമത്യോസ് ഉണ്ടെങ്കിൽ ഒരു പൗലുസ്. പോരെങ്കിൽ എന്തിനു പറയുന്നു, കർത്താവ് യേശു ഉണ്ടെങ്കിൽ പോലും ഒരു യോഹന്നാൻ സ്നാപകനുണ്ട്. അതുകൊണ്ട് ഈ തലമുറ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കേണ്ടത് പിതാക്കന്മാരുടെ തലയിൽ ചവിട്ടുകയല്ല, അവിടെ തോളത്തിരുന്ന് പിതാക്കന്മാർ അതെ കണ്ണുനീരിലും വിയർപ്പിലും അധ്വാനിച്ചത് അതേ പാറ്റേണിലും പാഷനിലും തുടരുവാൻ തക്കണമെങ്കിൽ ഈ തലമുറ വളരെയധികമായി ശ്രദ്ധാലുക്കൾ ആകണം. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ തകർക്കുന്നവരല്ല, പിതാക്കന്മാർ ചെയ്തു വന്ന ശുശ്രൂഷയെ തുടരുവാൻ തക്കണം ഈ തലമുറ വളരെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ബ്രദർ സുരേഷ് ബാബു, വളർത്തിക്കൊണ്ടുവന്ന പലരുമാണ് തകർത്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ ഒരുത്തന് വേണ്ടിയിരുന്നത് സഭയുടെ പണമാണ്. അതിനുവേണ്ടി അവൻ സഭ രജിസ്റ്റർ വരെ അക്രൈസ്തവർക്ക് കൈമാറി. അങ്ങനെയാണ് എന്നെ ആദ്യമേ അറസ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരുത്തിന് വേണ്ടിയിരുന്നത് ആത്മാക്കളാണ്. അവൻ വ്യാജ പ്രസ്താവനകൾ എഴുതിയുണ്ടാക്കി. ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എത്ര പ്രാവശ്യം ചർച്ച്, എനിക്കറിയത്തില്ല ഈ ചോദ്യം ചോദിക്കാമെന്ന്, എത്ര പ്രാവശ്യം ചർച്ച് സ്പ്ലിറ്റിലൂടെ പോയിട്ടുണ്ടെന്ന് അറിയോ? കുറഞ്ഞാലും 5 പ്രാവശ്യമെങ്കിലും സ്പ്ലിറ്റിലൂടെ പോയിട്ടുണ്ട്. മേജർ സ്പ്ലിറ്റുകൾ 5 പ്രാവശ്യമെങ്കിലും ഉണ്ടായി. സോ ദാറ്റ് മീൻസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല, സ്വർഗത്തിലെ ദൈവമാണ് ബെഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് നട്ടത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നും 16,000 പേരുള്ളത്. അതെ, ഓരോ സ്പ്ലിറ്റ് നടക്കുമ്പോഴും അശുദ്ധന്മാരെ ദൈവം അകറ്റി നിർത്തുകയും പകരം വിശുദ്ധന്മാരെ ഉള്ളിൽ കൊണ്ടുവരികയും ചെയ്തു എന്നത് തീർത്തു പറയാം. കാരണം ഓരോ പ്രാവശ്യവും ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നു. ഞാൻ ഒന്നും കൂടെ ചേർക്കട്ടെ, യേശുവിനോടുകൂടെ നടന്നിരുന്നതിൽ ഒരുവൻ 12-ൽ 1 യേശുവിനെ ഒറ്റിപ്പോയ യൂദായ. എനിക്ക് തോന്നുന്നത് ഞാൻ വളർത്തിയവരും എൻ്റെ കൂടെ നിൽക്കുന്നവരും വിട്ടുപോയവരും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം എടുത്താൽ 12-ൽ 1 വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതിൽ കുറവേ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ദൈവം എന്നോട് കൃപ ചെയ്തു. ഏറ്റവും ഒടുവിലത്തെ സ്പ്ലിറ്റ് ആസോൺ ടുഡേ, നാളത്തേത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ന് വരെ ഉണ്ടാകാതിരിക്കട്ടെ യേശുവിൻ്റെ. കാരണം ഒരു സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അറുത്ത് മാറ്റുന്നതിനേക്കാൾ വളരെ വേദനാജനകമാണ്. പല പ്രാവശ്യം ഒരു ചില പ്രത്യേക ക്രൈസിസിലൂടെ കടന്നു പോകുന്നതായ സമയത്ത് ഏറ്റവും കൂടുതലായി വ്യക്തിപരമായി ഞാൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകല്ലേ, ഒരു ബലഹീനത വരല്ലേ, ഒരു സ്ട്രോക്ക് ഉണ്ടാകല്ലേ എന്നാണ്. കാരണം നിങ്ങളുടെ ശുശ്രൂഷയല്ല ഞങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശുശ്രൂഷയുള്ളൂ. സുരേഷ് ബാബു, ഒടുവിലത്തെ സ്പ്ലിറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് 7,000 അംഗങ്ങളായിരുന്നു. അതിൽ 3,000 പേർ വിട്ടുപോയി. ഏറ്റവും സ്നേഹിച്ചും വിശ്വസിച്ചും ആക്കിയ വ്യക്തി പറഞ്ഞത്, എനിക്ക് 2 ലക്ഷം രൂപ ലഭിച്ചു, അതുകൊണ്ട് കിട്ടിയ ആളുകളുമായി ഞാൻ പോകുകയാണ്. അങ്ങനെയൊക്കെ തുറന്ന് മുഖത്ത് നോക്കി പറഞ്ഞ്, കൈവെട്ടും കാലുവെട്ടും ഇന്നു കൊല്ലും എന്ന് പറഞ്ഞു ഒരു കൂട്ടർ, മുൻപോട്ട് ഇറങ്ങിയാൽ കുത്തിമലർത്തും എന്ന് പറഞ്ഞു വേറൊരു കൂട്ടർ, കോടതികളിൽ ഇനിയൊരു കൂട്ടർ എന്നിത്യാദി ഒരുമിച്ച് പോയി. പറ്റി നിന്ന പലരും, ഒട്ടി നിന്ന പലരും പണത്തിനു വേണ്ടി ഞങ്ങളെ വിറ്റുതിരിഞ്ഞു. ആളുകൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, സമൂഹങ്ങൾക്ക് വേണ്ടി വിട്ടുപിരിഞ്ഞു. ആകെ 3,000-ഓളം പേർ ഞങ്ങളെ വിട്ടുപോയി. 7,000 ആയിരുന്ന സഭ 4,000-ആയി കുറഞ്ഞു. പക്ഷേ ഒരു വർഷത്തിനകം ആ 4,000 പേരെ ദൈവം 8,000-ആക്കി മാറ്റി. ഒറ്റ വർഷത്തിനകം. ചില വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് 16,000-ആയി മാറി. പാസ്റ്റർ യശ്വന്ത്കുമാർ എന്ന കർത്തൃദാസൻ, ഞങ്ങൾ ബഹുമാനിക്കുന്ന ബാംഗ്ലൂരിൻ്റെ അപ്പസ്തോലൻ എന്ന് കരുതുന്നു, ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, കുറച്ചു പേർ വിട്ടുപോകുമെങ്കിൽ
അധികം പേർ ചേർന്ന് വരും. അവിശ്വസ്തന്മാർ മാറിപ്പോകുമെങ്കിൽ വിശ്വസ്തന്മാർ ചേർന്ന് വരും. പ്രയോജനമില്ലാത്തവരെ ദൈവം നീക്കിക്കൊണ്ട് പ്രയോജനമുള്ളതിനെ തിരിച്ചു കൊണ്ടുവരും. ഇതിനെ സ്പ്ലിറ്റ് എന്ന് വിളിക്കരുത്, ഇത് ശുദ്ധീകരണത്തിൻ്റെ ക്രിയയാണ്. അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ ഹൃദയത്തിനൊരു സമാധാനമായി. ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ വേണ്ട എന്ന് പലയളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷയ്ക്ക് വിളിച്ചവൻ അത് അനുവദിക്കാഞ്ഞതിനാൽ ഇന്നും തുടരുന്നു. ഇതൊരു അനുഗ്രഹമായി കാണുന്നു. പാസ്റ്റർ 67-ാമത്തെ വയസ്സിൽ പാസ്റ്റർ എം എ വർഗീസിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ബെസ്റ്റ് സീസണാണ് ഈ 2013 എന്ന് ഞാൻ പറയട്ടെ. ആയിരിക്കാം. ശരീരത്തിൻ്റെ ബാലൻസ് കുറഞ്ഞു തുടങ്ങുന്നു, ആരോഗ്യം കുറഞ്ഞു തുടങ്ങുന്നു, എനർജി ലെവൽ താഴോട്ട് പോകുന്നു, രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ കുറഞ്ഞു വരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും കുറയാത്ത ദൈവകൃപ കൂടെ ഉള്ളതിനാൽ ഈ സാഹചര്യങ്ങളുടെ മുകളിൽ ഉയരുവാൻ കർത്താവ് കൃപ തരുന്നു. ഒരു നല്ല സീസണായി തരക്കാക്കി ദൈവം ഇതിനെ തരട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവസാനത്തെ ചോദ്യം ഇതത്രേ, ഒരു ആത്മീയ ഉണർവിന് വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ളതായ ഈ യുവതലമുറ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഉപാധികളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭകളിൽ ചെയ്യേണ്ടത്? ഒന്ന്, ഒരു ലളിത ജീവിതത്തിന് തയ്യാറാകുക. ക്രിസ്തു ലളിത ജീവിതം നയിച്ചിരുന്നു. 2, ഒരു ത്യാഗജീവിതത്തിന് വേണ്ടി തയ്യാറാകുക. ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ത്യാഗജീവിതവും ലളിത ജീവിതവും നയിച്ചിരുന്നു. 3, തിരുവചനത്തിൻ്റെ ഗൗരവമേറിയ സത്യങ്ങളിൽ നിന്ന് മാറാതിരിക്കുക. നമ്മുടെ പിതാക്കന്മാരെ ദൈവമേൽപ്പിച്ച ആത്മീക കാഴ്ചപ്പാടുകളിൽ കുറവ് വരുത്തുവാൻ എങ്ങും ആരെയും അനുവദിക്കാതെ ഇരിക്കുക. ആ കാഴ്ചപ്പാടുകളിൽ തന്നെ മുന്നേറുക. ജീവിത വിശുദ്ധി സൂക്ഷിക്കുക. സുവിശേഷം എന്നതിൽ കവിഞ്ഞ് മറ്റ് യാതൊന്നും എൻ്റെ ലക്ഷ്യമല്ല എന്നൊരു ഉറപ്പിൽ നിൽക്കുക. മാന്യമായ ഒരു കുടുംബജീവിതം, ഉറപ്പുള്ള ഒരു സഭാജീവിതം ഇവ കെട്ടിപ്പടുക്കുക. ഒറ്റ മിഷ്യനല്ല കർത്താവിൻ്റെ വേല. ഒരു സമൂഹത്തെയും ഒരുമിച്ച് നിർത്തുകയാണെങ്കിൽ പരസ്പര ബന്ധങ്ങൾ സൂക്ഷിക്കുക. വിശ്വാസത്തിൽ യോജിക്കുവാൻ കഴിയാത്തവനുമായി ഒരിക്കലും അടുക്കുവാൻ ശ്രമിക്കരുത്. വിശ്വാസത്തിൽ യോജിക്കുവാൻ കഴിയുന്നവരുമായി അകലുവാൻ ഇടയാകരുത്. ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്നവർ ഒരുമിച്ച് നിന്നേ മതിയാകും. ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവിക വേർപാട് സൂക്ഷിക്കുക. കർത്താവ് പറഞ്ഞ ചില വാചകങ്ങൾ വേർപാട് എന്നതിനെ കുറിച്ച് എന്താണ് അർത്ഥം? വേർപാട് എന്നതിനെ കുറിച്ച് 1, വിശ്വാസത്തിന്റെ വേർപാട്. തിരുവചനത്തിന്റെ വിശ്വാസം അനുഷ്ഠിക്കാത്ത ആരുമായി എനിക്ക് ബന്ധമില്ല. കൈ കൊടുക്കത്തില്ലെന്നല്ല, ചിരിച്ചു കാണിക്കത്തില്ലെന്നവർക്ക് ചായ കൊടുക്കത്തില്ലെന്നല്ല, പക്ഷേ അവരെ പള്ളികളിൽ പോയി പ്രസംഗിക്കത്തില്ല എന്നുമല്ല. അല്ല, അവിടെ പോയി നമുക്ക് സുവിശേഷം ചെയ്യാം, പക്ഷേ അവരുടെ സുവിശേഷം ഞാൻ അംഗീകരിക്കുകയില്ല. അവരുടെ ഉപദേശത്തിന്റെ താഴ്ചയിലേക്ക് ഞാൻ താഴുകയില്ല. എന്റെ മാനദണ്ഡ ഉയർച്ചയിലേക്ക് അവരെ കയറി വരുവാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. 2, എക്സ്റ്റേണൽ സെപ്പറേഷൻ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഭക്തന്മാർ കഴിഞ്ഞ തലമുറകളിൽ എക്സ്റ്റേണൽ സെപ്പറേഷനിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് ആഭരണം ഉൾപ്പെടെ. കാരണം ഇതൊരു മലയാളി കൾച്ചറാണെന്നും ഞാൻ കേട്ടു. പലരും എന്നോട് പറഞ്ഞു പാസ്റ്റർ എം എ വർഗീസ് മാറി. എം എ വർഗീസ് മാറിയില്ല. എം എ വർഗീസിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ അങ്ങനെ നിൽക്കാൻ കർത്താവ് കൃപ തരുന്നു. മാറിയ ലോകത്തിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് എന്തുകൊണ്ട് എന്നറിയാതെ മറ്റുള്ളവരെ അനുകരിച്ച്, അനുകരണമാണല്ലോ മനുഷ്യൻ്റെ ജീവിതം. എൻ്റെ ഉടുപ്പിന് കോളർ വെച്ചിരിക്കുന്നത് ആരെയും അനുഗമിച്ചതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇതിന് കോളർ കാണുകയല്ലോ. ഷർട്ടിൻ്റെ ബട്ടൺ ഫ്രണ്ടിൽ വന്നത് അനുകരണമല്ലേ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയേനെയല്ലോ. അനുകരണമാണ് ഒരു മനുഷ്യനെ. എ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്നൊരു അനുകരണമാണ്. അല്ലെങ്കിൽ ഞാൻ എ എഴുതിയാൽ വേറൊരുത്തൻ ബി എന്ന് വായിക്കും. അനുകരണം നല്ലതാ, വ്യർത്ഥമായ അനുകരണം പാടില്ല. നല്ല അനുകരണങ്ങൾ ഞാൻ എടുത്തതുകൊണ്ട് എൻ്റെ പിതാക്കന്മാരിൽ നിന്നും പലതും പകർത്തി. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നമേ, ചില വർഷങ്ങൾക്കകം ഞാനിങ്ങനെ കേട്ടു, ഇത്തരം കാണുന്ന എക്സ്റ്റേണൽ സെപ്പറേഷൻസ് മലയാളികൾ കണ്ടുപിടിച്ച എന്തോ മണ്ടത്തരമാണെന്ന്. അതിനെ തുടർന്ന് ഒരു അന്വേഷണം ആവശ്യമായി വന്നപ്പോഴാണ് ഉണർവ് ഈ ഭൂമിയിൽ ഉണ്ടായ ഏത് കാലഘട്ടത്തിലും മലയാളക്കരയിൽ ഉണർവ് എത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പ്യൂരിറ്റൻ മൂവ്മെൻറ്റ്സ് ആരംഭിക്കുമ്പോൾ, ഹോളിനെസ് മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ, സാൽവേഷൻ ആർമിയുടെ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ, ക്വൈക്കേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ, പെന്തക്കോസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ, ആംഗ്ലിക്കൻ ചർച്ചസിൻ്റെ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ, മെതഡിസ്റ്റ് സഭയുടെ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ, ഏതൊരു ഉണർവിൻ്റെ മുമ്പിലും എക്സ്റ്റേണൽ സെപ്പറേഷൻ നിർബന്ധമായി ദൈവം കൊടുത്തിരുന്നുവെന്നും പുരാതന ഭക്തന്മാർ അത് ആചരിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ നിന്ന് കണ്ടത്. ഇത് മലയാളി തുടങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ വിവരമില്ലാത്ത ഏതോ മലയാളികളെ വിഡ്ഢികളിപ്പിക്കുവാൻ ചില വിവരമുള്ള മലയാളികൾക്ക് കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഈ പ്രസ്താവനകൾക്ക് അർത്ഥമില്ല. കഴിവുള്ളിടത്തോളം സെപ്പറേഷൻ ദൈവസന്നിധിയിൽ നല്ലതാണ്. ആഭരണങ്ങളെക്കുറിച്ച് ഇന്ന് തുടരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
എനിക്ക് എൻ്റെ അകത്ത് ചില ചോദ്യങ്ങൾ. എന്നാലും ആഭരണം മാറ്റുന്നത് ആണ് നല്ലതെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നത്. ആത്മീക വളർച്ചയിൽ നന്നായിരിക്കും എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കും. ചിലപ്പോൾ 24 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതായിരിക്കാം, നുണ പറയുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഹാനികരമായ പലത് മാറ്റുന്ന കൂട്ടത്തിൽ ആഭരണമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ തടസ്സമെങ്കിൽ അത് നിശ്ചയമായി മാറിയിരിക്കണമെന്നല്ലേ നമ്മൾ പറയേണ്ടത്? അത് നിശ്ചയമായി ഭരിക്കുന്നത് എന്താണോ അതല്ലേ ആഭരണം. അതിൽ സ്വർണവും ഉൾപ്പെട്ടിട്ടില്ല പാസ്റ്റർ? സ്വർണം, വെള്ളി, കക്ക, കുപ്പിവള ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഓക്കെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇല്ലാതെ സൃഷ്ടിച്ചു. ദൈവം തന്നെ വസ്ത്രം ഉണ്ടാക്കി മനുഷ്യനെ ധരിപ്പിച്ചു. ആഭരണം ഇല്ലാതിരിക്കുന്ന മനുഷ്യനെ നോക്കി നല്ലത് എന്ന് ദൈവം കണ്ടു. ഒരു സഭാപിതാവ് ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. നല്ലതെന്ന് ദൈവം കണ്ടതിനെ, അല്ല ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി ഇരുന്നേനെമെന്ന് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം താങ്കൾ ആരപ്പ? താങ്കൾ സൃഷ്ടാവോ അതോ സഹസൃഷ്ടാവോ? ദൈവത്തേക്കാൾ വലിയവനോ ദൈവത്തേക്കാൾ താണവനോ? ഈ ചോദ്യം എൻ്റെ അകത്തും മുഴങ്ങുന്നുണ്ട്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുസഭയാകുന്ന കന്യക ശുഭ്രവസ്ത്രധാരിയായി തിരുസന്നിധിയിൽ വന്ന് നിൽക്കുന്നതായി ഞാൻ കാണുന്നു. അവൾക്കൊരാഭരണം ഞാൻ ബൈബിളിൽ കാണുന്നില്ല. എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു കൊച്ചു വിഷയം ഞാൻ അവതരിപ്പിക്കുക, മണ്ടത്തരമെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൻ്റെ തത്വമായിരിക്കും. അതേസമയം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അന്തിക്രിസ്തുവിൻ്റെ മണവാട്ടിയായ മഹാവേശ്യ എല്ലാവിധ രത്നങ്ങളും ധരിച്ചവരായി നിൽക്കുന്നു. ക്രിസ്തീയ വിവാഹങ്ങൾ നടത്തുവാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ വിവാഹത്തിൻ്റെ മാതൃക കാണിക്കണമോ അന്തിക്രിസ്തുവിൻ്റെ വിവാഹത്തിൻ്റെ മാതൃക കാണിക്കണമോ? അന്തിക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാർ ആ ജോലി ചെയ്യുമ്പോൾ ക്രിസ്തു ശുശ്രൂഷകൻ ഈ ജോലി ചെയ്യട്ടെ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. വേർപാട്, അശുദ്ധനോട് വേർപെടുക. മറക്കരുത്, യേശുവിനെ കുരിശിക്കുന്ന സമയം യേശു ആ കുരിശിച്ച പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ യൂദയെ നോക്കിക്കൊണ്ട് നീ ജനിക്കാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. യൂദയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചിട്ടില്ല. സഭയിൽ ഇടർച്ച വരുത്തുന്നവന് 2 ചാൻസ് ഉപരി കൊടുക്കാതെ അവനെ എന്നേക്കും പുറന്തള്ളുക എന്ന് യേശു കൽപ്പിച്ച പ്രമാണമാണ്. കണ്ടവരോടൊക്കെ ക്ഷമിക്കുക എന്ന് ഇന്നത്തെ സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ വലുതായി ഞാൻ അംഗീകരിക്കുന്നത്. കാര്യം ഇത്തരക്കാരുടെ ആ ദൈവത്വത്തെക്കാൾ യേശുവിൻ്റെ ദൈവത്വത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. ആകയാൽ യോജിച്ചു പോകാവുന്ന വിശ്വാസം, യോജിച്ചു പോകാവുന്ന ജീവിതശൈലി, യോജിച്ചു പോകാവുന്ന കാഴ്ചപ്പാടുകൾ എന്നിവയിൽ ഉള്ളവരോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ഏകത്വം സൂക്ഷിച്ചുകൊണ്ട് യോജിച്ചു പോകുവാൻ കഴിയാത്തതിനോട് അകന്നു നിൽക്കുക എന്നതിനെയാണ് വേർപാട് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അത് വിശ്വാസത്തിൽ, കാഴ്ചപ്പാടിൽ, ഉടുപ്പിൽ, നടപ്പിൽ, ജീവിതത്തിൽ, സംസാരത്തിൽ, ഭാഷാശൈലിയിൽ സകലതിലും ബാധകമാണ്. ഇത് സുരേഷ് ബാബു ഖണ്ഡന പ്രസംഗങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഒരു കാലഘട്ടത്തിൽ സഭയിൽ ഒരു ഹരമായി മാറി. പക്ഷേ ആ പ്രസംഗങ്ങളുടെ ഫലമായി നിർമ്മിക്കപ്പെട്ട പലരും ഇന്ന് ആത്മീക ഗുണ്ടകളായി നടക്കുന്നു. അവരെ പറഞ്ഞു ഒതുക്കാൻ നിവൃത്തിയില്ല. ആർക്കും കീഴ്പ്പെടാത്ത ഒരു അരഗൻ്റെ നേച്ചറിലേക്ക് അവർ മാറി. സ്നേഹത്തെക്കുറിച്ച് പറയുവാനും ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും നമുക്ക് തയ്യാറാകുവാൻ കഴിയുമോ? ഒരു കൂട്ടം ആത്മീയരെ രംഗത്ത് കൊണ്ടുവരുവാൻ ഇനിയും നമുക്ക് കഴിയും. അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. പവർഫുൾ, അമേസിങ്. സോ ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ആത്മീയ ഉണർവെന്ന് പറയുന്നത്. സ്മിത്ത് വിഗിൽസ്വർത്ത് തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് പ്രവചിച്ചതായ പ്രവചനത്തിലേക്ക് നമ്മൾ അടുക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അത് പാസ്റ്റർ ബെന്നിഹിൻ ആവർത്തിക്കുകയുണ്ടായി. ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെയും അതുപോലെ ഓറൽ റോബർട്ട്സിൻ്റെയും ജീവിതത്തോട് അനുബന്ധിച്ച്. സോ അന്ത്യകാലത്തെ സഭയെക്കുറിച്ച് പാസ്റ്ററുടെ കാഴ്ചപ്പാടെന്തുവാ? 2005 സെപ്റ്റംബർ മാസത്തിൽ ബെന്നിഹിൻ ഈ പ്രസ്താവന നടത്തുന്ന കൺവെൻഷനിൽ കൃപയാൽ ഞാനും അറ്റൻഡ് ചെയ്തിരുന്നു. ഓറൽ റോബർട്ട്സ് ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ബില്ലി ഗ്രഹാം ആ മീറ്റിങ്ങിൽ ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ദൈവവചനവും അത്ഭുതങ്ങളുടെ ശുശ്രൂഷയും അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും കൈയോട് കൈ ചേർന്ന് ഒരുമിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഉണർവ് വ്യാപരിക്കുകയുള്ളൂ എന്ന് സ്മിത്ത് വിഗിൽസ്വർത്ത് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ ശ്രമിച്ചു. ആത്മീയർ ആയവരിൽ ഒരു വിഭാഗം ആളുകൾ ആഴമായ തിരുവചന പഠനത്തിൽ പോകുന്നവരാണ്. അവർ കൃപാവരങ്ങളെ ഒരളവിലെങ്കിലും എതിർക്കുന്നു. കൃപാവരങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. വേറൊരു വിഭാഗം ആത്മീയർ കൃപാവരങ്ങളിൽ മാത്രം നിൽക്കുന്നു. അവർ തിരുവചന ഉപദേശങ്ങളെക്കുറിച്ച് അധികം ബോധവാന്മാരല്ല. ബൈബിളിൻ്റെ അകത്തെ പഠിപ്പിക്കലുകൾ എന്ത് എന്നവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. ഇവർ രണ്ടുപേരും ശുശ്രൂഷ ചെയ്യുന്നു, പുരോഗമിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ദൈവസഭ വളരുന്നില്ല.
ഇതിൻ്റെ കാരണം ഇത് രണ്ടായി പോകുന്നത് തന്നെയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊരു ചിന്ത എനിക്കുണ്ടായത്. കാലത്തിൻ്റെ പോക്കിൽ അങ്ങേപ്പോലുള്ള അനേകർ ഇവർ രണ്ട് ഭാഗവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് താരതമ്യം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. അതിനെ തുടർന്ന് സഭയ്ക്കുണ്ടാകുന്ന വ്യത്യാസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സഭാ വളർച്ചയുടെ പിമ്പിൽ ഇവ ഒരുമിച്ച് കൊണ്ടുപോയേ മതിയാകൂ. മറക്കരുത്, 3 കാലുള്ള ഒരു തൂണ് പോലെ ജീവിത വിശുദ്ധിയും കാഴ്ചപ്പാടും ഇതിൻ്റെ 3-ാം കാലാണെന്ന് മറക്കരുത്. ഇവ ഒരുമിച്ച് കൊണ്ടുപോകുമോ ഭാരതത്തെ ദൈവം നമുക്ക് തിരികെ തരും. പാസ്റ്റർ 12ാമത്തെ വയസ്സിൽ കേരളം എക്കാലത്തും കണ്ട അതികായരായ ശക്തനായ ദൈവത്തിൻ്റെ ദാസനായ പാസ്റ്റർ പി എ ഫിലിപ്പിൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ക്രിസ്തുവിനെ താൻ ഉയർത്തി പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്രൂശീകരണം പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് വളരെ കണ്ണുനീരോടെ ആ ദൈവദാസൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു വന്നു. അതുപോലെ ഒരു ദൈവദാസൻ ഇന്ന് കേരളത്തിൽ ഇല്ല. അപ്പോൾ IPC ചർച്ചിൻ്റെ ഏറ്റവും ഫോർഫ്രണ്ടിൽ നിന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ സ്നാനപ്പെടുത്തി. മാത്രമല്ല, പിന്നെ കഴിഞ്ഞ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ പറഞ്ഞത് ആദ്യത്തെ വിദേശയാത്ര ന്യൂയോർക്കിലെ IPC ചർച്ച് അതിൻ്റെ ഫണ്ട് ടോട്ടലി ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി പ്രയോജനപ്പെടുത്തി. അപ്പോൾ പാസ്റ്റർ അസംബ്ലീസ് കോഡിൻ്റെ ഒരു ഓർഡിനൻ മിനിസ്റ്ററായിട്ട് 30 വർഷങ്ങൾ അധികമായി നിൽക്കുമ്പോൾ തന്നെ എല്ലാ ചർച്ചസുമായിട്ട് പാസ്റ്ററിന് ബന്ധമുണ്ട്. കാരണം ദൈവം ഒരു സംഘടനയിൽ ഒതുങ്ങാത്തതുപോലെ പാസ്റ്റർ എം എ വർഗീസ് ഒരു സംഘടനയിൽ ഒതുങ്ങാതെ ശുശ്രൂഷിക്കുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് എന്നെ സ്നാനപ്പെടുത്തിയത് പാസ്റ്റർ പി എം ഫിലിപ്പാണ്. അതെ, IPCയുടെ അതിശ്രേഷ്ഠൻ. ഞങ്ങൾ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നു. അദ്ദേഹം എൻ്റെ ആത്മീക പിതാക്കന്മാരിൽ ഒരാളാണ്. അതേ സമയത്ത് തന്നെ ഷാരോൺ പെന്തക്കോസ്റ്റൽ സഭാ വിഭാഗമാണ് ആദ്യമായി ഞങ്ങളുടെ സ്ഥലത്ത് സഭ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഗ്രാമത്തിലുണ്ടായ ആദ്യത്തെ പെന്തക്കോസ് സഭയായ ഷാരോൺ പെന്തക്കോസ് സഭയിലായിരുന്നു എനിക്ക് അംഗത്വമുള്ളത്. അവർക്ക് വേണ്ടിയാണ് പി എം ഫിലിപ്പ് സാറ് എന്നെ സ്നാനപ്പെടുത്തുന്നത്. സഭകൾ തമ്മിൽ ഒരു സഹകരണം അന്ന് ഞാൻ കണ്ടിരുന്നു. ഷാരോൻ്റെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് പല വർഷങ്ങൾ കൃപ തന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. പല ആവർത്തി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പല വിഭാഗങ്ങളുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. IPCയുടെ ജനറൽ യൂത്ത് ക്യാമ്പിൽ കുമ്പനാട് പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. കുമ്പനാട് എന്നെ നിരൂപിക്കുന്നവരുടെ കൂട്ടത്തിലും എല്ലാ സഭയിലുള്ള ആളുകളുമുണ്ട്. ഞാൻ എൻ്റെ ശുശ്രൂഷയെ അംഗീകരിക്കുന്ന കൂട്ടത്തിലും എല്ലാ സഭയിലുമുള്ള ആളുകളുണ്ട്. പിശാച് എല്ലാവർക്കും കോമണാണ്, ദൈവം എല്ലാവർക്കും കോമണാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് സഭാവ്യത്യാസമില്ല, എനിക്കും അതില്ല. എന്നാൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാവിഭാഗത്തോട് എനിക്ക് നിശ്ചയമായും കൂറുണ്ട്. ഡോക്ടർ TC ജോർജ് സാർ അവർ പണ്ട് പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മൾ അസംബ്ലീസ് ഓഫ് ഗോഡിനെ ആരാധിക്കുന്നില്ല എങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡിനോട് നമ്മൾക്ക് കൂറുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതെ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ വിഭാഗത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പൊതു ചുമതലകളിൽ ഞാൻ വന്നിട്ടില്ല. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച സഭാ ശുശ്രൂഷ, ദൈവം എന്നെ ഏൽപ്പിച്ച സഞ്ചാര സുവിശേഷം, ഇതിനപ്പുറത്ത് ഇനി ഞാനൊരു ചുമതല ഏറ്റെടുത്താൽ അത് ചെയ്യുവാനുള്ള കഴിവും സമയവും എനിക്കില്ല. എൻ്റെ വിളി അതല്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നുവരെയും ഒരുമ്പെടാഞ്ഞത്. നാളെയും അതിനൊരുമ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ചോദിക്കാൻ തുടങ്ങാണ്. കാരണം ഒരു ഓർഡിനേഷൻ കിട്ടി ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും നാച്ചുറലി വരുന്ന ഒരു ടെൻഡൻസി അടുത്ത പ്രസ്ബിറ്റർ ആകണം, മേഖലാ ഡയറക്ടർ ആകണം എന്ന് അസംബ്ലീസ് ഗോഡിൽ പലരും ഇങ്ങനെ ശുശ്രൂഷകന്മാരിങ്ങനെ ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ആ ലീഡർഷിപ്പിലേക്ക് പോകാത്തത് ഒരു കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അത് എൻ്റെ വിളി അതല്ല. എൻ്റെ വിളി എന്തോ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ വിളി ഒരു അപ്പസ്തോലിക് വിളിയാണെങ്കിൽ പുതിയ സഭകൾ രൂപീകരിപ്പാൻ ദൈവം ഇടയാക്കുന്നു. എൻ്റെ വിളി ഒരു പാസ്റ്ററൽ മിനിസ്ട്രി ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്തിൻ്റെ സഭയുടെ പാസ്റ്ററായിരിക്കാനും അവിടെ വരെ അതിനെ വളർത്തുവാനും ദൈവം എനിക്ക് കൃപ തരുന്നു. വ്യത്യസ്ത ഭാഷകളിലേക്ക് അത് കൊണ്ടുപോകുവാൻ ദൈവം കൃപ തരുന്നു. എൻ്റെ വിളി ഒരു സുവിശേഷകൻ്റെ വിളിയാകയാൽ ലോകത്തിൽ പലയിടത്തും ദൈവം അയക്കുന്നിടത്ത് സുവിശേഷം പറഞ്ഞ് പുതിയ ആളുകളെ കൊണ്ടുവരാൻ ഇടയാക്കുന്നു. എൻ്റെ വിളി ഒരു ലീഡർഷിപ്പിന് വേണ്ടിയുള്ള, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പിന് വേണ്ടിയുള്ള ഒരു വിളി അല്ല എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇതുവരെ അങ്ങോട്ട് ചിന്തിക്കുവാൻ തുനിയാത്തത്. ഞാൻ വളരെ സൂക്ഷിച്ചടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. സപ്പോസ് കേരളത്തിനകത്താണ് പാസ്റ്റർ എം എ വർഗീസ് ശുശ്രൂഷിച്ച് ആയിരുന്നുവെങ്കിൽ, ബാംഗ്ലൂരല്ലാതെ കോട്ടയത്തോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്രത്തോളം വളരും
എന്ന് തോന്നുന്നുണ്ടോ പാസ്റ്റർ? അതിൻ്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ തമ്പുരാൻ എന്നെ നേരത്തെ പറിച്ച് വെളിയിൽ പാഞ്ഞത്. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കട്ടെ, കർത്താവേ കേരളത്തിന് പുറത്ത് എന്നെയും കൊണ്ടുപോട്ടെ എന്ന്. പക്ഷേ സുരേഷ് ബാബു, അതുകൊണ്ട് കേരളം മറക്കരുത്. No. കേരളം വിട്ടുപോയ പലരും മലയാളം പോലും മറന്നുപോയി എന്ന് സ്വയം പറയുമ്പോൾ, Yes. ഞാൻ മലയാളിയായി ജനിച്ചു. ഞാൻ സാധാരണ പറയാറുണ്ട്, എനിക്ക് മലയാളികളെ വലിയ ഇഷ്ടമാണ്. കാര്യം എൻ്റെ അപ്പൻ മലയാളിയാണ്, എൻ്റെ അമ്മ മലയാളിയാണ്, എൻ്റെ ഭാര്യ മലയാളിയാണ്, എൻ്റെ മക്കളും മലയാളികളാണ്. ഞാൻ മലയാളിയാണ്, എനിക്ക് മലയാളികളെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചിവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. യെസ്, ഓഫ് കോഴ്സ്, നിശ്ചയമായി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു സെർട്ടൻ ലെവലിനപ്പുറത്തേക്ക് ദൈവദാസന്മാരും അതോടൊപ്പം ദൈവസഭയും എന്തുകൊണ്ട് കേരളത്തിൽ വളരുന്നില്ല? കേരളത്തിലെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതിനൊരു മറുപടി കണ്ടുപിടിക്കണം. വളർന്നേ മതിയാകൂ ബ്രദർ, വളർന്നേ മതിയാകൂ. അതൊരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ താഴേക്ക് പോകുമ്പോൾ കളിയിക്കാവളിക്കപ്പുറത്ത് തമിഴ്നാട്ട് ദൈവദാസന്മാർ വളരുന്നു, ദൈവസഭ വളരുന്നു. ഓഫ് കോഴ്സ് കർണാടകയിൽ, ആന്ധ്രയിൽ, ഗുജറാത്തിൽ, പഞ്ചാബിൽ എല്ലാ സ്ഥലങ്ങളിലും ദൈവദാസന്മാർ വളരുന്നു. ദൈവദാസന്മാർ വളരുന്നത് കൊണ്ടാണ് ദൈവസഭയും വളരുന്നത്. പാസ്റ്റർ എം എ വർഗീസ് എന്ന ഒരു വ്യക്തി വളർന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷ വളർന്നത്. പാസ്റ്റർ, ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗം മാത്രമല്ല പാസ്റ്റർ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് പറയാമോ? പുസ്തകങ്ങൾ പലതും ഞാൻ എഴുതിയിട്ടുണ്ട്. മാസികകൾക്ക് വേണ്ടി ലേഖനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ വന്ന ലേഖനങ്ങളുടെ ആകത്തുക ഒരുമിച്ച് ചേർക്കുകയായിരുന്നു ആദ്യമേ പുസ്തകങ്ങൾക്ക് കണ്ട ഒരു മെത്തേഡ്. അതിനപ്പുറത്ത് അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പലയിടങ്ങളിൽ ക്ലാസ് എടുത്തു. ശക്തമായി പിശാച് അതിനെ എതിർത്തു. ഒരുപാട് വ്യക്തികൾ അതിനെ എതിർത്തു നിന്നു. പക്ഷേ പേര് പറയരുത് എന്ന് എന്നോട് ആവശ്യപ്പെട്ട ഒരു വലിയ 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 ദൈവമനുഷ്യൻ ഒരു ദിവസം എന്നെ പേഴ്സണലി വിളിച്ചേച്ച് പറഞ്ഞു, അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ളതിൻ്റെ പ്രസംഗം ഞാൻ പലയിടത്ത് കേട്ടു, അത് റെക്കോർഡ് ചെയ്ത് കൊണ്ട് ഞാൻ കേട്ടു. എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. സ്തോത്രം. വർഗീസ്, ഈ വിഷയം ഒരു പുസ്തകമാക്കി എഴുതണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാം എന്നുള്ള കണക്കുകൂട്ടലിൽ ഞാനതൊരു പുസ്തകമാക്കി കൊണ്ടുവന്നു. പക്ഷേ ആ പുസ്തകത്തിനകത്ത് എൻ്റെ ബേസ് മെറ്റീരിയൽ ഡെറിക് പ്രിൻസിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ തന്നെ തിരുവചന വെളിച്ചത്തിൽ ഞാൻ അവലോകനം ചെയ്തതാണ്. അവതാരിക എഴുതുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ആവശ്യം പോലെ വഴക്ക് വേറെ ഉണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൂടെ വരുത്തി വെക്കണ്ട, അതുകൊണ്ട് ഞാൻ എൻ്റെ ചുമടെടുക്കട്ടെ, ഇതിന് അവതാരിക വേണ്ട, ഈ വിവരം ജനം അറിയണം, അതുകൊണ്ട് അനേകർ വിടിവിക്കപ്പെടണം. ഒന്നാമത്തെ പുസ്തകം അതായിരുന്നു. അതിനെ തുടർന്ന് പല പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം കൃപ തന്നു. പുസ്തകങ്ങളെക്കാൾ ഉപരി ഈ ദിവസങ്ങളിൽ CD-കളാണ്. എൻ്റെ ഓർമ്മയിൽ 350 CD-യിലധികം ബഥേൽ അസംബ്ലിയിൽ നിന്ന് വ്യത്യസ്ത സന്ദേശങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വ്യത്യസ്ത സന്ദേശങ്ങളെന്ന് പറയുമ്പോൾ ദൈവം എനിക്ക് ഒരു സന്ദേശമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പല ഭാഗങ്ങളാണ് ഞാൻ പലയിടത്തും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രധാന സന്ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി കുറഞ്ഞ പക്ഷം ഒരു സീസണിലെങ്കിലും ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഒരു മെസ്സേജിൻ്റെ പല ഭാഗങ്ങളായിരിക്കും ഞാൻ പറയുന്നതും എഴുതുന്നതും പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം തന്നെ. അപ്പോൾ സുരേഷ് ബാബു, പബ്ലിസിറ്റിയെക്കുറിച്ച് പറയാമെങ്കിൽ ഇന്ന് വെബ്സൈറ്റിലൂടെ ഞങ്ങളുടെ സഭായോഗങ്ങൾ വെബ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലോകത്തിലെ 56 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്ഥിരമായി സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. യൂട്യൂബ് മുതലായ മീഡിയകളിൽ അനേക ദൈവദാസന്മാർ എൻ്റെ മെസ്സേജ് എടുത്തിടാറുണ്ട്. എന്നെ ഒരു കൺവെൻഷന് വേണ്ടിയോ ഒരു പ്രസംഗത്തിന് വേണ്ടിയോ വിളിക്കുന്ന ദൈവദാസന്മാരിൽ ചിലർ അത് റെക്കോർഡ് ചെയ്ത് ചില വെബ്സൈറ്റുകളിൽ കൊടുത്തോട്ടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കൊടുത്തുകൊള്ളുവാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. കാരണം സുവിശേഷം വിലയ്ക്ക് വിൽക്കുവാനല്ല, പകരം അത് പോകുന്നിടത്ത് പോകട്ടെ എന്ന ചിന്തയിൽ മാത്രമാണ്. നിരൂപകന്മാർ അനേകരും അതിനെക്കുറിച്ച് നിരൂപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വർഷം എങ്ങനെയൊക്കെ കുറഞ്ഞാലും ചില ആയിരങ്ങളിലെങ്കിലും ആളുകൾ അത് കണ്ട് യേശുവിലേക്ക് തിരിയുന്നതായി എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഞാനിവിടെ ദുഃഖകരമായി വേറൊരു കാര്യം പറയാം. CD-കളാകാം, പഴയ VHS ടേപ്പുകളാകാം, ഇന്നത്തെ വെബ്സൈറ്റുകളാകാം, അല്ലെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ തന്നെ വെബ്സൈറ്റോ യൂട്യൂബോ ഏത് മീഡിയയുമാകാം. ഇലക്ട്രോണിക് മീഡിയയിലൂടെ മാത്രം ദൈവത്തെ കണ്ടുകൊണ്ട് നാമധേയമായ ഒരു പാരമ്പര്യ ആരാധനയിൽ ഒരു വശത്ത് പങ്കെടുക്കുകയും ആത്മിക ജീവിതത്തിൻ്റെ പ്രചോദനത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റുകളിൽ നിന്ന് ഇങ്ങനെയുള്ള സന്ദേശം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇലക്ട്രോണിക് ചർച്ചസ് അവരുടെ കാൽ 2 തോണിയില്ല, ഇവർക്ക് ജീവിതത്തിൽ നിലനിൽപ്പുണ്ടാകുകയില്ല. എനിക്ക് ഇലക്ട്രോണിക് ചർച്ചസിൻ്റെ മെമ്പേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. സന്ദേശങ്ങളിലൂടെ, ഇലക്ട്രോണിക് മീഡിയകളിലൂടെ നിങ്ങളുടെ അടുക്കൽ എത്തുന്ന സന്ദേശത്തിൽ ഒരളവിൽ ആത്മശക്തി ഉണ്ടെങ്കിലും വിശുദ്ധ കൂട്ടായ്മയും ആത്മശക്തിയുടെ പൂർണ്ണതയും അതിനകത്തില്ല. ഇലക്ട്രോണിക് സഭകൾ കൊണ്ട് തൃപ്തിപ്പെടരുത്, എൻ്റെ മെസ്സേജ് കൊണ്ട് തൃപ്തിപ്പെടരുത്. നിങ്ങളോട് ഏറ്റവും അടുത്തുള്ള ആത്മാവിലും സത്യത്തിലും ജീവിതവിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന, പ്രമാണം സൂക്ഷിക്കുന്ന ഒരു സഭയിലെ അംഗത്വത്തിന് വേണ്ടി പോകുകയും അതിനകത്തൊരു അംഗത്വം എടുക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങൾ കാണപ്പെടുവാൻ കാരണമാകും, നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമാകും എന്ന് ഞാൻ അവരെ കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. ആമേൻ. വെരി ഗുഡ്. അദൃശ്യനായ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെങ്കിൽ ദൃശ്യമായ ഒരു ലോക്കൽ സഭയിലും അവർ അംഗമംഗളായിരിക്കും, നിശ്ചയമായും ആയിരിക്കും. ആമേൻ. പാസ്റ്റർ, എങ്ങനെയാണ്
എങ്ങനെയാണ് ഈ മെസ്സേജസ് തയ്യാറാക്കുന്നത്? അതൊരു കുസൃതി ചോദ്യമാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പ്രധാനമായ സന്ദേശങ്ങൾ, അനുഗ്രഹങ്ങളും ശാപങ്ങളും, ദൈവത്തിൻ്റെ മൂന്നാം നാൾ, നാലാം യാമം, നല്ല ശമരിയക്കാരൻ. സോ ആ ലിസ്റ്റ് എനിക്ക് എങ്ങനെ ദീർഘമായിട്ട് പല സന്ദേശങ്ങൾ പാസ്റ്റർ എനിക്ക് ഓർമ്മ വരുന്നു. ഹൗ യു ആർ പ്രിപ്പയറിംഗ് യുവർ മെസ്സേജസ്? എൻ്റെ മെസ്സേജുകളിൽ അധികവും ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഒരാലോചന. ഒന്നുകിൽ പ്രാർത്ഥനാ വേളയിൽ ഞാനൊരു മെസ്സേജിന് വേണ്ടി പലപ്പോഴും മണിക്കൂറുകൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയം ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരാശയം. ആദ്യമായി ബാംഗ്ലൂരിലെ ഒരു ചെറിയ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചിരിക്കും. അത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ തിരികെ കേൾക്കും. അതിനകത്തു നിന്ന് എനിക്ക് തന്നെ ലഭിക്കുന്ന വ്യത്യസ്ത ആശയങ്ങൾ, തിരുവചനത്തിലെ ഏതൊക്കെ വാക്യങ്ങളാൽ സപ്പോർട്ട് ചെയ്യപ്പെടാമെന്നും അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തെന്നും തിരുവചനത്തിൽ നിന്ന് ഞാൻ ശോധന ചെയ്യും. രണ്ടാം പ്രാവശ്യം ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു പ്രധാന മീറ്റിങ്ങിൽ അതേ മെസ്സേജ് അല്പം കൂടെ എലാബറേറ്റായി പ്രസംഗിക്കും. അതിനെ തുടർന്ന് വീണ്ടും അത് റെക്കോർഡ് ചെയ്യും. വീണ്ടും അതിൻ്റെ മേൽ ക്രമീകരണങ്ങളും കറക്ഷൻസും ഞാൻ നടത്തിക്കൊണ്ടിരിക്കും. ഇതിലൊക്കെ ഉപരി ചില സ്റ്റേജുകളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്കറിയാവുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു എൻലൈറ്റ്മെൻറ്റ് തരികയും അങ്ങനെ എൻലൈറ്റ്മെൻറ്റ് ലഭിച്ച ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് എൻലൈറ്റ്മെൻറ്റ് ലഭിക്കാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ഒരു പുതിയ പ്രസംഗമായി വരികയും ചെയ്യുന്നതിനെയാണ് ലോകം അംഗീകരിക്കുന്ന പ്രസംഗങ്ങളായി ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. ഞാൻ ബൈബിൾ സ്റ്റഡി എടുത്തതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ ഒരു സമയത്ത് ഞായറാഴ്ച രാവിലെ 8 മുതൽ 9 വരെയുള്ള സമയം ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. പല സഭകളിലും പെന്തക്കോസ്റ്റൽ ആൻഡ് നോൺ പെന്തക്കോസ്റ്റൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം അവർ പോകുമായിരുന്നു, അവരവരുടെ സഭകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എനിക്ക് തോന്നി, കുറഞ്ഞാലും 15 വ്യത്യസ്ത സഭകളിൽ നിന്നുള്ള ശുശ്രൂഷകന്മാർ എൻ്റെ ബൈബിൾ ക്ലാസ് കേൾക്കാൻ രാവിലെ ഇവിടം വരെ വരുമ്പോൾ ഇച്ചിരൂടെ ആധികാരികമായി ഇതൊന്ന് തയ്യാറാക്കാം എന്ന് കരുതി ഒരു ശനിയാഴ്ച ബൈബിൾ ക്ലാസ് തയ്യാറാക്കുമ്പോൾ പ്രസംഗം പറയുമ്പോൾ ആദ്യമേ ദൈവം തന്ന ഒരു ആലോചന പറഞ്ഞാലും ബൈബിൾ ക്ലാസ് അങ്ങനെയല്ല. ആ ആലോചന ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച് വേദപുസ്തകത്തിൽ പ്രകാരമുള്ള വാക്യങ്ങൾ എടുത്ത ശേഷം തയ്യാറായ ശേഷം മാത്രമേ ഞാൻ അവതരിപ്പിക്കത്തുള്ളൂ. അങ്ങനെ അവതരിപ്പിക്കേണ്ടതിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ മൂത്ത മോനോട് പറഞ്ഞു, ആ ഡെയ്ക്സ് ബൈബിൾ ഒന്ന് എടുത്ത് തന്നാൽ 1-2 സംശയങ്ങൾ നോക്കാം. അവൻ ഡെയ്ക്സ് ബൈബിൾ എടുത്ത് എൻ്റെ അടുക്കൽ കൊണ്ട് തന്നു വെച്ച് പറഞ്ഞു, ഡാഡി ഒരപേക്ഷയുണ്ട്, ദയവായി ക്ലാസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ഡെയ്ക്സ് ബൈബിൾ തുറക്കാവൂ. ഡെയ്ക്സ് ബൈബിൾ ഇവിടെ വരുന്ന എല്ലാ പാസ്റ്റേഴ്സിൻ്റെ വീടുകളിലുള്ളതാണ്. അതിനകത്തുനിന്ന് കിട്ടാവുന്ന ഇൻഫർമേഷന് വേണ്ടിയാണെങ്കിൽ അവരിവിടെ വരത്തില്ല, അവർ വീട്ടിലിരുന്ന് ഇത് വായിക്കുകയേ ഉള്ളൂ. ഡാഡിയെ ദൈവം നേരിട്ട് ഏൽപ്പിക്കുന്ന ഏതോ ചില ആലോചനകൾ ഉള്ളതുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കെ പ്രിപ്പറേഷന് ശേഷം വേണമെങ്കിൽ ഇതുമായി താരതമ്യം ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ വാതിൽ അടയ്ക്കരുത്. തുറന്ന വാതിൽ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നെങ്കിൽ മെസ്സേജ് തരുന്ന ദൈവത്തിൻ്റെ കടമയാണ്. തൻ്റെ ജനത്തെ ഞാൻ ശുശ്രൂഷിക്കേണ്ടത്. ആമേൻ. പാസ്റ്റർ അബ്രഹാം വെറസിനെ കാണുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. ഇൻഫർമേഷനായി. കാരണം അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. പാസ്റ്റർ, ഇത് വളരെ അനുഗ്രഹം മാത്രമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, 55 വർഷത്തെ ക്രിസ്തീയ ജീവിതം, 30 വർഷത്തിലധികം വെളിപ്പെട്ടതായ ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷ, 16,000-ലധികം വിശ്വാസികൾ, 7 ഭാഷകളുടെ സമ്മേളന നഗരിയാകുന്ന ബഥേൽ അസംബ്ലീസ് ഓഫ് ഗാഡ്. എത്ര മലയാളി പാസ്റ്റേഴ്സിനാണ് ഈ കൊടുമുടിയിൽ എത്തിച്ചേരുവാൻ തക്കോണം കഴിയുന്നത്? ഈ സമയത്ത് ഞാനിത് പറയുമ്പോൾ രോമാഞ്ചത്തോടെ ഈ ദൈവത്തിൻ്റെ ദാസനെ സ്മരിക്കുന്നു. പാസ്റ്റർ M.A. വർഗീസിനായി സ്തോത്രം. ഒരു ദൈവദാസൻ അത് മരിച്ച് ചേതനയറ്റ് നമ്മുടെ മുൻപിൽ കിടക്കുമ്പോഴല്ല അയ്യോ കൊള്ളായിരുന്നു പോയി എന്ന് നമ്മൾ പറയേണ്ടത്. പകരം ഒരു ദൈവദാസൻ ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കരുതുവാൻ, സ്നേഹിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അതെ നാം ബാധ്യസ്ഥരത്രേ. മാത്രമല്ല കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലധികമായി യേശുവിനോട് ചേർന്ന് നടന്ന ഈ ദൈവപുരുഷൻ നമുക്ക് മാതൃകയത്രേ. എൻ്റെ പ്രാർത്ഥന ഇതത്രേ, ഡോക്ടർമാരുടെ കയ്യിൽ വീഴാതെ, ഓപ്പറേഷൻ തിയേറ്ററുകൾ കയറാതെ, ആംബുലൻസിൽ കിടന്ന് പിടയാതെ, സുഖത്തോടും ആരോഗ്യത്തോടും കർത്താവ് പാസ്റ്ററേയും പാസ്റ്റർ സഹധർമ്മിണിയെയും സൂക്ഷിക്കുമാറാകട്ടെ. എൻ്റെ മറ്റൊരു പ്രാർത്ഥന അത്ര പാസ്റ്റർ അബ്രഹാം വർഗീസിനെ പോലെ, അല്ലെങ്കിൽ പാസ്റ്റർ ജോൺസൺ വർഗീസിനെ പോലെ പാസ്റ്റർ കൊച്ചുമക്കളും ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഞാൻ ആവർത്തിക്കുന്ന പാസ്റ്റർ മക്കൾ ശുശ്രൂഷിച്ച പോലെ പാസ്റ്റർ കൊച്ചുമക്കളും അതേ വചനം പറയുന്നത്, പ്രവചിക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്, ലോകരാജ്യങ്ങൾ ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ ശുശ്രൂഷയുമായി സഞ്ചരിക്കുന്നത് കാണുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ലേവിയ ഗോത്രത്തിൽപ്പെട്ടതായ ഒന്നുപോലും ലോകത്തിനല്ല, സകലരും എനിക്ക് വേണ്ടി വേർതിരിപ്പിൻ എന്നരുളി ചെയ്തതുപോലെ കുടുംബമായി ദൈവം നിങ്ങളെ അന്ത്യത്തോളം സൂക്ഷിക്കുമാറാകട്ടെ. ഇത് കാണുന്നതായ ആയിരങ്ങളുണ്ടായിരിക്കും. പാസ്റ്റർ പ്രാപിച്ചത് ഒന്നുപോലും മാറ്റിവെക്കാതെ ഞങ്ങളിലേക്ക് പകർന്ന് ഞങ്ങൾക്കായി ദയവായി പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, കാലാകാലങ്ങളിൽ വ്യത്യസ്ത വ്യക്തികളെ വിളിക്കുകയും
അവർ തിരുമുമ്പിൽ സമർപ്പിക്കപ്പെട്ടതിന് ഒത്തവണ്ണം അവരിലൂടെ ദൈവകരം വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവമേ, ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജനലക്ഷങ്ങൾ അങ്ങയുടെ പാദത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ കരം അവരുടെ മേൽ വയ്ക്കുവാൻ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങയുടെ ശിഷ്യന്മാർക്ക് വേണ്ടി അപേക്ഷിച്ചതുപോലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചതുപോലെ, ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവ്യ ശക്തി അതിൻ്റെ മുഴുവൻ വ്യക്തിത്വത്തിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് കർത്താവ് ചില വ്യക്തികളെ കൂടെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഞങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ അങ്ങേക്ക് തിരിഹിതമാകണമേ. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളെ, സമൂഹങ്ങളെ, കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വളരേണ്ടവരെ വളർത്തണം, വളർന്നവരെ ഉപയോഗിക്കണമേ. ഇനി വളരേണ്ടവരെ തുടർന്നും വളർത്തണമേ. അടിയനെ തൃക്കരങ്ങളിൽ തരുന്നു. അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ഇനിയും കൃപ തരണമേ. ആരോഗ്യത്തിൽ മിച്ചമുള്ളത്, ആയുസ്സിൽ മിച്ചമുള്ളത് ലോകത്തിന് വേണ്ടി വൃഥാവാക്കാതെ ദൈവത്തിന് വേണ്ടി ഓടി തികയ്ക്കുവാൻ അങ്ങ് കൃപ തരണമേ. അടിയനിൽ നിന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കുമായി അങ്ങയ്ക്ക് നന്ദി കർത്താവേ. അടിയന്റെ ആത്മീക സന്തതികളായി ജനിച്ച അങ്ങയുടെ മക്കളെയും കൊച്ചുമക്കളെയും നസ്രായന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ. അത് ശുശ്രൂഷകന്മാരുടെ മേൽ വസിക്കട്ടെ, അത് കുടുംബങ്ങളുടെ മേൽ വസിക്കട്ടെ. കർത്താവേ, ദൈവത്തിന് വേണ്ടി സ്റ്റഡിയായി നിൽക്കുന്നവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതിനാകേണ്ടതിന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിനാകും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയ സഹോദരങ്ങളെ, 2 തലമുറകളുടെ സമ്മേളനം അത്രേ ഈ പ്രോഗ്രാമിൽ നിന്ന് ദൈവത്തിന് കൃപയാൽ നിങ്ങൾ കണ്ടത്. നാം താഴ്വരകളിൽ തകർന്നു പോകാതെ പർവ്വതങ്ങളിൽ വെച്ച് എടുത്തുകൊള്ളപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും നമ്മെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഹാർവസ്റ്റ് ടിവിക്കായി, ബ്രദർ ബിബി ജോർജ് ചാക്കോയ്ക്കായി, ടീമിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ അവസാന സെക്കൻഡിലായിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി ചെയ്യാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.